السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വേദിയിലിരിക്കുന്ന ആദരണീയരെ, ഈ മഹാസമ്മേളനത്തിന് ആശംസ നേർന്നുകൊണ്ട് പ്രസംഗിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രതിനിധികളെ, തളിപ്പറമ്പിലെ ഏറെ ശ്രദ്ധേയമായ ഈ ടൗൺ സ്ക്വയറിൽ മഴ പെയ്താലും ഇരുന്ന് സൗമ്യ ഭാവേന കേൾക്കാൻ പറ്റുന്ന ഈ മേൽക്കൂരക്ക് താഴെ വന്നു ചേർന്നിട്ടുള്ള നല്ലവരായ സഹൃദയരെ, ഇതര മതത്തിലും ആദർശത്തിലും വിശ്വസിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ജനിച്ചു വളർന്നിട്ടുള്ള പൗരന്മാരെ, അതീവ വേദനയോടുകൂടിയാണ് ഈ സാഹചര്യത്തിലെ ഏതൊരു സമ്മേളനത്തിലും എന്നെ പോലെയുള്ള ആളുകൾ പങ്കെടുക്കുക. ആ വേദന എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഈ സമ്മേളനത്തിലെ നേരത്തെ നടന്നിട്ടുള്ള പ്രസംഗങ്ങളെല്ലാം നിങ്ങൾ കേട്ടു. ആ പ്രസംഗങ്ങളിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ വിവരിച്ചു, അതും നിങ്ങൾക്ക് കേട്ടു. ആഗോള അടിസ്ഥാനത്തിൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഇടപെടലുകൾ ഉൾപ്പെടെയുള്ള IS എന്ന് പറയുന്ന മാനവിക വിരുദ്ധ കൂട്ടായ്മയുടെ ദുഷിച്ച ചെയ്തികളും അവരെ വെള്ളവും വളവും നൽകി വളർത്തുന്നവരും ആരാണ് എന്നതും ഇവിടെ വിവരിക്കപ്പെട്ടു. ഞാൻ വേദനിക്കുന്നു എന്ന് പറയാനുള്ള കാരണം, നാം അറിഞ്ഞിട്ടില്ല പലതും, നാം അറിയാൻ ശ്രമിക്കുന്നില്ല പലതും, നാം അറിഞ്ഞിട്ടില്ല പലതും, നാം അറിയാൻ ശ്രമിച്ചിട്ടുമില്ല പലതും. ആ ഒരു ദുഃഖം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ന്യായമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും വേദനയോടുകൂടിയല്ലാതെ ഈ വിഷയങ്ങൾ നോക്കിക്കാണാൻ കഴിയില്ല. എന്താ കേരളത്തിൽ ഇപ്പൊ IS ചർച്ചയായത്? 3 കൊല്ലമായി ലോകത്ത് IS അതിന്റെ നരനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ എന്തേ പേടിച്ചത്? എന്താണ് ഇന്ത്യ രാജ്യം ഇത്രയെ സടകുടഞ്ഞ് എഴുന്നേറ്റത്? IS-ൽ ചേരാൻ വേണ്ടി കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും മുസ്ലിം പേരുള്ള ആളുകൾ പോയി എന്ന നിലയിലുള്ള ചർച്ച ഇവിടെ നടന്നപ്പോൾ ആധികാരികമായ റിപ്പോർട്ടുകളുടെ അവസ്ഥാവിശേഷങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ലേ. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായപ്പോൾ നമ്മൾ എന്തിനെ പേടിക്കുന്നത്? മുസ്ലിം ചെറുപ്പക്കാരായ ആളുകൾ, തീവ്ര ചിന്തയുള്ള ആളുകൾ കേരളത്തിൽ പൊട്ടിച്ചതല്ല നമ്മുടെ പ്രശ്നം. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പൊട്ടിക്കാൻ പോയി എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രശ്നം.
നിങ്ങൾ ശരിക്കും ആലോചിക്കുക. ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഞാനിവിടെ രണ്ട് നിലയിലുള്ള സംസാരമാണ് എന്റേത്. ഒന്ന് മുസ്ലിം സമുദായത്തോടാണ്, മുസ്ലിം നേതൃത്വത്തോടാണ്, മുസ്ലിം സമൂഹത്തോടാണ്. രണ്ട്, ഇവിടെയുള്ള എല്ലാ മതവിശ്വാസികളോടും ഇതര മത ആദർശ ആളുകളോടും രാഷ്ട്രീയമായി വിഷയങ്ങൾ നോക്കിക്കാണുന്നവരോടും ഈ സ്റ്റേറ്റ് ഭരിക്കുന്നവരോടും അതുപോലെ കോൺഗ്രസും BJP ഉൾപ്പെടെയുള്ള ജനതാദൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിശ്വാസമുള്ളവരോടും എല്ലാം ഉൾക്കൊള്ളുന്ന രണ്ട് വിഭാഗത്തോടുള്ള രണ്ട് വശങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ഞാൻ ഇവിടെ നടത്താൻ വിചാരിക്കുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു. ലോകത്ത് നല്ല വ്യക്തികൾ, ഞാൻ പറയുന്ന വാചകങ്ങൾ എല്ലാവരും ചിന്തിക്കണം. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം സമൂഹത്തോട്. മൊത്തത്തിൽ നല്ല ആശയപരമായ സംവാദങ്ങൾ, തുറന്ന സംവാദങ്ങൾ നടക്കണം. നമുക്കുള്ള ദുഃഖം എന്താ അറിയുന്നത്? ഈ ഒരു പ്രസംഗം ഇവിടുത്തെ ചാനലുകാർ കൊടുക്കുമോ? ഞാനൊരു 10-60-ലധികം അമ്പലങ്ങളിൽ പ്രസംഗിച്ചിട്ടുള്ള വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഒരു എളിയ പ്രബോധകനാണ്. ആ അമ്പലത്തിലെ മുഴുവൻ പ്രസംഗങ്ങളിൽ ഏതെങ്കിലും ഒരു നല്ല പ്രസംഗം സെലക്ട് ചെയ്ത് ഇവിടുത്തെ ചാനലുകൾ കൊടുക്കുമോ? കൊടുക്കില്ല. ഇവിടുത്തെ പത്രങ്ങൾ കൊടുക്കുമോ? കൊടുക്കില്ല. ഇവിടെ നടന്ന CP സലീം സാഹിബിന്റെ പ്രസംഗം ഇവിടുത്തെ ചാനലുകൾ ഔട്ട് ചെയ്യൂ? കൊടുക്കില്ല. എന്തുകൊണ്ട് കൊടുക്കില്ല? ഇവിടുത്തെ ചാനലുകൾ ആരെയാണ് മുസ്ലിം പ്രതിനിധികളായി ക്ഷണിക്കുന്നത്? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറച്ചു കാലമായിട്ട് ഒരു ഡോക്ടറെ, ഒരു മുസ്ലിം നാമധാരിയായ ഒരു ഡോക്ടറെ, ഒരു കടക്കലുകാരനായ ഇസ്ലാം പഠിക്കാത്ത ഇസ്ലാമിന്റെ ഉള്ളിലെ ഇത്തിക്കണ്ണിയെ അല്ലേ, നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചോ? മുസ്ലിം പണ്ഡിതന്മാരെ ക്ഷണിച്ചിട്ട് ഒരു ചർച്ച ഇവിടുത്തെ ചാനലുകാർ എത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്? ഒന്നോ രണ്ടോ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയാൻ ആളല്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയും. നല്ല വ്യക്തിയാരാ നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ലോകത്ത് ഏറ്റവും വൃത്തികെട്ടവരെ നല്ലവരായി, ഏറ്റവും നല്ലവരെ വൃത്തികെട്ടവരായി കാണുന്നു എന്നത് ഈ ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ്. ഏറ്റവും വലിയ ദുരന്തം. നല്ല വ്യക്തിയെ നമുക്കറിയില്ല, നല്ല സമൂഹത്തെ നമുക്കറിയില്ല, നല്ല കൂട്ടായ്മ ഏത് എന്ന് നമുക്കറിയില്ല, ചീത്ത കൂട്ടായ്മ ഏത് നമുക്കറിഞ്ഞുകൂടാ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇവിടുത്തെ ഹൈന്ദവർ, ഇവിടുത്തെ ക്രൈസ്തവർ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, ഇവിടുത്തെ വിവിധ മതാനുയായികൾ ഗൗരവമായി ആലോചിക്കേണ്ട പോയിന്റുകളിൽ ഒന്നാണ്, നാം ആരെ വെറുക്കുന്നു, നാം ആരെ വെറുക്കുന്നില്ല, നാം ആരെ ഇഷ്ടപ്പെടുന്നു, നാം ആരെ ഇഷ്ടപ്പെടുന്നില്ല, നാം ആരോട് പ്രതിഷേധം കാണിക്കുന്നു, നാം ആരോട് പ്രതിഷേധം കാണിക്കുന്നില്ല. കേരളത്തിന്റെ കള്ളുഷാപ്പുകളുടെ മുമ്പിൽ, വിദേശ മദ്യഷാപ്പുകളുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്നു. ചോന്ന തുണി എടുത്തോൻ, വെള്ള തുണി എടുത്തോൻ, കള്ളിമുണ്ടെടുത്തോൻ, ജീൻസും ടീഷർട്ടും ഇട്ട് ഇൻസൈഡ് ചെയ്ത ഉദ്യോഗസ്ഥൻ. വെറുപ്പുണ്ടോ നമുക്കാർക്കും? ഉണ്ടോ? ഇല്ല. താടി നീട്ടി ജുബ്ബയിട്ട് നരിയാണിയുടെ മേലെ തുണി എടുത്ത ഒരാൾ ഈ ടൗണിലൂടെ പോകും. മനസ്സിന്റെ ഉള്ളിൽ ഓനോട് വെറുപ്പാണ്. എന്താ വെറുക്കാൻ കാരണം? ഓന്റെ വെള്ള തുണി ചളിയിൽ തട്ടില്ല, റോട്ടിലുള്ള കാഷ്ടത്തിലും മൂത്രത്തിലാവില്ല, മാന്യമായ ഡ്രസ് ധരിച്ചിരിക്കുന്നു, അതിനോട് വെറുപ്പ്. സത്യല്ലേ? തുണി അഴിച്ചിട്ട് നരിയാണിയുടേതായ തുണി എടുത്ത് ഈ മാർക്കറ്റിലെ മുഴുവൻ ചളിയും കഫവും മൂത്രവും കാഷ്ടവും ആ തുണിയിൽ പേറി നടക്കുന്നവനെ നമുക്ക് ഇഷ്ടമാണ്. വൃത്തിയുള്ളവനെ ഇഷ്ടമില്ല, വൃത്തികെട്ടവനെ ഇഷ്ടമാണ്. തലച്ചോറുള്ളവർ ഒരു നേരം ചോറ് തിന്നുന്നോല് ചിന്തിക്കും. വൃത്തികെട്ടവനെ നമുക്ക് ഇഷ്ടമാണ്, വൃത്തി സംരക്ഷിക്കുന്നവനെ നമുക്ക് വെറുപ്പാണ്. എങ്ങനെ മനുഷ്യൻ ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടു? നമ്മൾ എന്തുകൊണ്ട് ഓരോരുത്തരെയും ശത്രുതയോടുകൂടി നോക്കി? അതിനൊരു കാരണമുണ്ട്. നമുക്ക് ഓരോരുത്തരോട് വെറുപ്പ് തുടങ്ങിയത് എന്നു മുതൽ, നാം ഈ സമൂഹത്തെ വെറുത്തു തുടങ്ങിയത് എന്നു മുതൽ ലോകം അത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതേതാ മാസം? ഇതേതാ മാസം? ഓഗസ്റ്റ് മാസമാണ്. ഈ ഓഗസ്റ്റിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് നാം അറിയും. ഈ ഓഗസ്റ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മക്കെതിരെ 41 കോടി ഇന്ത്യൻ പൗരന്മാരുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ കൈകളിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഏറ്റുവാങ്ങിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രഥമ പ്രധാനമന്ത്രിയായ ഒരു ദിനത്തെ കുറിച്ച് പറയാൻ ഓഗസ്റ്റിൽ നമുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ കൈകളിൽ നിന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യം ഏറ്റുവാങ്ങുമ്പോ
അതിലൊന്നും ശ്രദ്ധിക്കാതെ അതിനപ്പുറത്തുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അർദ്ധനഗ്നനായ ഫക്കീർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗുജറാത്തിന്റെ പോർബന്തറിൽ ജനിച്ച് അങ്ങ് രവീന്ദ്രനാഥ ടാഗോർ, ഗീതാഞ്ജലിയുടെ കർത്താവായ രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാവെന്ന് വിളിച്ച മഹാത്മാഗാന്ധി നവകാലി ജില്ലയിലെ ഹിന്ദു മുസ്ലിം വൈരം തീർത്ത് സൗഹൃദത്തിന്റെ ഭൂമിക കെട്ടിപ്പടുക്കാൻ സ്നേഹത്തിന്റെ ആർദ്രതയുടെ അലിവിന്റെ അനുകമ്പയുടെ സഹാനുഭൂതിയുടെ സഹവർത്തിത്വത്തിന്റെ മേച്ചിൽപ്പുറങ്ങൾ സൃഷ്ടിക്കാൻ നടന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന അർദ്ധനഗ്നനായ ബ്രിട്ടീഷുകാർ ഷൂ കൊണ്ട് ചവിട്ടി പല്ല് കൊഴിച്ച പല്ലില്ലാത്ത ഗാന്ധിജിയുടെ കഥ പറയുന്ന ഓഗസ്റ്റ് 15 6-ാം തീയതി കഴിഞ്ഞുപോയി. ഇന്ന് 9-ാം തീയതി നാഗസാക്കിയിൽ ബോംബ് വീണ ദിവസമാണ്. ജനങ്ങളെ, ഈ തളിപ്പറമ്പിൽ ഈ വിശാലമായ ഒരുക്കിയ വേദിയുടെ മുമ്പിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന സത്യത്തോട് കൂറുള്ളവരെ, നന്മയോട് കൂറുള്ളവരെ, മുഖം നോക്കാതെ ശുപാർശ കേൾക്കാതെ, ജനങ്ങളുടെ പാർട്ടിയുടെ മതത്തിന്റെ അംഗീകാരമില്ലാതെ ശരിയെ ശരിയെന്ന് വിളിക്കാൻ, തെറ്റിനെ തെറ്റെന്ന് വിളിക്കാൻ ആർജവമുണ്ടാകണം പുതിയ നൂറ്റാണ്ടിലെ ഭാരതീയന് എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് കൊണ്ടു. തീവ്രവാദം, ഭീകരവാദം, മതവിരുദ്ധ പ്രവർത്തനങ്ങൾ, അപമാനവീകരണത്തിന് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങൾ, രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, രാജ്യസ്നേഹത്തിനെതിരായ ശബ്ദങ്ങൾ, ഇതെല്ലാം ഒന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല. IS എന്ന് പറഞ്ഞ ഞാൻ എന്റെ പൊന്നാര സുഹൃത്തുക്കളെ 3 കൊല്ലമായിട്ടല്ലേ കേൾക്കണുള്ളൂ. 3 കൊല്ലത്തിന്റെ തൊട്ടടുത്ത മാസമായിരുന്നു ഭൂമി ഉണ്ടായത്. ആണോ ആണോ ഈ ഭൂമിയിൽ മനുഷ്യവാസം ഉണ്ടായിട്ട് 3 കൊല്ലമായിട്ടേ ഉള്ളൂ. ആ ഉണ്ടായി അന്ന് മുതൽ IS ഉണ്ടായി എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? IS ഉണ്ടായി. ശരി, ആരുണ്ടാക്കി? നല്ലൊരു ചോദ്യം മോനെ. നല്ലൊരു ചോദ്യമാണല്ലോ അത്. നല്ലൊരു ചോദ്യമാണല്ലോ അത്. ആണല്ലോ മോനെ. നിന്റെ ബാപ്പ ആരാ? ഒരു ചോദ്യം. IS-ന്റെ തന്ത ആരാ? IS-നെ ഏത് ബീജത്തിലാ പറഞ്ഞത്? അമേരിക്കയുടെ ബീജത്തിലാ പറഞ്ഞത്. ബ്രിട്ടന്റെയും ഇസ്രയേലിന്റെയും ഗർഭപാത്രത്തിലാ പറഞ്ഞത്. ലോകമേ, ആരാണ് IS-ന് രൂപം നൽകിയത്? IS-ന്റെ പിതാവ് അമേരിക്ക, IS-ന്റെ മാതാവ് ഇസ്രയേലും ബ്രിട്ടനും. ശരി, അച്ഛനും അമ്മയായി. ഈ അച്ഛനും അമ്മയും ഈ മകന് കൊടുത്ത ഉപദേശം എന്താ? ഈ മകനെ ചെറുപ്പത്തിലെ അവരെങ്ങനെയാ വളർത്തിയത് അറിയണ്ടേ? നമുക്ക് അറിയണ്ടേ ആരാ അവർ വളർത്തിയത്? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ തളിപ്പറമ്പില്ലേ ഒരു ക്ലാസും കേൾക്കണില്ല, മതത്തിന്റെ കേൾക്കണില്ല, രാഷ്ട്രീയത്തിന്റെ കേൾക്കണില്ല, നവോത്ഥാന സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട നേതാക്കളുമായി ഒരു ബന്ധവുമില്ല, പത്രം വായിക്കുന്നില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു നാടൻ മനുഷ്യൻ വിപ്ലവം ഉണ്ടാവും? അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരാണ് ഇതൊക്കെ കേൾക്കണെന്നുള്ള അടിസ്ഥാനത്തിൽ ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ എല്ലാവരോടും. RSS ക്യാമ്പുകൾ എന്നൊരു ക്യാമ്പുണ്ടല്ലോ. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ക്യാമ്പ് വയനാട്ടിലായിരുന്നു. RSS-ന്റെ ക്യാമ്പ്. RSS-ന്റെ ഏറ്റവും വലിയ കേന്ദ്രം കേരളമായിരുന്നു. കേരളത്തിൽ എന്തേ വിജയിക്കാതെ പോയത് അറിഞ്ഞുണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും സുഹൃത്തെ, മുസ്ലിം ഹിന്ദു എന്ന് ചിന്തിക്കാതെ മനുഷ്യരെന്ന നിലയിൽ സത്യത്തോട് കൂറു പുലർത്തി ചിന്തിച്ചിട്ടുണ്ടോ? ഞാന് RSS ക്യാമ്പിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന ഒരു പയ്യൻ, ചിലത് തുറന്നു പറയും ഈ സദസ്സിൽ, RSS-ൽ സ്ഥിരമായിട്ട് അച്ഛൻ കൊണ്ടുപോയ ഒരു പയ്യൻ, ആ പയ്യന് RSS-ന്റെ ക്യാമ്പിൽ വായിക്കാൻ കൊടുത്തിരുന്ന ചില ഇസ്ലാമിക ഗ്രന്ഥം എന്ന പേരിൽ ചില ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ശരിക്കും മനസ്സിലാക്കണം. RSS-ന്റെ ക്യാമ്പിൽ അച്ഛൻ മോനെ ഒരു നല്ല ഭാരതീയനാക്കാൻ, തികഞ്ഞ ഹൈന്ദവ ഭക്തനാക്കാൻ കൊണ്ടുപോവുകയാണ്. ആ RSS-ന്റെ കേന്ദ്രത്തിൽ, ക്യാമ്പിൽ ആ കുട്ടി ചില മുസ്ലിങ്ങൾ എഴുതിയ ഗ്രന്ഥം വായിക്കുന്നു. വായിച്ചിട്ട് അവന്റെ മനസ്സിൽ ഈ ഗ്രന്ഥത്തോടും ഗ്രന്ഥരചന നടത്തിയവരോടും ഇസ്ലാമിനോടും വെറുപ്പുണ്ടാകും. ആ RSS ക്യാമ്പിൽ ഈ ചെറുപ്പക്കാരൻ വായിച്ച പുസ്തകം ആരുടേതാണ്? അബുല്ലാല മൗദൂദി എന്ന് പറയുന്ന മനുഷ്യന്റെ പുസ്തകമാണ്. സയ്യിദ് ഖുതുബിന്റെ പുസ്തകമാണ്. സയ്യിദ് ഹസനുൽ ബന്നയുടെ പുസ്തകമാണ്. എന്താണ് ഈ 3 ആളുകൾ ആരാ? ഈ 3 ആളുകൾ ആരാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കണം. അബുല്ലാല മൗദൂദി എന്ന് പറയുന്ന മനുഷ്യന്റെ കൃതി RSS കേന്ദ്രത്തിൽ വായിക്കുന്നു.
അല്ലെ സുഹൃത്തുക്കളെ? സയ്യിദ് ഹസനുൽ ബന്നയുടെ കൃതി RSS കേന്ദ്രത്തിൽ വായിക്കുന്നു, സയ്യിദ് ഖുതുബിന്റെ കൃതി RSS കേന്ദ്രങ്ങളിൽ വായിക്കുന്നു. എന്തേ ഈ 3 ഗ്രന്ഥം മാത്രം വായിക്കപ്പെട്ടത്? എന്തേ വായിക്കപ്പെട്ടത്? ചില കാരണമുണ്ട്, അടിസ്ഥാനപരമായ ചില കാരണമുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഞാൻ ഒരു കാര്യം കൂടി പറയാം. യഥാർത്ഥത്തിൽ 2 തലമുണ്ട് IS-ന്. IS എന്ന് പറഞ്ഞതിന് 2 തലമുണ്ട്. ഒന്ന് ദാർശനിക തലം, ശരിക്കും മനസ്സിലാക്കുക, തത്വപരമായ തലം. അതായത് അവർക്ക് ഇതിന് സ്പിരിറ്റ് കിട്ടാൻ ചില പ്രസംഗം കേൾക്കുന്നുണ്ടവർ, ചില രചനകൾ വായിക്കുന്നുണ്ടവർ. ഈ ഒരു തലമുണ്ട് അതിന്, അതാണ് ദാർശനിക തലം. പിന്നെ ഭൗതികമായ ആവേശം നൽകുന്ന, ആയുധം നൽകുന്ന, ക്യാമ്പ് സംഘടിപ്പിക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന, അവർക്ക് ആവശ്യമായ ഭൗതിക മെറ്റീരിയൽസ് ഒരുക്കുന്ന ഒരു ഭൗതിക തലമുണ്ട്. ആ ഭൗതിക തലം നിയന്ത്രിക്കുന്നത് അമേരിക്ക, ആ ഭൗതിക തലം നിയന്ത്രിക്കുന്നത് ബ്രിട്ടൻ, ആ ഭൗതിക തലം നിയന്ത്രിക്കുന്നത് ഇസ്രയേൽ. അപ്പൊ 2 തലമുണ്ട് ISIS-ന്. ഒന്ന് ദാർശനികമായ തലം. ISIS-ന് ദാർശനികമായ തലം നൽകിയതാര്? ചോദ്യം 1. IS-ന് ഭൗതികമായ എല്ലാ അവകാശങ്ങളും ചെയ്തു കൊടുത്തതാര്? ഇത് രണ്ടും പറയാതെ ഏതൊരു ചർച്ച ആര് സംഘടിപ്പിച്ചു കൊള്ളട്ടെ, അത് നീതിയിൽ അധിഷ്ഠിതമായ ചർച്ചയല്ല. അല്ല അല്ല അല്ല. ഇനി ഇവിടെ ഒരു കാര്യം എന്താ അറിയോ? രസമുണ്ട്. നമ്മുടെ ലോകത്തെ നമ്മൾ എന്താ മനുഷ്യൻ, നമ്മൾ പുറകോട്ട് പോയി. നമുക്ക് അന്തസ്സുള്ള ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു, നമുക്കതൊന്നുമില്ല. ഇന്ന് നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കല, നമ്മൾ എന്താണ് കേൾക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ എന്താ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ ആരെയാ ശ്രമിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ എന്തിനെയാണ് അപഗ്രഥിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ എന്തിനെയാണ് ശത്രുവാക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് ലോകത്ത് തീവ്രവാദം ഉണ്ടാകുന്നത്? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, IS വരുന്നതിന് മുമ്പുള്ള ഓഗസ്റ്റ് 6 എന്തായിരുന്നു? IS വരുന്നതിന് മുമ്പുള്ള ഓഗസ്റ്റ് 9 എന്തായിരുന്നു? ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും ലോകത്ത് നടന്നിട്ടുള്ള പലതും ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നു കൊരവിളി നടത്തിപ്പോയ പ്രത്യയശാസ്ത്രങ്ങളുടെ, പക്ഷെ അന്നൊന്നും തമ്മിലൊരു വ്യത്യാസം. അതെന്താ? നിങ്ങൾ ശരിക്കും അറിയണം. അമേരിക്കന്റെ ഏതെങ്കിലും ഒരു കോണില് 10 ആളെ ഒരു മുസ്ലിം നാമധാരി കൊന്നാൽ അപ്പ തളിപ്പറമ്പിൽ അറിയില്ല, അന്നിമിഷം തളിപ്പറമ്പിൽ അറിയില്ല. അല്ലേ? പണ്ട് 2 ലോകമഹായുദ്ധങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ അമേരിക്ക കൊന്നപ്പോ എത്ര ദിവസം എടുക്കേണ്ടി വന്നു ലോകത്തറിയാൻ? അപ്പോഴേക്ക് എല്ലാ ചൂടും തണുത്തുന്നുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടേ, ഇന്ന് നടക്കുന്നതിന്റെ 1000 ഇരട്ടി കൊലപാതകം ഇതിന്റെ ഒക്കെ മുമ്പ് ഇവിടെ നടന്നു പോയിട്ടുണ്ട്. അന്ന് വാട്സാപ്പ് ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, അപ്ഡേറ്റ് വാർത്തകളില്ല. ആ കാലത്ത് അതൊക്കെ മൂടപ്പെട്ടു. ഇന്നത്തെ പോലെ ചാനലുകളില്ല. സാമ്രാജ്യത്വ ശക്തികളെ ചാനലുകളെ അന്നും വിലക്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ലോകം അറിയരുത് എന്ന നിലയിൽ ഇന്ന് വിലക്കെടുക്കുന്നുണ്ട്. മുസ്ലിം നാമധാരി എന്ത് ചെയ്താലും അതൊക്കെ ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ പെടുത്തിക്കൊണ്ട് നടത്തണമെന്ന് പറയാൻ സാമ്രാജ്യത്വ ശക്തികൾ ഉണ്ടായിട്ടുണ്ട്. ഈ 2 ഭാഗങ്ങൾ സവിശേഷമായ ചർച്ചക്ക് വരേണ്ടതാണ്. ഇന്ത്യയിൽ ഭീകരവാദം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. തീവ്രവാദം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. ലോകരാജ്യങ്ങളിൽ തീവ്രവാദം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. ശരി, തീവ്രവാദം എന്തുകൊണ്ടുണ്ടാകും? 1. 2, എന്താണ് തീവ്രവാദം? നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? എന്താ തീവ്രവാദം? നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ഇന്ന് വരെ ഇന്ത്യയിൽ നിർവചനമില്ല തീവ്രവാദത്തിന്, അമേരിക്കക്ക് നിർവചനമില്ല തീവ്രവാദത്തിന്. ഇല്ല. ഇന്നിപ്പോ എല്ലാവരും മുസ്ലിം എന്ത് ചെയ്താലും അതൊക്കെ തീവ്രവാദം, ബാക്കി എന്ത് ചെയ്താലും അതൊക്കെ മാനവികത. അതാണ് നമ്മുടെ താല്പര്യം. അങ്ങനെ ആവണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അവിടെ ഞാൻ ചില സത്യങ്ങൾ തുറന്നു പറയും. ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹുവില്ലാതെ കാര്യത്തെ പേടിക്കരുതെന്ന് പഠിപ്പിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ചില മൗലിക സത്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത ചില സത്യങ്ങൾ എന്ന ലോകത്തിൽ നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അവരോട് മാത്രമായിട്ടോ ഞാൻ സംസാരിക്കുന്നത്. ഈ തീവ്രവാദവും ഈ ഭീകരവാദവും ഇല്ലാതാകണം എന്നാഗ്രഹിക്കുന്നുണ്ടോ? ഇനി ഇതൊക്കെ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞു, ഇതൊക്കെ തുടരൂലേ? ഇതൊക്കെ തുടരും. ശരി, ഇതില്ലാതാകണം താത്വികമായി ആലോചിക്കുന്നുണ്ടോ? എന്നാ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ 2 നിലക്കുള്ള സംഗതികൾ ഉണ്ടായി. 10-21 കുട്ടികൾ ഇവിടെ നിന്ന് കാണാനില്ല. കേരളത്തിൽ നിന്ന് 21 കുട്ടികൾ മാത്രമാണ് കാണാത്തത്? അല്ല, 2000-ലധികം കുട്ടികളെ കാണാനില്ല. ഇപ്പോഴല്ല, എല്ലാ കാലത്തും ഉണ്ടായിട്ടില്ല. പലരിലും കുട്ടികളെ കാണാനില്ല. ഞാൻ കൊല്ലത്ത് എന്ന് ഇറങ്ങിയപ്പോ അവിടെ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ 5 ആളെ കാണാനില്ല.
40 വയസ്സായ ഒരാളെ കാണാനില്ല, 32 വയസ്സായ ചെറുപ്പക്കാരനെ കാണാനില്ല, 28 വയസ്സായ ഒരാളെ കാണാനില്ല, 18 വയസ്സായ ആളെ കാണാനില്ല. എവിടെ ക്രിസ്ത്യാനികളിലും ഹൈന്ദവരിലും എല്ലാത്തിലും പെട്ടെ പല കാരണങ്ങൾ. ഓലൊക്കെ IS പോയതാ? അല്ല. പല കാരണങ്ങൾ. കൊല്ലപ്പെട്ടവരുണ്ട്, പിടിച്ചുകൊണ്ടുപോയവരുണ്ട്, പല ആളുകളും തട്ടിക്കൊണ്ടുപോയവരുണ്ട്, ഓലെ കൊല്ലുന്ന കിഡ്നി എടുത്തവരുണ്ട്, അങ്ങനെ പലതും. പിന്നെ എന്നെ ഈ 21 പോയത് അത് IS എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയിൽ ചേരാനാണെങ്കിൽ IS-ന്റെ നടപടിക്രമങ്ങളെ ശരിവെക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അതാ അപകടം. അത് മനുഷ്യന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ്. അവിടെയാണ് നമ്മൾ അതിനെ ജാഗ്രതയോടുകൂടി കണ്ടത്. എങ്കിൽ നമുക്ക് പരിശോധിക്കാം. ഇവിടെ മുസ്ലിങ്ങൾ, ഞാൻ മുസ്ലിം സംഘടനകളുടെ ചിലരോട് പറയണെന്നറിയോ, ഇരിക്കുന്നു അവിടെ ഇരിക്ക്, അസലയിൽ ഇരിക്കുന്നു പറഞ്ഞാ നിലത്ത് കിടന്ന് നിരങ്ങണ്ട. പിന്നെ ചില ആണുങ്ങളെ ഫോട്ടോസ്റ്റാറ്റ്, നട്ടലിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തല്ലാന്റെ അടിയിലും കൂടി വെക്കണം. ചില മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തോടാട്ടോ പറയുന്നത്. ആരാ ആണ് പെണ്ണെന്നും കൂടി തിരിച്ചറിയാം. ആണ് ആരാ പെണ്ണാരാ. ഒരാണ് പെണ്ണായ വല്ലാത്തൊരു ദുര്യോഗ ലോകത്ത്. ഞാനൊരു കാര്യം കൂടി പറയുന്നു. എന്താ സംഭവം അറിയോ? നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. എന്താ ശ്രദ്ധിച്ചത്? കേരളത്തിൽ തീവ്രവാദം വർദ്ധിക്കാനുള്ള കാരണം താടി നീട്ടിയത് കൊണ്ടാണ് എന്നാണ് ഒരു ഭാഗത്ത് പറയുന്നത്. നരിയാന്റെ മേലെ തുണി എടുത്തുകൊണ്ടാണെന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് പറയുന്നത് പള്ളിയിൽ സ്ഥിരമായിട്ട് ആരാധന നടത്തിക്കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയാം. അപ്പൊ എന്തായി? പള്ളിയിൽ പോലെ അപകടമായി, പിന്നെ താടി നീട്ടൽ അപകടമായി. ഞാൻ ചോദിക്കുന്നത്, ഇത് പറയുന്ന ആളുകൾ ഫലത്തിൽ എന്തറിയും? ഓലെ കണ്ടിട്ട് ആരാ ചിരിക്കണ അറിയുന്നത്? ഇസ്ലാമിന്റെ ശത്രുക്കളെ, ഈ വിഡ്ഢികളെ ഓർത്ത് ഊറി ചിരിക്കാൻ, വിവരം കെട്ടവരെ ഓർത്ത് ചിരിക്കാൻ. അല്ലെ, വിവരമില്ല എന്ന വിവരമില്ലാത്ത എഴുത്തുകാർ, വിവരമില്ല എന്ന വിവരമില്ലാത്ത പ്രാസംഗികർ ലോകത്ത് പലതും പറയും. തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞിട്ടൊരു സംഘം കേരളത്തിലെ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ഒരു ടീം കേട്ടിട്ടുണ്ടോ? തബ്ലീഗ് ജമാഅത്തിന്റെ സമ്മേളനം ഇന്റലിജൻസ് ശ്രദ്ധിച്ചു. തബ്ലീഗ് ജമാഅത്തിന്റെ സമ്മേളനം അവരെന്താ ജനങ്ങളോട് പറയുന്നത്? ഇന്റലിജൻസ് അവരുടെ സമ്മേളന നഗരിയിൽ പോയിരുന്നു. അങ്ങനെ അവസാനം അവർ സർക്കാരിന് റിപ്പോർട്ട് കൊടുത്ത് എന്താ അറിയുന്നത്? ആകാശത്തിന്റെ മേലുള്ള കാര്യവും ഭൂമിന്റെ അടിയിലുള്ള കാര്യവും അല്ലാണ്ട് ഭൂമിന്റെ മേലുള്ള ഒരു കാര്യം പോലും പറയണില്ല. എന്താ പറയുന്നത്? ആകാശത്തിന്റെ മേലുള്ള സ്വർഗത്തെ കുറിച്ചും ഭൂമിന്റെ അടിയിലുള്ള ഖബറിനെ കുറിച്ചും അല്ലാതെ ഭൂമിന്റെ മേലുള്ള ഒന്നും പോലും പറയുന്നില്ല. അതുകൊണ്ട് ഓലെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ഇത് പറയാനൊന്നല്ല. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ ഇതുപോലെ ജുബ്ബട്ടിരുന്നു. ആ തബ്ലീഗ് ജമാഅത്തിന്റെ ഭൂരിപക്ഷം ആളുകൾക്ക് ഇതുപോലെ താടി ഉണ്ടായിരുന്നു. ആ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾക്ക് ഇതുപോലെ നരിയാന്റെ മേലെ തുണി ഉടുപ്പിയിരുന്നു. നരിയാന്റെ മേലേക്ക് തുണി കയറുന്നതിനനുസരിച്ച് തീവ്രവാദം കയറുക. നരിയാന്റെ തൊട്ട് മേലെ നിൽക്കുമ്പോ മുട്ട് വരെ തീവ്രവാദം, നരിയാന്റെ നരി കുറച്ചുകൂടി മേലോട്ട് കയറുമ്പോ അര വരെ തീവ്രവാദം, മുട്ടിന്റെ അടുത്തേക്ക് എത്തുമ്പോ തൊള്ള വരെ ഭീകരവാദം, കുറച്ചുകൂടി കയറിയാലോ ടോട്ടൽ ഭീകരവാദം. ഇതാണ് കേരളത്തിലെ ചില മതസംഘടനകൾ, മുസ്ലിം സംഘടനകൾ എഴുതുന്ന ലേഖനം. അഞ്ജനമെന്നത് ഞാനറിയും മഞ്ഞളുപോലെ വെളുത്തിട്ട്. ഒരിക്കൽ മധു അറിയില്ല, പ്രവാചകനെ അറിയില്ല. ഞാൻ ഉറച്ചു പറയുന്നു, ഈ എഴുത്തുകാർ, ഈ പറഞ്ഞ ആളുകൾ, താടിയെ നരിയാണിയെ പറഞ്ഞ ആളുകളുണ്ടല്ലോ, ഓല മനസ്സിൽ ഇസ്ലാമില്ല, ഓല തൊണ്ടേന്ന് ഇസ്ലാം ഇറങ്ങിയിട്ടില്ല, ഓല് വല്ലപ്പോഴും എന്തെങ്കിലും ദീനിന്റെ കാര്യത്തിൽ പങ്കെടുക്കണ്ടോ, ഞാനും മുസ്ലിമൊക്കെ ആട്ടോ എന്ന് പറയാനാ. ആ ആളുകളും ഇവിടെ അരങ്ങ് തകർക്കുന്നുണ്ട്. അപ്പൊ എന്തുണ്ടാവും? നിങ്ങൾ എന്നെ ആലോചിച്ചു. ഇവിടെ ആളുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണത്, താടി നീട്ടിയ ആളുകൾ ഇപ്പൊ വർദ്ധിക്കുന്നുണ്ട്, നരിയാന്റെ മേലെ തുണിയെടുക്കുന്നവർ വർദ്ധിക്കുന്നുണ്ട്, ഓലാണ് അഭ്യസിച്ചേരുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ മണ്ണിലിരിക്കുന്നത്? ഞങ്ങളൊക്കെ ഇവിടെ എന്തിനാ ജീവിക്കുന്നത്? ഇവിടെ മുസ്ലിങ്ങളിൽ നിങ്ങൾക്കറിയാം താടി നീട്ടൽ. ഞാൻ ഓരോന്നോട് പറഞ്ഞോട്ടെ, ഇത് പറയുമെന്നറിയാം, ചില കാര്യങ്ങൾ പറയണം. കൊല്ലം ജില്ലയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക കണ്ണനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ഞാൻ താടി വടിക്കുന്നതിനെ കുറിച്ച്, അതിന്റെ മതപരമായ വശത്തെ കുറിച്ച് പറഞ്ഞു. ഒരു ക്രിസ്ത്യാനിയായ പയ്യൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, താടി നീട്ടൽ വലിയൊരു പ്രശ്നം തന്നെയല്ലേ, ദുരന്തമല്ലേ? ഞാൻ ചോദിച്ചു, മോനെ നീ ഏതാ? ഞാൻ ക്രിസ്ത്യാനിയാണ്. റോമൻ കത്തോലിക്സ്. ശരി, നീ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുണ്ടോ? ആ, യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ക്ലീൻ ഷേവ് ആയിരുന്നോ? അവന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ലോകത്ത് യേശു ക്രിസ്തുവിന്റെ ഏതെങ്കിലും ഒരു പിക്ചർ ക്ലീൻ ഷേവ് ആയിട്ടുണ്ടോ? ഉണ്ടോ? സമൃദ്ധമായ താടി, പെരടി വരെ ഉള്ള മുടി,
ഇതായിരുന്നല്ലോ ക്രിസ്ത്യാനികൾ അവതരിപ്പിച്ചത്. യേശുക്രിസ്തു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ലട്ടോ. യേശുക്രിസ്തുവിനെ ക്രൈസ്തവ ലോകം വെക്കുന്ന ഫോട്ടോ, ആ ഫോട്ടോയിലുള്ള യേശുക്രിസ്തുവിന് താടിയുണ്ട്. താടി നീണ്ട തീവ്രവാദിയോ എന്ന് പറഞ്ഞാൽ മുസൽമാനെ യേശുക്രിസ്തു ഈസാ നബി തീവ്രവാദിയാണെന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? മനസ്സിലായോ? രവീന്ദ്രനാഥ ടാഗോർ തീവ്രവാദിയാണെന്ന് അതിന്റെ അർത്ഥം. മനസ്സിലായോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദം ഇതുകൊണ്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാവരും കേൾക്കണം. ഞാനൊരു സത്യം തുറന്നു പറഞ്ഞുകൊള്ളട്ടെ. നോക്കൂ, ഇവിടെ CP സലീം കേൾക്കണു, ഈ ഉള്ളവനുണ്ട്, പലരും ഉണ്ട്. ഞങ്ങളുടെ പ്രസംഗം കേട്ട് നരിയാണിയുടെ മേലെ തുണിയെടുത്ത ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ഞങ്ങളുടെ പ്രസംഗം കേട്ട് താടി നീട്ടിയ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ഞങ്ങളുടെ പ്രസംഗം കേട്ട് പനോലപ്പടക്കം പൊട്ടിച്ച ഒരൊറ്റ ചെറുപ്പക്കാരനുമില്ല. മനസ്സിലാക്കിക്കോ. അയൽവാസിയുടെ തൊട്ടിൽ നിന്ന് കുട്ടി ഞെട്ടി ഉണരുമാറ് സ്വന്തം വീടിന്റെ മുറ്റത്ത് ഒരു പടക്കം പൊട്ടിച്ചവനില്ല. അത് ഞങ്ങളുടെ പ്രത്യേകത. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ശരിക്കും വിലയിരുത്തുക. സിഖുകാര് ആണുങ്ങൾ, സിഖ് മതത്തിന്റെ ആളുകൾ, ഗുരു നാനാക്കിന്റെ അനുയായി, ജനിക്കണ എല്ലാ ആൺകുട്ടിയും താടി, ജനിക്കണ എല്ലാ ആൺകുട്ടിയാണോ അവന് താടി ഉണ്ടാവും, തലപ്പാവുണ്ടാവും. അതുകൊണ്ട് ആ ജനതയിൽ ഒരാളും താടിയുടെ പേരിൽ വിമർശിക്കപ്പെട്ടില്ല, തലപ്പാവിന്റെ പേരിൽ വിമർശിക്കപ്പെട്ടില്ല. ഇനി ഞങ്ങളോട് ചോദിക്കട്ടെ, ഇന്ദിരാഗാന്ധിയെ കൊന്നു സിഖ് ഭീകരവാദികൾ, സത്യല്ലേ? സത്യല്ലേ? ആണ്. സിഖ് ഭീകരവാദികൾ, അവർക്ക് താടിയില്ലേ? ഉണ്ട്. തലപ്പാവില്ലേ? ഉണ്ട്. സിഖുകാരുടെ എല്ലാ വിഷയത്തിലേ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഒരു 5 or 10 സിഖുകാരന് മാത്രമാണ് താടി എന്ന് വിചാരിക്കുക. ആ താടിയും തലപ്പാവുള്ളവനാണ് ഇന്ദിരാഗാന്ധിയെ കൊന്നത് വിചാരിക്കുക. എങ്കിൽ പിന്നെ ഞാൻ ഉറച്ചു പറയുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവൂല. നേരെ മറിച്ച് സിഖുകാർ മുഴുവനും താടിയുള്ളവരാണ്. അവർക്കറിയാം അത് ഗുരു നാനാക്കിൽ നിന്നവർ പകർന്നതാണ്. ഞാനിവിടെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. മുസ്ലിം സംഘടനകളിൽ പെട്ടവരിവിടെ ഉണ്ടല്ലോ, താടി വെച്ചവരല്ല മുസ്ലിം സംഘടനയിൽ കുഴപ്പക്കാർ, താടി വെക്കാത്തവരാണ് ലോകത്തിന് ഭീഷണി. അതെങ്ങനാ മൗലവി? അതെങ്ങനാ മൗലവി? വിവരമുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം. വിവരമുള്ളവർക്ക് ഒരു ജനത, ആ ജനതയിൽ സിഖുകാർ അവരെല്ലാരും താടി വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ താടിയില്ലാത്തവൻ താടി വെച്ചു എന്നുള്ള പ്രശ്നം എനിക്കില്ല. ഇല്ല. നേരെ മറിച്ച് ക്ലീൻ ഷേവ് നടത്തി ചരണ്ടി വരണ്ടി ഓരോ മണിക്കൂറിലും പിന്നെ ഷേവ് ചെയ്ത് കയ്യിങ്ങനിട്ട് ചാലിച്ചോണ്ടല്ലോ. ഓൻ നാളെ ഇസ്ലാം സ്വീകരിച്ചപ്പോ താടി വെച്ച്, ഓൻ അതുവരെ ഇസ്ലാമിന്റെ പലതും അറിഞ്ഞൂടായിരുന്നു. ഓൻ പഠിച്ചപ്പോ താടി വെച്ച്. എന്തേ താടി വെച്ച്? നേരത്തെ CP സലീം ശരിക്കും പറഞ്ഞു, ഈ താടി ഇത് വളർത്തുന്നതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, വേറൊന്നുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താടി ഉണ്ടായി, ആ സുന്നത്തെടുക്കാൻ, ആ കൂലി കിട്ടാൻ. ഇത് മാത്രമല്ല, ബൈബിളിൽ 2 അധ്യായമുണ്ട്. ബൈബിളിൽ 2 അധ്യായം ലേവ്യ പുസ്തകം. അതിൽ പറയണെന്നറിയോ? താടിയുടെ അറ്റം കട്ട് ചെയ്യാൻ പാടില്ല. താടിയുടെ അറ്റം കട്ട് ചെയ്യാൻ പാടില്ല എന്ന് ബൈബിളില്, പച്ച മലയാള ബൈബിളിൽ. ഇവിടുന്ന് അങ്ങോട്ട് കയറിയാൽ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത ഒരു ചർച്ച് കാണാം. ഞങ്ങളെ കൊണ്ടുപോയി തരാം. ആ ബൈബിളിലെ രാജാക്കന്മാർ 2-ാം അധ്യായം. അതിൽ പറയണെന്നറിയോ? താടിയുടെ ഒരു ഭാഗം പഠിച്ചു കളഞ്ഞു ദാവൂദ് നബിയുടെ അനുയായികളെ. അപ്പൊ ദാവൂദ് നബി അവരോട് പറയണെന്നറിയോ? ഈ ഭാഗത്ത് വടിക്കപ്പെട്ട താടി ഈ ഭാഗത്തെ താടിയോട് തുല്യമാകുന്നത് വരെ ഈ ഗ്രാമത്തിൽ പോലും നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. ദാവൂദ് നബി ബൈബിള് പറയാൻ, ബൈബിള് പ്രകാരം താടി തൊടാൻ പാടില്ല. ക്രിസ്ത്യാനികൾ അത് ചെയ്യുന്നത് ജൂത പാരമ്പര്യം സ്വീകരിച്ചോണ്ടാ. യേശുക്രിസ്തുവിന്റെ പാരമ്പര്യം അതല്ല, ജൂതന്റെ പാരമ്പര്യം അത്, ശൗലിന്റെ പാരമ്പര്യം അത്, സെന്റ് പോളിന്റെ പാരമ്പര്യം അത്. എനിക്ക് ഏറ്റവും അത്ഭുതം, ഞാൻ എടുത്ത ഹൈന്ദവരോട്, നിങ്ങൾ എന്തിനാ ബേജാറാവണ? ഞങ്ങളുടെ താടി കൊണ്ട് നിങ്ങൾ ബേജാറാണ്. എന്താ പറയാൻ കാരണം അറിയോ? കൃഷ്ണദ്വൈപായന വേദവ്യാസൻ, കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തിൽ മുസ്ലിങ്ങളുടെ ക്വാളിറ്റി വിശദീകരിച്ചു. വരാനിരിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ ക്വാളിറ്റി കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തിൽ വിവരിച്ചു. എന്താ അവരുടെ ക്വാളിറ്റി? ലിംഗഛേദശിഖാഹീന. കൃഷ്ണദ്വൈപായന വേദവ്യാസം പറയാണ്, ഒരു ചേലാകർമ്മം ചെയ്യും. 1, 2 അവര് മുടി നീട്ടി വളർത്തും, കുടുംബ വെക്കുകയില്ല. 3 അവർ താടി നീട്ടും. എന്ത്? കൃഷ്ണദ്വൈപായന വേദവ്യാസൻ പ്രവാചകന്റെ അനുയായികളുടെ ക്വാളിറ്റിയായി പറഞ്ഞത് അവർ താടി നീട്ടും. പന്നി മാംസം ഒഴികെ മിക്ക മാംസങ്ങളും അവർ കഴിക്കും. പള്ളിയിൽ നിന്ന് അവർ ബാങ്ക് കൊടുക്കും. നമുക്ക് ബാങ്കിനെ വിമർശിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു.
ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, കൃഷ്ണദ്വൈപായന വേദവ്യാസൻ മുസ്ലിങ്ങളുടെ ക്വാളിറ്റിയായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാര്യം എന്താ? മുസ്ലിങ്ങൾ എന്നൊരു വിഭാഗം ലോകത്ത് വരും. അവർ താടി നീട്ടിയവരായിരിക്കും, മുടി മനോഹരമായി വെച്ചവരായിരിക്കും, ബാങ്ക് വിളിക്കുന്നവരായിരിക്കും, പന്നി മാംസം ഒഴികെ മറ്റ് മിക്ക മാംസങ്ങളും കഴിക്കുന്നവരായിരിക്കും. അവർ സമൂഹത്തിൽ ധർമ്മമുണ്ടാക്കുന്നവരെന്ന നിലയിൽ മുസൈലിമന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പൊ കൃഷ്ണദ്വൈപായന വേദവ്യാസൻ പറഞ്ഞ അടയാളം താടി നീട്ടുക എന്നുള്ളത്, അല്ലാണ്ട് ബോംബുണ്ടാക്കുന്നവരുടെ അടയാളമല്ല, അല്ല തീവ്രവാദികളുടെ അടയാളമല്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ആയിരം വട്ടം ചാനലുകളിലും പത്രങ്ങളിലും നിങ്ങൾ താടിക്കെതിരെ ശബ്ദിച്ചാലും ഈ താടിയുടെ എണ്ണം കുറയില്ല, വണ്ണം കുറയില്ല, നീട്ടം കുറയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ ഈ സദസ്സ് ഒരുമിച്ച് കൂട്ടിയത്. നിങ്ങളുടെ വിമർശനം കൊണ്ട് ഞങ്ങളുടെ താടി പഠിക്കാൻ വയ്യ. ഇനി നാളെ നിങ്ങൾ കള്ളുടിക്കുന്നില്ല എന്ന് വിമർശിച്ചാൽ കുടിക്കാൻ കഴിയോ? വ്യഭിചരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കാൻ കഴിയോ? ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന തെമ്മാടിത്തട്ടിനനുസരിച്ച് മാറി നിൽക്കാൻ ആത്മാർത്ഥതയും സത്യസന്ധതയും വിവേകവും ലോകപരിചയവുമുള്ള ആണുങ്ങൾക്ക് പറ്റില്ലടോ എന്ന് മുസ്ലിം പണ്ഡിതന്മാരോട് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. നിങ്ങൾ അഡ്രസ് നഷ്ടപ്പെട്ടവരാണ്, അന്തസ്സില്ലാത്തവരാണ്, വീണ്ടും വിചാരമില്ലാത്തവരാണ്, സ്വന്തം വാക്കുകൾക്ക് പോലും സ്ഥിരതയില്ലാത്തവരാണ്. നിങ്ങളോടല്ല ഞങ്ങൾ പറയണേ, ഇവിടെ അമുസ്ലിങ്ങൾ ഞങ്ങളോട് പറയണം, നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കൂ. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇസ്ലാം എന്താ, തീവ്രവാദം എന്താ, ഭീകരവാദം. ജനങ്ങളെ നമ്മളെ തമ്മിൽ തല്ലിക്കാൻ കുറെ കാലമായിട്ട് വല്ലതും നോക്കുന്നു. ഒന്നാമത്തെ ആള് ബ്രിട്ടീഷുകാരായിരുന്നു. ഓരോ പോയിന്റുകൾ മനസ്സിലാക്കിക്കൊള്ളി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു. 1857 വിപ്ലവം, 1857 സ്വാതന്ത്ര്യ സമരങ്ങളുടെ പ്രഥമ സമരം. അതിൽ മുസ്ലിങ്ങളുടെയും ഹൈന്ദവരുടെയും ക്രിസ്ത്യാനികളുടെയും മഹാഐക്യം. വ്യത്യസ്ത ശരീരമാണെങ്കിലും വ്യത്യസ്ത ആളുകളാണെങ്കിലും ഒറ്റ മനസ്സോടെ അവർ ഒന്നിച്ച് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാൻ പ്രവർത്തിച്ചു. അന്ന് ബ്രിട്ടീഷുകാർ മീറ്റിംഗ് കൂടി. ശ്രദ്ധിക്കണം, ബ്രിട്ടീഷുകാർ മീറ്റിംഗ് കൂടി. എന്താ മീറ്റിംഗ്? ഇന്ത്യയിൽ നിന്ന് നമ്മൾ അടുത്ത് പോണ്ടി വരും. ഇവിടെയുള്ള ഹൈന്ദവരും ഇവിടെയുള്ള ക്രൈസ്തവരും ഇവിടെയുള്ള മുസ്ലിങ്ങളും നമുക്കെതിരെ ഒറ്റക്കെട്ടൻ. അവരിൽ നിന്ന് ചില, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആണും പെണ്ണും കെട്ടോലെ കിട്ടണം. ആരെ? ഈ മുസ്ലിം സമൂഹത്തിലും ഹൈന്ദവ സമൂഹത്തിലും ഭിന്നത ഉണ്ടാക്കാൻ ചില ആണും പെണ്ണും കെട്ടവരെ കിട്ടണം. ബ്രിട്ടീഷുകാർ ചാക്കിട്ടു, പൈസ വീശി പിടിച്ചു. അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാക്കാൻ ഓരോ പേരുകൾ ഞാൻ എടുത്ത് പറയണില്ല. ഞങ്ങളെ പഠിപ്പിക്കുന്ന പോയിന്റ് എന്നറിയോ? മുസ്ലിങ്ങളുടെ പള്ളിയുടെ, അതായത് രാത്രി മുസ്ലിങ്ങളുടെ പള്ളിയുടെ ഫ്രണ്ടിൽ പന്നിനെ അറുത്തു കൊണ്ടുവന്ന് ഇറച്ചിയൊക്കെ ആക്കിട്ടു. പന്നിനെ കൊന്നിട്ട് പള്ളിന്റെ മുമ്പിൽ സ്വാഭാവികമായും മുസ്ലിങ്ങൾ ഇറങ്ങി വരുമ്പോ എന്താ കാണുക? മുസ്ലിങ്ങൾക്ക് ഹറാമായ പന്നിയെ കൊന്നു തള്ളിയിരിക്കുന്നു പള്ളിന്റെ മുമ്പിൽ. അത് ഹിന്ദുക്കളാണ് ചെയ്തത്. ഇതാരാ ചെയ്യുന്നത്? ബ്രിട്ടീഷുകാരാണ് ചെയ്യുന്നത്. ബ്രിട്ടീഷുകാരുടെ മതേതാ? ബ്രിട്ടീഷുകാരുടെ മതേതാ? ബ്രിട്ടീഷുകാർ വരച്ച കുരിശേതാ? ശരിക്കാലോചിക്കണം. അമ്പലത്തിന്റെ മുമ്പിൽ പശുവിനെ കൊന്നിട്ടു. മനസ്സിലായിക്കോളി, അമ്പലത്തിന് മുമ്പിൽ പശുവിനെയും പള്ളിയുടെ മുമ്പിൽ പന്നിയെയും. അപ്പൊ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തല്ലിക്കുക. അല്ലാമ ഇഖ്ബാൽ, ലോകങ്ങളുടെ കവികളിൽ വിഖ്യാതനായ അല്ലാമ ഇഖ്ബാൽ അത്ഭുതകരമായ കവിതാ വൈഭവം കൊണ്ട് ഭാരതീയന്റെ രോമാഞ്ചമുണ്ടാക്കിയ അല്ലാമ ഇഖ്ബാൽ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട്, എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവരോട് ഒന്നിച്ചു നിന്ന് പോരാടണ്ടെന്ന് ഭിന്നിച്ച് 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 ശത്രുക്കളായി പോയതിന്റെ വിത്ത് ബ്രിട്ടീഷുകാരാണ് ഇട്ടത്. വാസ്കോഡി ഗാമയാണ് ഇട്ടത്. അത് പറഞ്ഞുതരാൻ. വാസ്കോഡി ഗാമ ഇന്ത്യയിൽ വന്നെന്തിനാ? ക്രൈസ്തവ മതം പ്രചരിപ്പിക്കാനാണ്. മുസ്ലിങ്ങളെ കൊന്നൊടുക്കി, മുസ്ലിങ്ങളെ കപ്പലിൽ വെച്ച് കൊന്നൊടുക്കി. എത്രയോ മുസ്ലിങ്ങളെ വാസ്കോഡി ഗാമ കൊന്നൊടുക്കി. ഇസ്ലാമിനെതിരെ വാസ്കോഡി ഗാമ ഇവിടെ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ബ്രിട്ടീഷുകാരന്റെ കുതന്ത്രമായ ശ്രമങ്ങൾ ഭാരതത്തിന്റെ മണ്ണിൽ പച്ചപിടിപ്പിക്കാൻ ശ്രമിച്ചു. അല്ലാമ ഇഖ്ബാലിന്റെ വാക്കെന്നറിയുന്നത്, അല്ലാമ ഇഖ്ബാൽ പറഞ്ഞ വാചകം എന്നറിയുന്നത്, ഭാരതത്തിന്റെ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം, ഇന്ത്യയുടെ ജ്വലിക്കുന്ന, ഒന്നുകൂടെ കേട്ടോളി, ഈ ഇന്ത്യ രാജ്യത്തിന്റെ ജ്വലിക്കുന്ന രണ്ട് കണ്ണുകളാണ് ഹിന്ദുവും മുസ്ലിമും. ഒന്നുകൂടി പേർത്ത് വായിക്കും, നെഞ്ചകത്തേറ്റ്. അല്ലാമ ഇഖ്ബാൽ എന്താ പറഞ്ഞേ? ഹിന്ദുക്കളെ,
മുസ്ലിങ്ങളെ, ഈ ഭാരതത്തിന്റെ രണ്ട് കണ്ണുകളാണെന്ന, ഭാരതത്തിന്റെ രണ്ട് കണ്ണുകൾ. എങ്ങനെ കണ്ണുകൾ? ജ്വലിക്കുന്ന കണ്ണുകൾ. ഭാരതത്തിന് രണ്ട് കണ്ണുണ്ട്. അതൊന്ന് മുസൽമാനാണ്, ഒന്ന് ഹിന്ദുവാണ് എന്ന് പഠിപ്പിച്ച അല്ലാമ ഇക്ബാൽ ഖുർആൻ വായിച്ചാളാ, പ്രവാചക വചനം വായിച്ചാളാ. അല്ലാമ ഇക്ബാലിന്റെ കവിതകളുടെ എല്ലാ വശവും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ല ഈ പറയുന്നത്. അല്ലാമ ഇക്ബാൽ ഇന്ത്യ രാജ്യത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ടു. ആ ആത്മാവ് ഉൾക്കൊണ്ട അല്ലാമ ഇക്ബാലിന്റെ ഈ വാചകത്തിന് വിരുദ്ധമായി ഒരു വാചകമുണ്ട് വിചാരധാരയിൽ. വിചാരധാരയിൽ, സാമ്യയിൽ ഇതിന് വിരുദ്ധമായ ഒരു വാചകമുണ്ട്. അതെന്താ? ഭാരതാംബയുടെ കണ്ണിലെ കരടാണ്, ഭാരതാംബയുടെ കണ്ണിലെ കരടാണ് മുസൽമാൻ, ക്രിസ്ത്യാനി. കണ്ടോ? അല്ലാമ ഇക്ബാലിന്റെ വാചകം എന്താ? ഭാരതാംബയുടെ ജ്വലിക്കുന്ന രണ്ട് കണ്ണ്. ഒരു മനുഷ്യന് രണ്ട് കണ്ണും പ്രധാനല്ലേ? വലത്തെ കണ്ണ് ഇടത്തെ കണ്ണും പ്രധാനല്ലേ? അങ്ങനെയാണ് ഹിന്ദു മുസ്ലിം എന്നാണ് ഇക്ബാൽ പറയുന്നത്. നേരെ മറിച്ച് വിചാരധാര പറയുന്നതോ വിചാരധാരയല്ല കേട്ടോ, വികാരധാര. വികാരധാര വിചാരയിലുണ്ടായിട്ടില്ല. അതിൽ പറയുന്നത് എന്താണ്? മുസ്ലിമും ക്രിസ്ത്യാനിയും ഈ രാജ്യത്തിന്റെ കണ്ണിലെ കരടാണ്. ആ രണ്ട് കരടും എടുത്തു മാറ്റിയാലല്ലാതെ പ്രത്യുത, ആ വാചകം പറയണം, മനപ്പാടാക്കി പറയണം, പ്രത്യുത ആ രോഗത്തെ വേരോടെ പിഴുതെറിയണം. അതാ തീവ്രവാദം, അതാ ഭീകരവാദം. ആ ഭീകരവാദം മുസ്ലിങ്ങളിൽ ഉണ്ടായില്ലേ? മുസ്ലിം നാമധാരികൾ ഉണ്ടായില്ലേ? എന്താ ഉണ്ടായത്? ഒരു ഭാഗത്ത് രാജ്യത്തോടുള്ള സ്നേഹം ജ്വലിപ്പിച്ച് നിർത്തുക. നമ്മുടെ രാജ്യം ഭയങ്കര സംഭവമാണെന്ന് പറയാം. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ കുറെ പ്രസംഗങ്ങൾ. എന്താ ഇല്ലാത്തത് പറയാം. ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു, ഈ രാജ്യത്തിന് ഇല്ലാത്ത മേന്മ പറഞ്ഞിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഗുണമുണ്ടായി. ആർക്ക്? വോട്ട് ബാങ്കാക്കി മാറ്റി അധികാരത്തിൽ അള്ളിപ്പിടിച്ച കൊതിയന്മാർക്ക്. ഞാൻ ചോദിക്കണേ, ഈ രാജ്യത്തിന് കുറെ ഗുണമുണ്ട്, ഈ രാജ്യത്തിന് കുറെ ദോഷവും. അതാ സത്യം, അതാ സത്യം. ഇന്നെന്ന ഗുണമുണ്ട്, ഇന്നെന്ന ദോഷമുണ്ട്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറെ സത്യമാണത്. എന്താ സംശയം? ഈ എന്താ സംഭവിക്കുന്നത്? അതോട് പറഞ്ഞു. ഈ രാജ്യസ്നേഹം കുറച്ച് കൂടുതലുള്ള മനുഷ്യന്മാരുണ്ട്. ഒന്നും ഓവറാവാൻ പാടില്ല കേട്ടോ. അമ്മനോട് ഞാൻ ഉള്ളത് പറഞ്ഞിരുന്നു. ഒരമ്മനോട് കിടപ്പറയില് ഭാര്യനോട് തോന്നുന്ന ഇഷ്ടം മകന് തോന്നിയ ഓനെ വെച്ചേക്കാൻ പാടില്ല. SLC ഒന്നും പഠിക്കണ്ട. അവിടെ മനുഷ്യരായിട്ട് ഈ കേൾവി കേൾക്കുന്ന ഏതൊരു മനുഷ്യനോട് ഞാൻ ചോദിക്കാം, സ്വന്തം മകള് വളർന്നു വലുതായി, SLC എത്തിയപ്പോ നല്ല സുന്ദരി കുട്ടി, മോളെയും കൂട്ടി അച്ഛൻ ലോഡ്ജിൽ പോകുന്നു, ബാപ്പ ലോഡ്ജിൽ പോകുന്നു, അനുവദിക്കാൻ മാത്രം അനുവദിക്കോ? രാജ്യത്തോട് സ്നേഹ ഭ്രാന്തായിരുന്നു. ഇനി രാജ്യത്തോട് വെറുപ്പ്, അതായിരുന്നു മൗദൂദിയുടെ വിജയം. RSSന്റെ വിജയം രാജ്യത്തോടുള്ള ഇഷ്ടം ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ തീവ്രവാദികളാക്കി. സയ്യിദ് ഖുതുബും അബുല്ലാല മൗദൂദിയും ചെയ്തതോ ഇന്ത്യ രാജ്യത്തോട് വെറുപ്പുണ്ടാക്കിയിട്ട് തീവ്രവാദികളാക്കി. ഇത് രണ്ടും, ഈ പ്രസംഗം നിങ്ങൾ മറക്കരുത് സുഹൃത്തുക്കളെ. ഈ രണ്ടും ഇവിടെ നടന്നു, ലോകം മുഴുവനും നടന്നു. ലോകത്തെ ഇസ്ലാമിക തീവ്രവാദികൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സങ്കല്പം കൊണ്ടുവന്നത് മൗദൂദിയുടെ കൃതിയിൽ നിന്നാണ്, സയ്യിദ് ഖുതുബിന്റെ കൃതിയിൽ നിന്നാണ്, ഹസനുൽ ബന്നയുടെ കൃതിയിൽ നിന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അത്? ഇസ്ലാമിക് സ്റ്റേറ്റ് ആ പദം തന്നെ മൗദൂദി പത്താൻകോട്ട് ഖുതുബ നടത്തി. മൗദൂദി എന്ന് പറയുന്ന മുസ്ലിം ആ മനുഷ്യൻ എന്ത് ചെയ്തു? പത്താൻകോട്ട് ഖുതുബ നടത്തി. ആ ഖുതുബയിൽ അദ്ദേഹം എന്താ പറഞ്ഞറിയോ? ലോകത്ത് നിങ്ങൾ കാണുന്ന സകല തിന്മകളും ഭരണദൂഷ്യം കൊണ്ടുണ്ടായതാണ്. വ്യഭിചാരം പ്രസംഗിച്ചിട്ട് മാറ്റാൻ കഴിയില്ല, മദ്യപാനം പ്രസംഗിച്ചിട്ട് മാറ്റാൻ കഴിയില്ല, ഉപദേശിച്ചിട്ട് മാറ്റാൻ കഴിയില്ല, അധികാരമുണ്ടെങ്കിലേ മാറ്റാൻ കഴിയൂ. ഖുതുബാത്ത് എന്ന് പറയുന്ന മൗദൂദിയുടെ ഗ്രന്ഥം, ആ ഗ്രന്ഥം എന്താ പറഞ്ഞത്? ഈ രാജ്യം താഗൂത്തി ഭരണകൂടമാണ്, ഈ രാജ്യം അനിസ്ലാമിക ഭരണകൂടമാണ്. ഞാൻ വെറുതെ പറയല്ല. മൗദൂദി പാകിസ്ഥാനിൽ പോയി, പാകിസ്ഥാനിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ വാചകം അറിയോ? പാകിസ്ഥാനിലെ മുസ്ലിമിന് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീയെ അടിവരട്ടോടി എല്ലാരും. എന്താ പറഞ്ഞേ? പാകിസ്ഥാനിലെ ഒരു ചെറുപ്പക്കാരൻ, മുസ്ലിം ചെറുപ്പക്കാരൻ, ഓൻ ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ കല്യാണം കഴിക്കാൻ പാടില്ല. മൗദൂദിന്റെ വാദം, മൗദൂദിയുടെ വാദം. എന്തേ മൗദൂദി എങ്ങനെ വാദിച്ചത്? എന്തേ മൗദൂദി എങ്ങനെ വാദിച്ചത്? ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം പെണ്ണ് കാഫിർച്ചിയാണ്. മൗദൂദിന്റെ വാദം ഹൈന്ദവ രാജ്യത്ത് ജീവിക്കുക വഴി
ജനാധിപത്യ രാജ്യത്ത് ജീവിക്ക വഴി ഇവിടെയുള്ള ആയിഷക്കുട്ടിയും മാമിനക്കുട്ടിയും കാഫിർച്ചയായി പോയി. മൗദൂദിയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് പാകിസ്ഥാനിലെ മുസ്ലിമിന് ഇന്ത്യയിലെ മുസ്ലിം പെണ്ണിനെ കല്യാണം കഴിക്കാൻ പാടില്ല. തീവ്രവാദത്തിന്റെ വിത്ത് എവിടെയെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഭീകരവാദത്തിന്റെ വിത്ത് എവിടെയെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. വിശുദ്ധ ഖുർആനിൽ കണ്ടെത്താൻ കഴിയില്ല, പ്രവാചക വചനങ്ങളിൽ കണ്ടെത്താൻ കഴിയില്ല, സ്വഹാബത്തിന്റെ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾക്കറിയുമോ, 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഉമറിനെ ക്രിസ്ത്യാനികൾ 2 കൈയും നീട്ടി സ്വീകരിച്ചു. വ്യത്യസ്ത മതക്കാർ നീതിയുടെ കാവലാളായി സ്വീകരിച്ചു. ആ ഉമറിന്റെ മുഖത്ത് സമൃദ്ധമായ താടി ഉണ്ടായിരുന്നു. ആ ഉമറിന്റെ തുണി ഹരിയാനയുടെ മേലെയായിരുന്നു. പക്ഷെ ഉമർ ഭീകരവാദിയായിരുന്നില്ല, തീവ്രവാദിയായിരുന്നു. സഹോദരങ്ങളെ, ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നൊരു വാചകമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു മൗലിക തത്വമുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി സൃഷ്ടിക്കപ്പെടരുത്. സത്യല്ലേ? നിരപരാധികളായ ഒരു ജനത ക്രൂശിക്കപ്പെടുന്ന ഇന്ത്യയിൽ, ലോകത്ത്, കേരളത്തിൽ. അവിടെ നിങ്ങളോട് പറഞ്ഞു, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു. 1857 സമരമുണ്ടായി. അവിടുന്ന് ബ്രിട്ടീഷുകാർ ഒരു കാര്യം മനസ്സിലാക്കി, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും തമ്മിൽ തെറ്റിക്കണം. പ്രബലമായ 2 വിഭാഗം മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിരുന്നു. അവർ 2 പേരെ ഭിന്നിപ്പിക്കാൻ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തത്വം കൊണ്ടുവന്നു. പന്നിയുടെ കൊഴുപ്പ് ഉപയോഗിച്ച് തോക്ക് ഉണ്ട നിർമ്മിച്ചു. പശുവിന്റെ കൊഴുപ്പ് ഉപയോഗിച്ച് ഉണ്ട നിർമ്മിച്ചു. ഹൈന്ദവരെയും മുസ്ലിങ്ങളെയും നിർബന്ധിച്ചു. അങ്ങനെ അവരെ പരസ്പരം ശത്രുക്കളാക്കുന്ന പലതും ബ്രിട്ടീഷുകാർ ചെയ്തു. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിയിട്ടുള്ളൂ. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തത്വം ഇവിടെ നിലനിൽക്കുകയാണ്. അന്ന് മുതൽ നമ്മെ തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതിലെന്താണ് സുഹൃത്തുക്കളെ ഇവിടെ അപകടം? ഒന്ന്, ലോകത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ഭരണം അത് വരിക എന്നത് അവന്റെ മനസ്സിന്റെ ആഗ്രഹം, സംശയമൊന്നുമില്ല കാര്യം. എന്നാൽ ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാൻ വേണ്ടി അട്ടിമറി സമരമുറകൾ ലോകത്ത് സംഘടിപ്പിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനൊരു കാര്യം പറയാം. കെജ്രിവാൾ, അതുപോലെ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു. കെജ്രിവാൾ ലോകത്തിലെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരാളാണ്. കെജ്രിവാൾ ശ്രദ്ധിക്കപ്പെടാൻ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളിലും സമീപനങ്ങളിലും ചില കാരണങ്ങളുണ്ട്. ഞാൻ ഇന്ത്യ രാജ്യത്തിലെ എവിടെയെങ്കിലും നേതാവായാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പോലെ ഭരിക്കാനാണ് എനിക്കിഷ്ടമെന്ന് കെജ്രിവാൾ പറയുന്നത് വെറുതെയല്ല. ഇസ്ലാമിന്റെ ഖിലാഫത്ത് നിലനിന്ന കാലം ലോകത്തിലെ ഏറ്റവും വലിയ നീതിയുടെ കാലഘട്ടം, ഭീകരതയുടേതല്ല. അല്ല, അമുസ്ലിങ്ങളെ, അതായത് അഹ്ലു ദിമ്മത്തിന ഖബല അഹ്ലു മില്ലത്തിന, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വാക്ക്. ചെങ്കിസ് ഖാന്റെ പട്ടാളം മംഗോളിയ കടന്നു താർത്താരികൾ അവരുടെ അഴിഞ്ഞാട്ടം നടത്തിയ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് കീഴിൽ അമുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്, അഹ്ലു മില്ലത്തിന ഖബല അഹ്ലു മില്ലത്തിന, നമ്മൾ യഥാർത്ഥത്തിൽ അഹ്ലു ദിമ്മത്തിന ഖബല അഹ്ലു മില്ലത്തിന, നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കുക നമ്മുടെ സംരക്ഷണത്തിൽ കഴിയുന്ന അമുസ്ലിങ്ങളെ. നമ്മൾ ആരെയാണ് ആദ്യം പ്രൊട്ടക്ട് ചെയ്യുക? നമ്മൾ ആരെയാണ് സംരക്ഷിക്കുക? നമ്മളെ വിശ്വസിച്ച് കരാറിൽ ഏർപ്പെട്ട ഇതര മതക്കാരെ സംരക്ഷിക്കലാണ് നമ്മുടെ ഒന്നാമത്തെ കടമ. എന്നിട്ട് മതി മുസ്ലിങ്ങളുടെ സംരക്ഷണം. അതായിരുന്നു ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ നിന്ന് വിഭിന്നമായി പലതും ഉണ്ടായി. ലോകത്ത് പല സംഗതികളും നടന്നു. അത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. 2 വാദങ്ങൾ ലോകത്ത് തീവ്രവാദം പരത്തി. ഒന്ന് കില്ലർ ക്രിസ്ത്യാനിയായിരുന്നു. പച്ചക്കറി മാത്രം തിന്ന ക്രിസ്ത്യാനി, പോത്ത് ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ലാത്ത ക്രിസ്ത്യാനി, ജീവിതത്തിന്റെ ഭക്ഷണ തലികയിൽ മാംസം ഒരിക്കൽ പോലും കഴിക്കാത്ത, പച്ചക്കറി മാത്രം കഴിച്ചുകൊണ്ടാണോ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദിയായത്? എനിക്ക് അറിഞ്ഞുകൂടാ.
അറിഞ്ഞുകൂടാ. ഇറച്ചി തിന്നാത്തതിന്റെ തകരാറായിരുന്നോ ഹിറ്റ്ലറിന്? അറിഞ്ഞുകൂടാ. എന്താ ഇങ്ങനെ പറഞ്ഞു? അന്ത മൂലം നിങ്ങളിപ്പോ അങ്ങനെ പറഞ്ഞു ഇറച്ചി തിന്നാ തീവ്രവാദം ഉണ്ടാവും അറിയുന്നവരുണ്ട്. പച്ചക്കറി തിന്നിട്ട് ലോകത്ത് ഏറ്റവും വലിയൊരു ഭീകരവാദി ഉണ്ടായി. അത് പച്ചക്കറി തിന്നോണ്ടാണോ? വിവരക്കേടുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പോത്തർച്ചിന്നോണ്ടാണ്, കാളർച്ചിന്നോണ്ടാണ് എന്നൊക്കെ പറയണ്ടല്ലോ. ഞാൻ അവരോടൊക്കെ പറയാം, മോനെ പച്ചക്കറി തിന്നോനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദി ആയത്. അപ്പോ അതുകൊണ്ട് ആരെങ്കിലും പറയോ പച്ചക്കറി ഭീകരവാദം വളർത്തും, വെണ്ടയും തക്കാളിയും ഭീകരവാദം വളർത്തും? വിവരക്കേടിന്റെ ലോക അന്നത്തെ ഒരു സംഗതി വിവരാണെന്ന് അറിയാൻ പോലുള്ളാത്ത വിവരം കേട് ഇന്ന് ലോകത്തിനുണ്ട്. അമർഷം പറയാ ഞാൻ, നമ്മളൊന്ന് ഉണരണം, ഒന്ന് ഉയരണം. ഇതൊരു പുതിയ നൂറ്റാണ്ടാ. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് കളൊരുക്കിക്കൂടി. അത് ഏത് സമരം അറിയോ? ധാർമ്മികമായ അടിയന്തരാവസ്ഥ. ഇന്ന് ലോകത്തിന്റെ ധാർമ്മികമായ അടിയന്തരാവസ്ഥ ലോകം മുഴുവൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം. അത് അവിടെ ഞങ്ങളോട് പറയുന്നത് ഹിറ്റ്ലർ, ആ ഹിറ്റ്ലറിനെ, അഡോൾഫ് ഹിറ്റ്ലർ, അദ്ദേഹത്തിന്റെ മെയിൻ അതെല്ലാം വിലയിരുത്തുമ്പോൾ നമ്മൾ ഒന്നുണ്ട് കാര്യങ്ങൾ പറയണം. ആ ഹിറ്റ്ലർ ക്രിസ്ത്യാനി. പാർലമെന്റിൽ പോയി, ജർമ്മൻ പാർലമെന്റിൽ ഹിറ്റ്ലർ പറയാൻ, ഞാൻ അവിടെ കുറെ ആളുകളൊക്കെ ഉണ്ട്, ഇവർ ഈ രാജ്യത്ത് നിലനിന്നാൽ, ഇവർ ഈ രാജ്യത്ത് വയപ്പി നടന്ന് ഭരിച്ചാൽ പിന്നെ ഈ രാജ്യം നന്നാവില്ല, അതുകൊണ്ട് കൊല്ലുക. അതായിരുന്നു ഹിറ്റ്ലറിന്റെ തത്വം. കൊന്ന് കൊലവിളി നടത്തുക. 60 ലക്ഷം ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്ന് സ്വയം ആത്മഹത്യ ചെയ്ത ഭീരുവായ ഹിറ്റ്ലർ ക്രിസ്ത്യാനി. ആ ഹിറ്റ്ലറും മുസോളിനിയും പഠിപ്പിച്ച ഫാസിസ്റ്റ് നാസിസ്റ്റ് കൂട്ടായ്മ മൂഞ്ചെ എന്ന് പറയുന്ന വീരസവർക്കറിന്റെയും ഹെഡ്ഗേവാറിന്റെയും ആത്മസുഹൃത്ത് ഇറ്റലിയിൽ വെറുതെ പോയതല്ല. അമേരിക്കയിൽ നിന്ന് ഇറ്റലിയിലേക്ക് അദ്ദേഹം ചെന്നത് അവിടുത്തെ ക്യാമ്പുകൾ പരിശോധിക്കാനാണ്. മുസോളിനിയുടെ, ഹിറ്റ്ലറിന്റെ ക്യാമ്പുകളിൽ അവര് താമസിച്ചു, പഠിച്ചു. അങ്ങനെ അവിടെ ഇന്ത്യയിലെ RSS കേന്ദ്രങ്ങൾ ഉണ്ടായത്. അവിടെയാണ് ഏകാഗ്ര ക്ലാസുകളിൽ അവർക്ക് ചില ക്ലാസുകൾ കിട്ടിയത്. ചിലരുടെ ക്ലാസുകൾ ആളുകൾക്ക് കിട്ടുമ്പോ ആളുകൾ നന്നാകും, കേടുവരും. കേടുവരുന്ന ക്ലാസുകൾ എന്തുകൊണ്ട് കേൾക്കുന്നു? അവരെ ആര് കേൾപ്പിക്കുന്നു? നമ്മുടെ മർമ്മമാണ്. ഞാൻ നിങ്ങളോട് ഒരു സ്കൂളിനെ കുറിച്ച് കേരളത്തിൽ ചർച്ച നടന്നു. ആ സ്കൂൾ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത്. അതൊരു മുസ്ലിം പ്രബോധകന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സ്ഥാപനം. അത് പറയാൻ ചില കാരണങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, സമയം കിട്ടി. പക്ഷേ സുഹൃത്തുക്കളെ, അവിടെ ചില ആളുകൾ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്നവർ IS-ലേക്ക് റിക്രൂട്ട് നടത്തുന്നു. അതിന്റെ കാരണം അദ്ദേഹമാണ് എന്ന് പറയുന്നത് ഒരു കളവാണ്. ആവർത്തിച്ചു പറയാണ്. ഇവിടെ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു. ഞാനൊരു കുട്ടിയെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചു എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ 10ാം ക്ലാസ് വരെ രാജ്യസ്നേഹം പഠിപ്പിച്ചു ഞാൻ അവനെ. രാജ്യത്തിലെ ഒരു പൗരനാകാൻ പഠിപ്പിച്ചു ഞാൻ അവനെ. 10ാം ക്ലാസ്സിലെ എന്റെ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ കുട്ടിയായ അവൻ. എല്ലാ മതക്കാരെയും ആദരിക്കാനും ബഹുമാനിക്കാനും ഞാൻ അവനെ പഠിപ്പിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞ് +1-നും +2-നും ഒരു തീവ്രവാദി അധ്യാപകൻ അവന് ക്ലാസ് എടുത്തു. അത് മുസ്ലിം ആയിക്കോട്ടെ, ഹൈന്ദവനായിക്കോട്ടെ, ക്രൈസ്തവനായിക്കോട്ടെ. രാജ്യവിരുദ്ധ പാഠങ്ങൾ അവനെ പഠിപ്പിച്ചു. രാജ്യത്തെ സ്നേഹത്തിന്റെ എതിരി പഠിപ്പിച്ചു. പരസ്പരം തല്ലാൻ പഠിപ്പിച്ചു. ആര്? +1-ലും +2-ലും എന്റെ ക്ലാസ് ടീച്ചർ. ഇനി ഞങ്ങളോട് ചോദിക്കാണ്, SLC വരെ ആ കുട്ടിയെ പഠിപ്പിച്ചാരാ? ഞാനാ പഠിപ്പിച്ചില്ലേ? SLCക്ക് ശേഷം +1-നും +2 പഠിപ്പിച്ചാരാ? ഒരു തീവ്രവാദി, ഒരു രാജ്യദ്രോഹി. അവന് പ്രായപൂർത്തിയെത്തിയ കാലത്ത് കുറെ വിഷം ചീറ്റുന്ന വാചകങ്ങൾ അവനെ പഠിപ്പിച്ചു. ആ 2 കൊല്ലം അവൻ രാജ്യദ്രോഹിയായി. ആ 2 കൊല്ലം അവൻ രാജ്യത്തിനെതിരായി പലതും പ്രവർത്തിച്ചു. SLC അധ്യാപകനായ എന്നെ സൃഷ്ടിക്കാം. തിരിഞ്ഞില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായിക്കോ? മനസ്സിലായില്ല എന്ന് പറയും. ഞങ്ങളോടൊക്കെ പറയുന്നത് നമ്മളൊന്ന് ഉണരണം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റേണ്ടി വരും. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളോ ആവശ്യമില്ലാണ്ട് തല്ലേണ്ടി വരും. നമ്മളെ തല്ലിച്ച് മുതലെടുക്കുന്ന ചിലരുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ വിഷയമൊക്കെ മനസ്സിലാകുക. ഈ ഹിറ്റ്ലറും മുസോളിനിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിലേക്ക് കുറെ ആൾ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് പോയി പഠിച്ചു വന്നിട്ടുണ്ട്. അത് ഇന്ത്യയിൽ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാം, ഇവിടെ ഉസാമ ബിൻ ലാദനെ ഉദ്ധരിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ മാത്രമല്ല, ഔട്ട്ലുക്കിൽ വരെ അരുന്ധതി റോയിയെ പോലെ കാഴ്ചപ്പാടുള്ളവർ വരെ സെലഫികളാണ് കുഴപ്പം കണ്ട് ലേഖനം എഴുതി. ഉസാമ ബിൻ ലാദൻ സെലഫിയാണെന്ന് പറഞ്ഞു. സെലഫി എന്ന് പറഞ്ഞാൽ
നിങ്ങൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചു. നബിയും സഹാബത്തും, അതായത് നബിയുടെ അനുചരന്മാർ, മക്കയിലും മദീനയിലും ജീവിച്ച നബിയുടെ അനുചരന്മാർ, അവരുടെ വിശ്വാസം, അവരുടെ ആചാരം, അവരുടെ കർമ്മം, അവരുടെ സ്വഭാവം അത് അതുപോലെ അനുകരിക്കുന്നവരെയാണ് സലഫികൾ എന്ന് പറയുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അത് അവര് പഠിപ്പിച്ച പോലെ, പഠിപ്പിക്കാത്ത പോലെയല്ല, അവരെന്താണോ പഠിപ്പിച്ച അതുപോലെ നമ്മൾ വിശദീകരിക്കും. ആ സലഫിയാണ് ഉസാമ ബിൻ ലാദൻ. അതുകൊണ്ട് തീവ്രവാദത്തിന് നേതൃത്വം നൽകുന്നത് സലഫികളാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ കേരളത്തിൽ യാത്ര ചെയ്ത എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ എല്ലാവരും സലഫി മസ്ജിദ് കേട്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? സലഫി മദ്രസ, സലഫി ലൈബ്രറി. ഇപ്പൊ അത് കാണുമ്പോ ചിലർക്ക് പേടിയോ? ഞാൻ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു, ഉസാമ ബിൻ ലാദൻ സലഫിയാണ് എന്ന് ഇവിടെ ചില ആളുകൾ പ്രചരിപ്പിച്ചു. മുസ്ലിം സംഘടനകൾ അത് ഏറ്റുപിടിച്ചു. ഞാൻ ആ സംഘടനകളുടെ പേരൊന്നും പറഞ്ഞ് തൽക്കാലം നിങ്ങൾ എന്താക്കണില്ല, വേദനിപ്പിക്കുന്നില്ല. പിന്നെ നിങ്ങൾ തന്നെ സ്വയം പറയാണ് ഞങ്ങൾ പൊളിച്ചെഴുതിക്കൊളിയും. അപ്പൊ നമ്മളത് നടക്കും. ഏത് ഇപ്പൊ നിങ്ങൾ പറയുന്ന പുല്ല് പറിച്ചാൽ മതി, JCB ഇപ്പൊ കൊണ്ടുവരണ്ട. JCB കൊണ്ടുവന്ന് മാന്തിയുണ്ടല്ലോ, എല്ലും കഷ്ണവും കിട്ടും. തീവ്രവാദത്തിന്റെ ഒരുപാട് കിട്ടും. ഒരുപാട് പുസ്തകം ഭൂമിന്റെ അടിയിൽ ചില കേരളത്തിലെ മുസ്ലിം സംഘടന കുഴിച്ചിട്ട പുസ്തകം, അതിന്റെ അവശിഷ്ടങ്ങൾ ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ JCB വെച്ച് മാന്തും. ഇത് ഞാൻ പറയുന്നത് ചിന്തിക്കും. ഉസാമ ബിൻ ലാദൻ സലഫിയാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആക്കി പറയാം. കേരളത്തിലെ മുജാഹിദുകൾ, ഇസ്ലാഹി പ്രസ്ഥാനക്കാർ, സലഫികൾ, ഇത് മൂന്നും ഒന്ന് തന്നെ. ഇത് മൂന്നും ഒന്ന് തന്നെ. ഈ മൂന്നും ഒന്ന് തന്നെ. ഈ സലഫികളുടെ കൂടെയാണ് ഉസാമ ബിൻ ലാദൻ. അതിനിവിടെ ഉസാമ ബിൻ ലാദൻ അറബ് രാജ്യത്തെ സൗദി അറേബ്യ പൊളിച്ച തെറി പറഞ്ഞ ഒരു സലഫി ഒരു കാരണവശാലും ഭരണകൂടത്തെ ചീത്ത പറയാൻ പാടില്ല. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കേരളത്തിലെ ഒരു പ്രസ്ഥാനത്തിന്റെ, സമഗ്ര ഇസ്ലാമിനെ അവതരിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ വീക്കിലിയിൽ അവരെഴുതി, രാജ്യത്തിലെ ഇസ്ലാമിക രാജ്യത്തിലെ ഭരണാധികാരികളെ ചീത്ത പറയരുത് എന്നാണ് മിക്ക സലഫികളും പഠിപ്പിക്കുന്നത്. പക്ഷെ ഉസാമ ബിൻ ലാദൻ സൗദി അറേബ്യ തെറി പറഞ്ഞു. അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ രാജ്യത്തുണ്ടായിരുന്ന പൗരാവകാശം, അദ്ദേഹത്തിന്റെ ആ രാജ്യത്തിനുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കൂറ്, അതൊക്കെ അദ്ദേഹം എടുത്തു മാറ്റി. ഞാൻ ഈ രാജ്യക്കാരനാണെന്ന് തെളിയിക്കുന്ന ഒന്നും എനിക്കുണ്ടാവും. എന്നിട്ട് നിങ്ങളറിയോ, ഇസ്ലാമിക വിജ്ഞാന കോശം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേരളത്തിലെ സമഗ്ര ഇസ്ലാമിന്റെ ആളുകൾ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. അതിൽ ഉസാമ ബിൻ ലാദൻ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന കുറെ പേര്, അതിലൊന്നും ഉസാമ ബിൻ ലാദൻ. ആ ഇസ്ലാമിക വിജ്ഞാനകോശം ഇറക്കിയിട്ടുള്ള ആളുകൾ, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഉൾപ്പെടെയുള്ള ആളുകൾ, ആ ആളുകൾ ഉസാമ ബിൻ ലാദനെ പറ്റി പറഞ്ഞു തരും. ഉസാമ ബിൻ ലാദൻ പിന്നെ ഇഖ്വാനുൽ മുസ്ലിമീനിൽ ആകൃഷ്ടനായ ആളാണ്, സലഫികളെ തെറി പറയുന്ന ആളാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞ സംഗതി എന്താ? സയ്യിദ് അസനുൽ ബന്ന രൂപം നൽകിയതും ലോകരാജ്യങ്ങളിൽ സയ്യിദ് ഖുത്ബ് വ്യാപിപ്പിച്ചതും ലോകത്ത് മുഴുവനും അതിന് വേരുകളുള്ളതുമായ ഇഖ്വാനുൽ മുസ്ലിമീൻ, അതെന്താ സംഗതി? അതെന്താ സാധനം? അതെന്താ സാധനം അറിയുന്നത്? സയ്യിദ് ഖുത്ബിൽ നിന്നും അബുൽ മൗദൂദിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ടുണ്ടായ ഒരു ടീം. ടീമിന്റെ പ്രവർത്തനം എന്താ? ആ ടീമിന്റെ പ്രവർത്തനം എന്താ? നമ്മൾ നല്ലോണം അറിയണം. നമ്മള് ശരിക്കും ജനങ്ങളെ ചില വസ്തുതകൾ നന്നായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാ നമ്മൾ നല്ലോണം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അപകടങ്ങൾ ഏറെ പിണയും. അപകടങ്ങൾ ഏറെ പിണയും. ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വായിച്ച് കളിപ്പിച്ചു തരാം, വായിച്ച് കളിപ്പിച്ച് മനസ്സിലാക്കി തരാം. നമ്മളെ ഓരോ കാര്യങ്ങളിലും അത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ഭാഗം വായിച്ച് കളിപ്പിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ആ ഭാഗം ശരിക്കും ശ്രദ്ധിച്ചോളൂ. എവിടെയാണ് മുസ്ലിം സമുദായത്തിൽ തീവ്രവാദം ഉണ്ടാകുന്നത്, ഭീകരവാദം ഉണ്ടാകുന്നത്? ഏത് വാദമാണ് അവരെ തീവ്രവാദത്തിലേക്ക് എത്തിക്കുന്നത്? പ്രവാചകൻ താടി നീട്ടി എന്ന വാദമാണോ? പ്രവാചകൻ നിര്യാണിയുടെ മേലെ തുണി എടുത്തു എന്നുള്ള വാദമാണോ? അല്ല, ആരുടെ വാദമാണ്? ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വായിച്ചു തരാം. താഴ്വരയിൽ ശ്രദ്ധിച്ചു കേട്ടോളി. താഴ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെടുന്നതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. ഒന്ന് ശരിക്കും ചിന്തിച്ചോളിട്ടോ. ഇതാരാ എഴുതുന്നത്, എവിടെയുള്ളത് കൂടി കേട്ടോളി. താഴ്വരയിൽ
തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. തായ്വരയിലെ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകളിൽ ഒന്നായ, നല്ലോണം ശ്രദ്ധിച്ചോടി, തായ്വരയിലെ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പ് അതാരാ? ഹിസ്ബുൽ മുജാഹിദീൻ. അവരാരാ? ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ്. എന്താ കുട്ടികളെ, ഈ പ്രസംഗം കേൾക്കുന്നവരെ, എന്താ ഈ പറഞ്ഞത്? ഹിസ്ബുൽ മുജാഹിദീൻ എന്ന കാശ്മീരി തായ്വരയിലെ ഏറ്റവും വലിയ തീവ്രവാദ ഗ്രൂപ്പ് ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ്. അനുകൂലം ആർക്കനുകൂലം? തീവ്രവാദികൾ ആർക്കനുകൂലം എന്ന് ചിന്തിക്ക്. തീർന്നില്ല. ഇതിനു പുറമെ വേറൊരു തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ പേര് നമ്മുടെ ആളുകൾ കൊടുത്ത പേര് അല്ലാഹ് ടൈഗേഴ്സ്. നമ്മുടെ നാട്ടിൽ എന്തുണ്ട്? നമ്മുടെ നാട്ടില് സുന്നി സമസ്തക്ക് എന്തുണ്ട്? ടൈഗർ ബോയ്സ്. എന്താണ് ടൈഗർ ബോയ്സ്? AP സുന്നിക്ക്, AP ഉസ്താദിന്റെ ഗ്രൂപ്പിന് ടൈഗർ സുന്നി. അതെന്തിനുണ്ടാക്കി? മുജാഹിദിന്റെ സ്റ്റേജ് കയ്യേറാൻ, മുജാഹിദിനെ കരിങ്കല്ലെറിയാൻ, മുജാഹിദിന്റെ തലക്ക് കമ്പി കൊണ്ടടിക്കാൻ, പറ്റെങ്കിലും മുജാഹിദിനെ കൊല്ലാൻ. നല്ലോണം മനസ്സിലായിക്കൊള്ളൂ, നല്ലോണം മനസ്സിലായിക്കൊള്ളൂ. ഇവിടെ എന്താ അല്ലാഹ് ടൈഗേഴ്സ് എന്ന ഒരു സംഘത്തിന് ജമാഅത്ത് രൂപം നൽകിയിട്ടുണ്ട്. ആര് രൂപം നൽകിയിട്ടുണ്ട്? ജമാഅത്തെ ഇസ്ലാമി രൂപം നൽകിയിട്ടുണ്ട്. ജനങ്ങളിൽ ഇസ്ലാമിക ചൈതന്യം വളർത്തുകയും നിലനിർത്തുകയുമാണ് ഈ സംഘത്തിന്റെ മുഖ്യമായ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നു. വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ, തായ്വരകളിലെ വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ്. ഏത് ജമാഅത്തിന്റെ പങ്ക്? തബ്ലീഗ് ജമാഅത്തിന്റെയാ അല്ല ജമാഅത്തെ ഇസ്ലാമിന്റെ? അങ്ങക്കൊക്കെ തിരിഞ്ഞ് ശരി. ഇനി കേട്ടോളിട്ടോ, നല്ലോണം കേട്ടോ. ഇത് ആരെ എഴുതുന്നത്? ഇത് മുജാഹിദുകളല്ലേ എഴുതുന്നത്? ഇത് എഴുതുന്ന ഓല് തന്നെ. കേട്ടോളി, അടുത്ത കേട്ടോളി. ഇനി കേട്ടോ നല്ലോണം. രാഷ്ട്രീയ മേഖലയിൽ 13 സംഘടനകൾ ചേർന്ന് തഹ്രീകെ ഹുർരിയത്തെ കാശ്മീർ സ്വതന്ത്ര പ്രസ്ഥാനം എന്ന പേരിൽ ഒരു മുന്നണിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ സംഘടന ജമാഅത്താണ്. ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ടീം ജമാഅത്തെ ഇസ്ലാമിയാണ്. അരാഷ്ട്രീയനായ, ശരിക്കും ശ്രദ്ധിച്ചോളി, അരാഷ്ട്രീയനായ അഡ്വക്കേറ്റ് മിയാൽ അബ്ദുൽ ഖയ്യൂമാണ് മുന്നണിയുടെ അധ്യക്ഷൻ. സെക്രട്ടറിയായ മുഹമ്മദ് അഷ്റഫ് സഹ്റായി കാശ്മീരി ജമാഅത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി ജനറലാണ്. സൈനിക മേഖലയിൽ വിവിധ സായുധ ഗ്രൂപ്പുകൾ ചേർന്ന് രൂപം നൽകിയ മുത്തഹിദെ ജിഹാദ് കൗൺസിലിന്റെ ചെയർമാൻ അലി മുഹമ്മദ് ഡാറും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളത്രേ. അപ്പൊ ലോകത്ത് തീവ്രവാദത്തിന്റെ വിത്തുപാകിയതാര്? ആര്? നല്ലോണം ചിന്തിക്കും. ലോകത്ത് ഹിറ്റ്ലറും മുസോളിനിയും സയ്യിദ് ഖുത്ബും മൗദൂദിയും ചേർന്ന് ലോകത്ത് മനുഷ്യ സമൂഹത്തിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകി 1940-കൾക്ക് ശേഷം. ചിന്തിച്ചോളി, നല്ലോണം ചിന്തിച്ചോളി. ഈ സത്യത്തെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയില്ല, ഈ ഇരിക്കണങ്ങൾക്ക് കഴിയില്ല, ചിലപ്പോ സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് കഴിയില്ല. പക്ഷേ ഇതൊരു വലിയ ഇതാ രേഖ, ഇതാ തെളിവ്. ഞങ്ങൾ തരാ തെളിവ്. ആരാതൊക്കെ ഉണ്ടാക്കിയ നിങ്ങൾ ചെയ്യോ? ഓൽക്കെതിരെ നിങ്ങൾ എടുക്കോ? രാജ്യദ്രോഹ കുറ്റം, ഹരിയാണയുടെ മേലെ തുണി ഉടുത്ത് പാവം പിടിച്ച. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, കേരളത്തിലെ സെലഫിയുടെ അവസ്ഥ എനിക്ക് മറന്നുപോകും, മറവിയുണ്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, കേരളത്തിൽ ഈ ഇന്ത്യ രാജ്യത്തിലെ സർക്കാർ, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഇവിടുത്തെ ഇതര മതക്കാർ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ട ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ഞങ്ങളും മാത്രമാണ്. ഈ ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിം സമൂഹത്തെ ന്യായമായി നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ അതിന് അർഹതയുള്ള ഒരു ജനത. എന്താ മൗലവി നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞിറങ്ങി, ഞങ്ങൾ എന്തെങ്കിലും ഒരു പനോൽ പടക്കം പൊട്ടിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ? ഒരു മുജാഹിദ് പ്രവർത്തകൻ, ഒരു സലഫി പ്രവർത്തകൻ ഓന്റെ വീട്ടിന്റെ മുറ്റത്ത് പനോലപ്പടക്കം പൊട്ടിച്ചിട്ട് അയൽവാസിയായ മാധവന്റെ മോള് തൊട്ടിൽ നിന്ന് നെണീറ്റിട്ടുണ്ടോ? ഉണ്ടോ? ഇനി ഒന്നും ചോദിച്ചോട്ടെ, തളിപ്പറമ്പിൽ രാഷ്ട്രീയ പ്രകടനം നടന്നിട്ടില്ല മക്കളെ? റോഡ് ബ്ലോക്ക് ചെയ്ത പ്രകടനം നടന്നിട്ടില്ല? മതസംഘടനയുടെ സോളിഡാരിറ്റിയുടെ പ്രകടനം നടന്നിട്ടില്ലേ?
നബിദിനം നടന്നിട്ടില്ല, PDP-യുടെ നടന്നിട്ടില്ല, NDF-ന്റെ നടന്നിട്ടില്ല അല്ലേ? ഞങ്ങൾ നടന്നിട്ടുണ്ടോ? ഞങ്ങളത് ഉണ്ടോ? ഞങ്ങൾ ഈ റോട്ടിലൂടെ പ്രകടനം പോയിട്ട് നിങ്ങളൊരു വണ്ടി 1 മിനിറ്റ് നിർത്തേണ്ടി ഉണ്ടോ? ഞങ്ങൾക്ക് വിദ്യാർത്ഥി സംഘടന ഉണ്ട്, MSF പ്രോഫ്കോൺ നടത്തുന്ന സംഘടന, പ്രൊഫഷണൽ വിദ്യാർത്ഥി സംഘടന. ആ കുട്ടികളെ കയ്യിൽ ഇന്ന് വരെ ഞങ്ങളെ നേതാക്കന്മാര് സൈക്കിൾ ചെയിൻ എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? കുറുവടി എടുത്തിട്ടുണ്ടോ? ഞങ്ങളുടെ MSF-ന്റെ കുട്ടികൾ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഇന്ന് വരെ റാഗിംഗ് നടത്തിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ രാജ്യത്ത് ജീവിക്കാൻ ഏറ്റവും അർഹതയുള്ള ഒരു ജനപദയുണ്ട്, അത് കേരളത്തിലെ സെലഫികളാണ്. ഈ രാജ്യത്ത് ജീവിക്കാൻ മൗലികമായ അവകാശമുള്ള ഒരേ ഒരു ജനവിഭാഗം വേറെ ആർക്കില്ല. മൗലികമായി മിനിമം പരിപാടിയിൽ ഞാൻ പറയുന്നത് എന്താ അറിയോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ചില ചരിത്രം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്ന 3 വിഭാഗം. 3 വിഭാഗം ആരാ? ഒന്ന് ബ്രിട്ടീഷ് ഉൽപ്പന്നമായ ഖാദിയാനികൾ, 2 RSS, 3 ജമാഅത്തെ ഇസ്ലാമി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്നവർ, അതിൽ ഞാൻ പറഞ്ഞ 2 പ്രബല വിഭാഗം ഖാദിയാനികൾ ഒഴികെ ആ ബാക്കിയുള്ള 2 ആളില്ല. ഓല അപ്പൊ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ രാജ്യസ്നേഹികൾ. ഈ ചിരി വരും, ഒന്ന് കിളിയാക്കി തരും മനുഷ്യന്മാരെ. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയ നമ്മൾ മുജാഹിദിന്റെ നേതാക്കന്മാർ നേരത്തെ വഹാബി മൂവ്മെന്റ് വിശദീകരിച്ചില്ലേ? ബ്രിട്ടീഷുകാർ വിളിച്ച വഹാബി മൂവ്മെന്റ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മുതൽ MCC സഹോദരങ്ങൾ മുതൽ ഉമർ മൗലവി മുതൽ ഈ മൊയ്ദ് മൗലവി മുതൽ അക്കാലഘട്ടത്തിലെ ഏറ്റവും പ്രബലമായ സ്വാതന്ത്ര്യ സമര കൂട്ടായ്മ മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചു പോരാടി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ തണലിലാണ് സ്വാതന്ത്ര്യത്തിന് 1000 വട്ടം ശാപം നിറഞ്ഞ നിങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ഔദാര്യത്തിൽ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നിങ്ങൾക്കറിയോ? ഒരു വിഭാഗം ഇവിടെ മുസ്ലിങ്ങൾ എന്താ അന്ന് പറഞ്ഞത്? എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയോ? അതായത് ലാത്ത എന്ന അങ്ങോട്ട് നോക്കിക്കോളി, മേജിക് ഒന്നും ഞാൻ മുതുകാടൊന്നുമല്ല. അങ്ങോട്ട് നോക്കിക്കോളി, ഇവിടെ നോക്കിക്കോളി, നിങ്ങളെ ഹൃദയത്തിൽ തട്ടണം. ഇതൊരു വിഗ്രഹമാണ്. ഈ വിഗ്രഹത്തിന്റെ പേര് അന്നത്തെ മുസ്ലിം ടീം വിളിച്ചെന്തറിയോ? ലാത്ത വിഗ്രഹം. ലാത്ത വിഗ്രഹം ശരിക്കും മനസ്സിലായിക്കോളി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആകുന്ന ലാത്ത വിഗ്രഹം എന്താണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആകുന്ന ലാത്ത വിഗ്രഹം എന്നെ ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ഇതൊരു ബിംബാരാധനയാണ്. ബ്രിട്ടീഷുകാർ ഞങ്ങൾ അനുസരിച്ചാൽ അത് ബിംബാരാധനക്ക് തുല്യാണെന്ന് വിചാരിച്ച ഒരു മുസ്ലിം സമുദായം ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ രൂപപ്പെടുത്തിയത് സയ്യിദ് ഹസൻ ഇബ്ന ഖുതുബ് മൗദൂദി. എന്നിട്ട് ഓല് പറയണെന്നറിയോ? അതൊരു കേട്ടോളി. ഓലെന്താ പറയണേ? ആ സമൂഹം എന്താ പറയണേ? ഇത് ലാത്ത എന്ന വിഗ്രഹം, അതായത് ബ്രിട്ടീഷുകാർ. ഇനി ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലേക്ക് മടങ്ങി, പകരം മനാത്തയാകുന്ന വിഗ്രഹം വെച്ചു, വേറൊരു വിഗ്രഹം. അതാണ് ജനാധിപത്യം. അതാണ് ഇന്ത്യയിലെ ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേർന്ന ജനാധിപത്യം. ഞങ്ങൾക്ക് രണ്ടും കണക്കാ. മനസ്സിലായോ? ഇത് ഇന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച എന്താ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ഞങ്ങൾക്ക് പറയാം. നീതിയോടുകൂടി സംസാരിക്കാൻ പഠിപ്പിക്കപ്പെട്ട ഒരു മദാനിയായ നിലയിൽ ഞങ്ങളോട് നീതിയോടുകൂടി സംസാരിക്കാൻ ഞങ്ങൾക്കൊരു വാചകം വായിച്ച് കൽപ്പിച്ചു തരാം. വാചകവും പ്രസിദ്ധീകരണവും ഞാൻ ചൂണ്ടിക്കാണിക്കും. ഓലെ പേര് ഞാൻ പറഞ്ഞു ഓലെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം എന്താ അറിയോ? ഇന്നാ പേരിൽ അറിയപ്പെടുന്ന കൂട്ടായ്മ അതൊക്കെ വിട്ടിട്ടുണ്ട്. വിട്ടു. ജനാധിപത്യത്തിന്റെ അപ്പുറത്ത് വേറൊരു ഇസ്ലാമില്ല. പോലെ പറയണെന്ന് വെച്ചാൽ പക്ഷെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, അത്ര മാത്രമേ. വേറെ ആർക്ക് ചെയ്താലേ ജനാധിപത്യമില്ല, ഞങ്ങൾക്ക് ചെയ്താലേ. ഞങ്ങൾക്ക് ചെയ്ത വോട്ട് തൗഹീദിന്റെ, ബാക്കിയുള്ളവർക്ക് ചെയ്തത് ശിർക്കിന്റെ. ഈ വാചകം പോലെ എഴുതിയതാട്ടോ. എനിക്കിങ്ങനെ രേഖകൾ എടുക്കാൻ സമയമല്ല. ഞങ്ങൾക്ക് ഒരു ഭാഗം വായിച്ച് കൽപ്പിച്ചു തരാം. അപ്പൊ എന്താ എഴുതിയെന്നുള്ള നിങ്ങളൊന്ന് അറിയാൻ. എന്തിനതൊക്കെ അറിയണത്? അത് നല്ലോണം അറിയല് കുറച്ചൊരു സത്യസന്ധമായ നിലപാടിന് കാര്യമാണ്. ഇപ്പൊ സെൽഫികൾ താടി നീട്ടിയവര് നിര്യാണ്ട് മോളാണ് IS ചേരാൻ ആളെ കൂട്ടുന്നതെന്നാണല്ലോ. എന്നിട്ട് പറഞ്ഞു വരുന്ന എന്താ അറിയാം? കേട്ടോളി. ഇത് ഞാൻ ഇങ്ങനെ കാണിക്കാൻ ഞാൻ പറയില്ല, പറഞ്ഞു നിങ്ങൾ വേദനിപ്പിക്കും. കാണുന്നുണ്ടോ? ജൂലൈ 22 തന്നെ 5 കൊല്ലം മുമ്പുള്ള അല്ല, കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ള ജൂലൈ 22. ഇതിലെന്താ പറയണെന്ന് ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിക്കാം. എന്നിട്ട് പ്രായം ചെന്ന ഹൈന്ദവരോടും, പ്രായം ചെന്ന കമ്മ്യൂണിസ്റ്റുകാരോടും, പ്രായം ചെന്ന AP സുന്നികളോടും, പ്രായം ചെന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരോടും, പ്രായം ചെന്ന മുജാഹിദുകളോടും ഞാൻ ചോദിക്കുന്നു ഒരു ചോദ്യം. അതെന്താ? കേട്ടോളി, നല്ലോണം കേട്ടോളിയേ. സംഘടനാ നേതൃത്വം, തെരഞ്ഞെടുപ്പ്, അവർക്കുള്ള അനുസരണം തുടങ്ങിയവ ജനാധിപത്യ രീതിയാണ്. ആയതിനാൽ
ആയതിനാൽ ശരിക്കും ശ്രദ്ധിച്ചോളി, രീതിയാണ്. ജനാധിപത്യം ഇസ്ലാമിക വിരുദ്ധമാണ്. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കരുത്, സിട്ടാമനെയല്ലാതെ സിട്ടികളെ അനുസരിക്കരുത്, സംഘടനകളിലെ അംഗമാകരുത് തുടങ്ങിയവയൊക്കെ യമനി സലഫിസത്തിന്റെ വാദങ്ങളാണ്. എന്താണ് യമനി സലഫികൾ എന്താ വാദിക്കുന്നത്? ജനാധിപത്യം ഇസ്ലാമിക വിരുദ്ധം, വോട്ട് ചെയ്യരുത്, അല്ലല്ലാത്തൊരു ഭരണാധികാരിയെ അനുസരിക്കരുത് എന്നാണ് അത്രേ സലഫികൾ പറയുന്നത്. സത്യത്തിൽ സുഹൃത്തുക്കളെ, കേരളത്തിൽ ഇത് പറഞ്ഞത് ആരാ? ആരാ 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 ചങ്ങായിമാരെ? ആരാ ചങ്ങായിമാരെ? ആരാ? നിങ്ങൾക്ക് കൊലപ്പെടിയോ? ആരാത്? ഞമ്മളെ പറഞ്ഞു ആണോ? എങ്ങനെയുണ്ട്? 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 ഇപ്പൊ എവിടെ എത്തി? മൗദൂദിയും സയ്യിദ് ഖുത്ബും പറഞ്ഞ വാദം നമുക്കള്ളേന്ന്, നമ്മക്കല്ലേ. ആലോചിച്ചു നോക്കണം, എത്ര വിരോധാഭാസമാണ് സുഹൃത്തുക്കളെ ഇത്, എത്ര വിരോധാഭാസമാണ് ലോകത്ത്. എനിക്ക് കേൾക്കണോ? ഐമൻ സവാഹിരി, നേരത്തെ പറഞ്ഞ അബൂബക്കർ ബഗ്ദാദി, അതുപോലെ ഐഎസിന്റെ ടോപ്പ് ലീഡേഴ്സ്, ഒരു പറയുന്ന ഇംഗ്ലീഷിലും അറബിയിലും മലയാളത്തിലേക്കൊക്കെ മൊഴിമാറ്റം ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. എന്ത്? ഐഎസിന്റെ ലീഡേഴ്സ് തുറന്നു പറയുന്നു, സയ്യിദ് ഖുത്ബിൽ നിന്നാണ് ഞങ്ങൾ ആവേശം ഉൾക്കൊണ്ടത്, സയ്യിദ് മൗദൂദിയിൽ നിന്നാണ് ഞങ്ങൾ ആവേശം ഉൾക്കൊണ്ടത്. എന്റെ കയ്യിൽ കുറെ ഉദ്ധരണികളുണ്ട്. ആ ഉദ്ധരണികളിൽ എന്താണ് അറിയുന്നത്? ആ ഉദ്ധരണികളിൽ അനിസ്ലാമിക ഭരണകൂടങ്ങളെ അട്ടിമറിച്ച് ഇസ്ലാം സ്ഥാപിക്കണം എന്ന് പറയും. ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കണം. മനസ്സിലാക്കണം, ആ വാദമാണ് ISIS, ആ വാദമാണ് ISIS. നിങ്ങൾ നല്ലോണം ഉൾക്കൊള്ളണം. അവർക്കാണ് ദാർശനികമായ പിന്തുണ ഉണ്ടായത്. ഇത് ദാർശനികമായ പിന്തുണ. ഇനി ഭൗതികമായ പിന്തുണ അമേരിക്കയുടെ അതെപ്പോഴാണ് ഉണ്ടായതെന്ന് അറിയോ? അതൊരു പറഞ്ഞുതരാം. ഇറാഖിൽ രാസായുധമുണ്ട് എന്ന് പറഞ്ഞു. മൊസാദ്, അമേരിക്കയുടെ ഇന്റലിജൻസ്, ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ, ശ്രദ്ധിച്ചോളണം, ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ ലോകത്തോടൊരു കാര്യം പറഞ്ഞു. നേരത്തെ സലീം ക പറഞ്ഞ പോലെ അതാരും കേട്ടില്ല. അങ്ങനെയാ, മുസ്ലിങ്ങൾക്ക് അനുകൂലമാകുമ്പോ ആരും കേൾക്കാൻ പാടില്ല, മുസ്ലിങ്ങൾക്കെതിരാകുമ്പോ കേൾക്കാത്ത ആരും ഒട്ട് ഉണ്ടാകുകയും ചെയ്യും. ഇനി ഞാൻ നിങ്ങളോട് ഭീകരവാദികളെ തേടി നിങ്ങളുടെ താടി നീട്ടിയെ നരിയാണിന്റെ മോള് തുണിർത്തോലും നോക്കണ്ട, നരിയാണിന്റെ താഴെ പാന്റും ഇൻസൈഡും ചെയ്ത ചാനലിലെ ആൾക്കാരെ പോയി കണ്ടാകും. ഓല ലോകത്തിലെ ഭീകരവാദികൾ. ചാനലുകാർ എനിക്കെതിരെ പ്രവർത്തിച്ചാൽ എനിക്കൊരു വിരോധമില്ല. പത്രത്തിൽ എഴുതുന്നവരും പത്രം നടത്തുന്നവരും അവിടെ നിങ്ങൾക്ക് ലോക ഭീകരവാദികളാണ്. ഓല നമ്മളെ തല്ലിച്ചതും നമ്മളെ കൊല്ലിച്ചും എല്ലാ പത്രപ്രവർത്തകനും അല്ല, എല്ലാ ചാനലും അല്ല. പക്ഷെ ലോകത്തിലെ പ്രസിദ്ധമായ ചാനലുകളെല്ലാം മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും എന്തിലായാലും ലോകത്ത് ഭീകരത ഏറ്റവും കൂടുതൽ വളർത്തിയത് മീഡിയ. ഇനി ലോകത്തോട് ടോണി ബ്ലെയർ പറഞ്ഞ എന്താ? മുൻ പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ ലോകത്തോട് വിളിച്ചു പറഞ്ഞ എന്താ അറിയുന്നത്? ഇറാഖിൽ ഞങ്ങൾ ആക്രമിച്ചല്ലോ സദാം ഹുസൈനെ, അത് തെറ്റായി പോയി, പാവായിരുന്നു അവര്, ആ രാസായുധം ഉണ്ടായിരുന്നില്ല, പെരിച്ചായിനെ പോലും കിട്ടിയില്ല. ഇനി നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കും, നല്ലോണം. ഒരു ബലിപെരുന്നാള് ദിനം, മുസ്ലിങ്ങളുടെ സന്തോഷത്തിന്റെ ബലിപെരുന്നാള് ദിനം സദാം ഹുസൈനെ തൂക്കിക്കൊല്ലിക്കുന്നു അമേരിക്ക. എന്തിന്? മുസ്ലിങ്ങളുടെ വികാരം തിളപ്പിക്കാൻ. ശരിക്കും വൃത്തികെട്ട മനസ്സാരത അമേരിക്കൻ്റെതല്ലേ? അമേരിക്ക ഭരിക്കുന്ന ആളുകൾ ഏത് മതവിശ്വാസികളാ? ക്രിസ്ത്യാനികളല്ലേ? ബൈബിളല്ലേ ഇതിന് കാരണം എന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ ചിന്തിച്ചോളൂ, ബൈബിളാ കാരണം എന്ന് ഞാൻ പറയണോന്ന് നിങ്ങൾ വിചാരിച്ചോളൂ, നിങ്ങൾ അനുവദിക്കുമോ? എന്താ ഞാൻ ചോദിക്കുന്നത്? ഹിരോഷിമയിലും നാഗസാക്കിയിലും ക്രിസ്ത്യാനി ഭരണാധികാരി ബോംബിട്ടു. നിങ്ങൾ എന്താ ക്രിസ്ത്യൻ ഭീകരവാദി എന്ന് അദ്ദേഹത്തെ വിളിക്കാത്തത്? അത് മുസ്ലിങ്ങൾ മാത്രമേ ഞങ്ങൾ വിളിക്കുള്ളൂ, കാരണം ആണും പെണ്ണും കെട്ടുമല്ല ഞങ്ങളൊക്കെ എന്നതാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെട്ടു. ആ ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെട്ട് 4 മണിക്കൂറാകുമ്പോഴേക്ക് ഇസ്രായേലിനെ അഭിനന്ദിച്ച് പ്രശംസിച്ച് പ്രസംഗിച്ച ആളാരാ? അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാൻ. അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാൻ. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ബ്രിട്ടീഷ് പ്രധാനമന്ത്രി രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞു. ഇറാഖിലും ചെച്നിയിലും പലസ്തീനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഞങ്ങൾ നടത്തിയ പോരാട്ടം
അത് അസ്ഥാനത്തായിരുന്നു, തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. മൊസാദിന്റെയും അമേരിക്കയുടെയും ഇന്റലിജൻസ് ഞങ്ങളെ ചതിക്കായിരുന്നു. ആ ഇന്റലിജൻസ് ആര് നയിക്കുന്നതാ? ജൂതന്മാരുടെ കേഡർ സ്വഭാവമുള്ള ഒരു ടീമും ഇസ്ലാമിന്റെ ശത്രുക്കളായ ക്രൈസ്തവരിൽ ഒരു ടീമും നയിച്ചവരാ. അങ്ങനെ ഇസ്ലാമിക രാജ്യത്ത് യുദ്ധമുണ്ടാക്കി. തീർന്നില്ല. ടോണി ബ്ലെയർ രണ്ടാമതായി പറയുന്ന കാര്യം ഒന്നുകൂടി ഉണ്ട്. അതെന്താ അറിയോ? അതുകൊണ്ടാണ് ISIS ഉണ്ടായത്. അതുകൊണ്ടാണ് ISIS ഉണ്ടായത്. ഇനി ഇറാഖിൽ 50 ലക്ഷം കുട്ടികളെ കൊന്നു, ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി. ആര്? അമേരിക്ക. അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇന്നും 3,70,000-ത്തിലധികം വരുന്ന ഹിംബാകുശകൾ, കൈകാലുകളില്ലാത്തവർ, ബുദ്ധഭിക്ഷുക്കളായി ജീവിച്ച ജനതയെ ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബ് കൊണ്ടുപോയി തുപ്പി നശിപ്പിച്ച ട്രൂമാൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനി, അതിനാവേശവും ഭൗതികതയും നൽകിയ ജൂതനായ ആൽബർട്ട് ഐൻസ്റ്റീൻ, ഇതൊക്കെ രംഗത്ത് മാഞ്ഞുപോയി. ഇതൊക്കെ മാഞ്ഞുപോയി. ഒന്നും ആർക്കും അറിയില്ല. ആളുകൾ പിന്നെ കണ്ടെത്തിയ ഒരു തന്ത്രം എന്താ അറിയാം? അമേരിക്കയും ബ്രിട്ടനും, ഈ പറയുന്ന പോയിന്റ് എല്ലാരും നോട്ട് ചെയ്തു, അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും നേരിട്ട് മുസ്ലിങ്ങളെ കൊല്ലുമ്പോൾ ലോകത്ത് പലരും എതിർക്കും. ലോകത്തെല്ലാ പ്രബല വിഭാഗവും എതിർക്കും. ഞാൻ പറയുന്ന പോയിന്റ് നല്ലോണം നോട്ട് ചെയ്തോളൂ. അമേരിക്കയുടെ താന്തോന്നിത്തത്തെ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തമായി എതിർക്കും. ലോകത്തിന്റെ തീവ്രവാദത്തെ എതിർക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും എതിർക്കും. അമേരിക്കയെ, ബ്രിട്ടനെ, സാമ്രാജ്യത്വ ശക്തികളെ, തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെല്ലാം ശക്തമായി എതിർക്കും. ലോകത്ത് മാനവികത ഉയർത്തിപ്പിടിക്കുന്ന, മനുഷ്യാവകാശം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ കൂട്ടായ്മകളും അമേരിക്കയുടെ കിരാതമായ, ബ്രിട്ടന്റെ കിരാതമായ, ഇസ്രയേലിന്റെ കിരാതമായ പ്രവർത്തനങ്ങളെ എതിർക്കും. അപ്പൊ ബ്രിട്ടന്റെ നേതാക്കന്മാർ, അമേരിക്കയുടെ നേതാക്കന്മാർ, ഇസ്രയേലിന്റെ നേതാക്കന്മാർ ഒരുമിച്ച് കൂടി. എനിക്ക് കേട്ടോളൂ, ഇനിയാണ് കഥ. ISന്റെ പിറവി. അമേരിക്കൻ തന്തക്ക് ബ്രിട്ടന്റെയും ഇസ്രയേലിന്റെയും തള്ളയില് IS എപ്പ ജനിച്ചു എന്നുള്ള പോയിന്റ് പറയുന്നത്. അമേരിക്ക എന്ന ബുദ്ധിജീവിയെ അറിയണമെങ്കിൽ 50 കൊല്ലം മുന്നോട്ടുള്ള ഒരു കഥയും കൂടെ പറഞ്ഞുകൊണ്ടാവാം അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കുകൊണ്ടില്ല. തുടക്കത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കെടുത്തില്ല. അമേരിക്കക്ക് പങ്കെടുക്കണം, ജപ്പാനെ അടിച്ചു തകർക്കണം. കൂട്ടത്തിൽ ഞാനൊന്ന് ഒരു വാൽക്കട്ടം ചേർത്തോട്ടെ. ജപ്പാനിനോട് എന്തൊരു വിരോധമായിരുന്നോ 50 കൊല്ലത്തിന് മുമ്പ് അമേരിക്കക്കുള്ളത്, ആ വിരോധം ഇന്ന് ഏറ്റവും ശക്തമായുള്ള രാജ്യം ചൈനയാണ്. നോയിക്കോ, ഞാൻ ഇവിടെ ചിലത് പ്രവചിച്ചിരുന്നു. പ്രവചനല്ല, നിരീക്ഷണം. ആ നിരീക്ഷണം ഇവിടെ നടന്നു. നോയിക്കോ, എന്താ അത്? എന്താ ഒന്ന് ശ്രദ്ധിച്ചാൽ, ചരിത്രം അറിയുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ. പേൾ ഹാർബർ സംഭവം തന്നെ എന്താ അറിയും? പേൾ ഹാർബർ സംഭവം ചാനലിന്റെ മുമ്പിൽ ചടഞ്ഞിരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്നത്, അതായത് അമേരിക്കക്ക് ജപ്പാനെ തകർക്കണം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ട് കാരണം ജപ്പാന്റെ ഭൗതിക വളർച്ച കണ്ടപ്പോ അമേരിക്കക്ക് ഒരു കാര്യം മനസ്സിലായി, അമേരിക്ക തോറ്റു തൊപ്പിട്ട് താഴെ നിൽക്കേണ്ടി വരും. ജപ്പാൻ ഫീനിക്സ് പക്ഷിയെ പോലെ വളർന്ന് പടർന്ന് പന്തലിക്കും. അതുകൊണ്ട് ജപ്പാനായിരിക്കും ലോക മേധാവിത്വം, ലോക പോലീസ് ജപ്പാനായിരിക്കും. അതിന്റെ കീഴിലെ ഊച്ചാളികളാകും അമേരിക്ക എന്ന് മനസ്സിലാക്കി അമേരിക്ക എന്താ ചെയ്തറിയോ? ഇതൊന്നും നിഷേധിക്കാൻ കഴിയില്ലട്ടോ. എഴുതപ്പെട്ട തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ചരിത്ര ശകലങ്ങളുടെ ഏടുകളായി വലിച്ചെടുത്ത് നിങ്ങൾക്ക് വായിച്ചു കളിപ്പിച്ചിരുന്നു. എന്തുണ്ടായത്? അമേരിക്ക ഒരു മീറ്റിംഗ് കൂടി. അന്നത്തെ യുദ്ധ നിപുണന്മാർ, ടോപ്പ് ലീഡേഴ്സിന്റെ മുമ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാൻ ഇരുന്നു കൊടുത്തു. ആ മീറ്റിംഗിൽ അവർ ഒരു തീരുമാനം കണ്ടു. എന്താ തീരുമാനം? ജപ്പാനെ തകർക്കണം. അതിനിപ്പോ എന്താ വഴി? ലോകം മുഴുവനും അത് നമ്മളെ എതിർക്കും. എന്ത് പറഞ്ഞ് നമ്മൾ ചെയ്യും? അവരെന്ത് തെറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയും. അപ്പൊ അമേരിക്കയുടെ മിലിറ്ററിയുടെ കമാൻഡർ ഉൾപ്പെടെയുള്ള ആളുകൾ, അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു തന്ത്രം മെനഞ്ഞു. എന്താ തന്ത്രം? ഒന്നുമില്ല. ജപ്പാന്റെ കടലിടുക്കിൽ വെച്ച് അമേരിക്കയുടെ 13 യുദ്ധക്കപ്പൽ ജപ്പാന്റെ കടലിടുക്കിൽ വെച്ച് ചുട്ടുകരിക്കുക.
എന്നിട്ട് അത് ജപ്പാനാണ് ചെയ്തത് എന്ന് ലോക മീഡിയകളിൽ പ്രചരിപ്പിക്കുക, അന്ന് കിട്ടാവുന്ന എല്ലായിടത്തും പ്രചരിപ്പിക്കുക. അങ്ങനെ അമേരിക്ക ജപ്പാനെ ആക്രമിക്കുന്നത് ന്യായമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി 13 യുദ്ധക്കപ്പൽ അമേരിക്ക ചുട്ടുകരിച്ചു. 50 വർഷങ്ങൾക്ക് മുമ്പ്. തീർന്നില്ല. 2500ഓളം വരുന്ന അമേരിക്കൻ പട്ടാളം, ആ അമേരിക്കൻ പട്ടാളത്തെ അമേരിക്ക കൊല്ലുക, എന്നിട്ട് ജപ്പാനാണ് പണി ചെയ്തതെന്ന് ജപ്പാന്റെ മേൽ ആരോപിച്ചു. ഇത് രണ്ടും അമേരിക്ക ചെയ്തു 50 വർഷങ്ങൾക്ക് മുമ്പ്. ശരിക്കും മനസ്സിലായി, അമേരിക്ക ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? 13 യുദ്ധക്കപ്പൽ ചുട്ട് നശിപ്പിച്ചു, 2500 പട്ടാളത്തെയും കൊന്നു. രണ്ടും ജപ്പാനാ ചെയ്തതെന്ന് അവർ തെളിയിച്ചു. അതിനാവശ്യമായ കരുക്കൾ നീക്കി, അതിനാവശ്യമായ ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കി, ലോകത്തെ അത് പറഞ്ഞു വിശ്വസിപ്പിച്ചു. നിരപരാധികളായ ബുദ്ധഭിക്ഷുക്കളെ നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങനെ അരിപ്പ വെച്ച് കെട്ടിയ ആരെ ഓല് നശിപ്പിച്ച അമേരിക്ക. അവിടെ നോക്ക്, അരിപ്പ ഉൾക്കൊള്ളുന്ന ടവൽ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ വെച്ച് കെട്ടിയ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും മനുഷ്യരെ ഇങ്ങനെ വെച്ചിട്ട് എന്തിനാ? ഒരു പ്രാണി പോലും മൂക്ക് പോയിട്ട് ചാവരുത്. അത്ര വലിയ ജീവസ്നേഹികൾ, ഒരു പ്രാണി മൂക്ക് കയറി ചാകരുത് എന്ന് വിചാരിച്ചിട്ട് ടവലിട്ട്, അങ്ങനെയുള്ള നിരപരാധികളെ അമേരിക്ക ചുട്ടുകരിച്ചു. നിങ്ങൾക്കറിയോ, ഹിരോഷിമയിൽ ബോംബ് വീണപ്പോ എന്താ ഉണ്ടായത്? ഒരു വലിയ നാട് ഒന്നിച്ച് ഭൂമി മുഴുവൻ കുഴിഞ്ഞിട്ട് മനുഷ്യനെ കാണാൻ പറ്റാത്ത ആഴം സൃഷ്ടിക്കപ്പെട്ടു. മനസ്സിലായോ? തകർന്ന് തരിപ്പണമായി, ലക്ഷക്കണക്കിന് ജനങ്ങൾ ചാമ്പലായി. ഇനി ചിന്തിക്കുക, IS എത്ര എണ്ണത്തിനെ കൊന്നു? ചിന്തിച്ചോ? ഇനിയാണ് നമ്മൾ ഏഡ് ചെയ്യണത്. അമേരിക്ക കൊന്നതിനോട് IS കൊന്നതിനെ കൂട്ടിച്ചേർത്തു. രണ്ടും കൊന്നത് അമേരിക്കയാണ്, ഇസ്രയേലാണ്, ബ്രിട്ടനാണ്. അതിന്റെ കാരണക്കാരും അവരാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അടുത്ത് കേട്ടോളൂ. 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടി അമേരിക്ക ചെയ്ത പണി ഇതാണെങ്കിൽ 50 വർഷം കഴിഞ്ഞാൽ ബുദ്ധി ചോർന്നു പോകും. അമേരിക്കക്ക് ചോർന്നു പോവോ? ഇല്ല. 50 കൊല്ലം കഴിഞ്ഞപ്പോ ഒരു തന്ത്രവും കൂടി എടുത്തു. അതെന്താ? അത് കേട്ടിട്ട് വേണം IS-നെ കുറിച്ച് ചിന്തിക്കാട്ടോ. പറഞ്ഞുതരാം. ലോകത്ത് ഫാസ്റ്റ് റിലീജിയൻ എന്ന് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഏറ്റവും വേഗതയിൽ വളരുന്ന മതം ഏതാണ്? അമേരിക്ക നോക്കി. അപ്പൊ അമേരിക്കക്ക് മനസ്സിലായി ഇസ്ലാമാണ്. 2, അമേരിക്കയാകുന്ന സാമ്രാജ്യത്തെ ശക്തി മറ്റൊരു കാര്യം കൂടി നോക്കി. എന്താ? പെണ്ണിന്റെ സൗന്ദര്യം വിറ്റ് കാശുണ്ടാക്കുന്നതിനെതിരാണ് ഇസ്ലാം. 1, മദ്യത്തിനെതിരാണ് ഇസ്ലാം. 2, ലോട്ടറിക്കെതിരാണ് ഇസ്ലാം. 3, സമാധാനത്തിന് അനുകൂലമാണ് ഇസ്ലാം. 4, മനുഷ്യത്വത്തെ അംഗീകരിക്കുന്ന മതമാണ് ഇസ്ലാം. 5, നിങ്ങൾ ചിന്തിക്കണം. ഇനി ഞാൻ ചിന്തിക്കണം. പെണ്ണിന്റെ സൗന്ദര്യം വിൽക്കുന്നതിനെതിരെ മാന്യമായി പെണ്ണ് വസ്ത്രം ധരിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞാൽ ഈ കോണകം, ലോക സാമാജിക ശക്തികൾ പെണ്ണിന്റെ ശരീരത്തിൽ അണിയുന്ന കോണകം, കീറത്തുളിക്കഷ്ടം, അവളെ ഇടിച്ച് അവളെ മാറും മൂടും കണ്ട് ഒരു തലമുറ വളർന്നിട്ടില്ലെങ്കിൽ സാമ്രാജ്യത്തെ ശക്തിക്ക് വിജയിക്കാൻ കഴിയോ? വളരാൻ കഴിയോ? കള്ള് വിട്ടിട്ടില്ലെങ്കിൽ ലോകത്ത് വിജയിക്കാൻ കഴിയോ? ലോട്ടറി വിട്ടിട്ടില്ലെങ്കിൽ, ചൂതാട്ടമില്ലെങ്കിൽ അമേരിക്കക്ക് നിലക്കാൻ കഴിയോ? അതിനെതിരെ യുവാക്കളെ ജാഗരം കൊള്ളിച്ച് കടന്നു വന്ന മതമായിരുന്നു അള്ളാന്റെ മതം. കള്ളുടിക്കരുത് മക്കളെ, വ്യഭിചരിക്കരുത് മക്കളെ, പെണ്ണിന്റെ സൗന്ദര്യം വെക്കരുത് മക്കളെ, മരണത്തിനേശം ഒരു ജീവിതന്റെ മക്കളെ എന്ന് പറഞ്ഞ് ഇസ്ലാം കടന്നു വന്നപ്പോ സാമ്രാജ്യത്തെ ശക്തികൾക്ക് സഹിക്കാനാകാത്ത വേദനയുണ്ടായി. അപ്പൊ അവർ വീണ്ടും അമേരിക്കയിൽ ഒരു മീറ്റിംഗ് കൂടി. ഈ മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറയുമ്പോ ഇതിങ്ങനെ വെറുതെ പറയാന്ന അല്ല, നിങ്ങൾക്ക് സൈറ്റിൽ കയറാൻ നിങ്ങൾ ശരിക്കും തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ രേഖയും കിട്ടും. അമേരിക്ക വീണ്ടും ഒരു മീറ്റിംഗ് കൂടിയപ്പോ പണ്ട് ശരിക്കും ശ്രദ്ധിച്ചോളിട്ടോ, പണ്ട് സ്വന്തം 13 യുദ്ധക്കപ്പൽ 50 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കണ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവും? നല്ലോണം മക്കളെ, യുവാക്കളെ, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന മക്കളെ, തലച്ചോറ് പണയപ്പെടുത്താത്ത മക്കളെ, ശരിക്കും ആലോചിച്ചാൽ 50 കൊല്ലം മുമ്പ് 2500 പട്ടാളത്തെ, സ്വന്തം പട്ടാളത്തെ, ഒരു രാജ്യത്തിന്റെ സ്വന്തം പട്ടാളത്തെ കൊല്ലാൻ അമേരിക്ക തയ്യാറായി. ഓലെ യുദ്ധക്കപ്പൽ നശിപ്പിക്കാൻ അമേരിക്ക തയ്യാറായി.
ആ അമേരിക്ക 50 കൊല്ലം കഴിഞ്ഞ അതിനേക്കാൾ വലിയ നഷ്ടം വരുത്തിക്കൊണ്ട് അതിനേക്കാൾ വലിയ ലാഭം കൊയ്യുന്നൊരു മനസ്സ് അമേരിക്കക്ക് ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ആരെയും വിചാരിച്ചോ? നിങ്ങളൊക്കെ കണക്ക് കൂട്ടൽ തെറ്റി. എന്നെ അടുത്ത ചരിത്രം പറഞ്ഞു. വേൾഡ് ട്രേഡ് സെന്റർ, പെന്റഗൺ, വൈറ്റ് ഹൗസ്, 3 സ്ഥലം. അമേരിക്കക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളെ വികാരം കൊള്ളിക്കാൻ കഴിയും ഈ 3 സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ടാൽ. ഇനി പറയുന്ന പാഠം ശരിക്കും ശ്രദ്ധിച്ചോളി. വൈറ്റ് ഹൗസും പെന്റഗണും വേൾഡ് ട്രേഡ് സെന്ററും നശിപ്പിക്കപ്പെട്ടാൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും അമേരിക്കയിലേക്ക് കിട്ടും. 2, അമേരിക്ക വിചാരിച്ച ഇസ്ലാം ഈ മണ്ണോട് മണ്ണ് കുഴിച്ചുകൂടുകയും ചെയ്യാം. അപ്പൊ അമേരിക്ക ഒരു പദ്ധതി തയ്യാറാക്കി. എന്താ? അമേരിക്കന്റെ പട്ടാളം നേതൃത്വം നൽകുന്ന ഒരു ടീമിനെ വളരെ നേരത്തെ സജ്ജീകരിച്ച് രൂപപ്പെടുത്തി പരുവപ്പെടുത്തി വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും വൈറ്റ് ഹൗസും നശിപ്പിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തു. ഇനി ഞാൻ പറയണമെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ കൃത്യമായവർ ആ സംഗതി നടപ്പാക്കി. എത്ര മൈലുകൾക്കപ്പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഫ്ലൈറ്റോ ഏതെങ്കിലും ഒന്ന് ആകാശത്ത് പറന്നുയർന്നാൽ നിമിഷം കൊണ്ട് അതിനെ അടിച്ചിടാൻ കഴിവുള്ള അമേരിക്ക, അതങ്ങൾ മനസ്സിലാക്കണ്ടേ. ആ അമേരിക്ക പൊട്ടനായി പോയി. അൽഖായിദ 4-5 ചെക്കന്മാര് വന്നിട്ട് വേൾഡ് ട്രേഡ് സെന്റർ പെന്റഗണും മണിക്കൂറിന്റെ ഗ്യാപ്പിൽ നശിപ്പിച്ചപ്പോ അമേരിക്ക അണ്ടി പോയ അണ്ണാന്റെ മാതിരി ഇരുന്നു എന്ന് പറഞ്ഞാൽ ഓലാണുള്ളത് ചെയ്യട്. ഇരുന്നിട്ട് റിസൾട്ട് കാത്തങ്ങനെ ഇരുന്നു. പിന്നെ എന്തുണ്ടായി? വൈറ്റ് ഹൗസിന് നേരെ വന്നപ്പോ അത് മാത്രം നടന്നില്ല. കാരണം എന്താ? മൂപ്പർക്ക് നാളെ പോയി ഇരിക്കണ്ടേ? അത് വിട്ടിട്ട് ബാക്കിയായിട്ട് നശിപ്പിച്ചു. ശരിക്കും നശിപ്പിക്കാണ് ഏറ്റവും വലിയ ശത്രു അൽഖായിദക്ക് ആരായിരിക്കണം? അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കണ്ടേ? ഓനല്ലേ ചുട്ടു കൊല്ലണ്ടത്? ഓനെ ചുട്ടു ഒന്നില്ല എന്ന് പറഞ്ഞാൽ ഓൻ ആസൂത്രണം ചെയ്ത പദ്ധതിക്ക് ഓൻ മരിക്കുവോ? അന്ന് അമേരിക്ക ഭരിച്ച ചെങ്ങായിണ്ടല്ലോ, ലോകം കണ്ട ഏറ്റവും വലിയ ചെറുത്താൻ, ഓനെ കൊല്ലാനാണ് അൽഖായിദ വന്നത്. നല്ല കൂട്ടരെ അമേരിക്ക പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതാണ്. 150 തെളിവുകളാണ് ലോകത്തിലെ ബുദ്ധിജീവികൾ, രാഷ്ട്രീയ നിരീക്ഷകന്മാർ നിരത്തിയത്. 150 തെളിവ്. അപ്പൊ വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും നശിപ്പിച്ചതിന്റെ സൂത്രധാരനാരാ? ഇനി ഉസാമ ബിൻ ലാദന് ട്രെയിനിങ് കൊടുത്താരാ? അമേരിക്ക. ഉസാമ ബിൻ ലാദന് ശമ്പളം കൊടുത്താരാ? അമേരിക്ക. ആ അമേരിക്ക ഫോം ചെയ്തായിരുന്നു വേൾഡ് ട്രേഡ് സെന്ററും. അതാണ് വരുന്ന മാസം സെപ്റ്റംബർ 11. അത് ഇപ്പോഴേ നിങ്ങൾ മനസ്സിലായിക്കൂടെ? പക്ഷേ അമേരിക്കയിൽ എന്തുണ്ടായി? എല്ലാ വിവരമുള്ളവർക്കും മനസ്സിലായി ഇത് അമേരിക്ക ചെയ്തതാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നെന്താ അറിയാം? വേൾഡ് ട്രേഡ് സെന്ററിൽ ജോലി ചെയ്ത 5000 ആൾ എന്തേ അന്ന് വരാതിരുന്നത്? ജൂതന്മാര്. എല്ലാരും തെളിയിച്ച കാര്യമാണല്ലോ. 5000 ജൂതന്മാരെ എന്തുകൊണ്ട് അന്ന് വന്നില്ല? അവർക്കാര് ഇൻഫർമേഷൻ കൈമാറി, അവർക്കാര് വിവരം കൊടുത്തു? ഇവരെ നശിപ്പിക്കാനാണ് അൽഖായിദ വന്നെങ്കിൽ ഓലെ കൊല്ലല്ല വേണ്ടത്. ഓല എങ്ങനെ രക്ഷപ്പെട്ടു? ഓല ആര് വിവരം ധരിപ്പിച്ചു? നമ്മൾ അത്രക്കൊന്നും ചിന്തിക്കുന്നില്ലല്ലേ? എന്നാ ശരിക്കും ചിന്തിച്ചോളി, നല്ലോണം ചിന്തിച്ചോളൂ, നല്ലവണ്ണം ചിന്തിച്ചോളൂ. ഇല്ലെങ്കിൽ അപകട. ഇല്ലെങ്കിൽ എന്താ അറിയോ? എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കും, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും, ചോന്ന ചരഞ്ഞിട്ടവനെ കാണുമ്പോൾ എനിക്കും, താടി നീട്ടി എന്നെ കാണുമ്പോൾ മോനും ദേഷ്യം പിടിക്കും. അങ്ങനെ നമ്മളെ കൊണ്ട് ദേഷ്യം പിടിപ്പിച്ച് മുതലെടുത്തു അമേരിക്ക. സാമ്രാജ്യത്വ ശക്തികൾ രാഷ്ട്രീയ മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചവർ അത് തിരിച്ചറിഞ്ഞിട്ടില്ലേ അപകടം എന്ന് പറയണേ. ആ അമേരിക്ക വീണ്ടും ഇസ്ലാം അതിന്റെ വെണ്ണിക്കൊടി പാറിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇസ്ലാം ചർച്ചയായി. സെപ്റ്റംബർ 11 ശേഷം ഇസ്ലാം ചർച്ചയായപ്പോ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും വീണ്ടും മീറ്റിംഗ് കൂടിയിട്ട് അവർ ചർച്ച ചെയ്ത് എന്താ അറിയോ? ഇത്രയും കാലം നമ്മൾ നേരിട്ട് മുസ്ലിങ്ങൾക്കെതിരെ കണ്ടക്ട് ചെയ്ത എല്ലാ യുദ്ധങ്ങളും നിർത്തിവെക്കണം. ശ്രദ്ധിക്കണേ, എല്ലാ യുദ്ധങ്ങളും നമ്മൾ നേരിട്ടെടുത്ത് നിർത്തിവെക്കണം. എന്നിട്ട് അവര് പറഞ്ഞെന്താ അറിയോ? ഇറാഖിൽ വ്രണിത ഹൃദയരായ കുറെ മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട്. അതായത് അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും ഇറാഖിനോട് ചെയ്ത ഈ തോന്നിയാസത്തിൽ ഈ 3 രാജ്യങ്ങളും ലോകവും ഇറാഖിനോടും അഫ്ഗാനിസ്ഥാനോടും ഒക്കെ ചെയ്തതിൽ അക്ഷമരായി കഴിഞ്ഞ ഒരു പറ്റം വ്രണിത ഹൃദയരായ യുവാക്കൾ ഉണ്ടായിരുന്നു. ആ യുവാക്കളെ നോട്ടമിട്ടുകൊണ്ട് അമേരിക്ക ഒരു കാര്യം പറഞ്ഞു: അവരെ തീവ്രവാദികളാക്കുക, അവരെ ഭീകരവാദികളാക്കുക. അതിന് നമ്മൾ ചില ഇസ്ലാമിക ചിന്തകൾ അവരെ പഠിപ്പിക്കുന്ന ചിലരെ നമ്മൾ വിലക്കെടുക്കണം. അങ്ങനെ അമേരിക്ക വിലക്കെടുത്ത ആളാണ് അബൂബക്കർ ബഗ്ദാദി, ഐമൻ സവാഹിരി, അതുപോലുള്ള ആളുകൾ. അതിനവരെന്ത് ചെയ്തു? ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടിയാണ് മരിക്കുന്നത് എന്ന് ഈ കുട്ടികൾ ആത്മാർത്ഥമായി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിക സ്റ്റേറ്റ് വരണം എന്നൊരു വാദം അവർക്കുണ്ടാകണം. ആ വാദം അവതരിപ്പിച്ചത് സയ്യിദ് ഖുത്ബും മൗദൂദിയും ഹസനുൽ ബന്നയുമാണ്. ആ കൃതികൾ സലഫി ലോകത്തേക്ക് കടത്തിവിടണം ഒരു ഭാഗത്ത്. ഇനി നിങ്ങൾ കേൾക്കണോ? ഈ പ്രബോധനത്തിൽ
ഞാനിത് വെറുതെ പറയുന്നത്. ഈ പ്രബോധനത്തിൽ അവർ എഴുതുന്നത് ദമ്മാജ് സലഫികൾ എന്ന് പറയുന്ന ഒരു ടീം യമനിലുണ്ട്. ആ ദമ്മാജ് സലഫികളുടെ ലീഡർ ആദ്യം ഷിയ കോളേജിൽ പഠിച്ചു. ഈ പ്രബോധനത്തിലല്ല, ഷിയ കോളേജിൽ പഠിച്ചു. അവിടെ നിന്ന് അയാൾ സൗദി അറേബ്യയിൽ പോയി. അവിടുത്തെ യൂണിവേഴ്സിറ്റി ചേർന്നു. യൂണിവേഴ്സിറ്റി ചേർന്നിട്ട് അവിടുത്തെ സലഫികളോട് ശണ്ട കൂടി തീവ്രവാദം പറഞ്ഞു. അവിടുത്തെ സലഫികൾ അയാളെ ആശയപരമായി നേരിട്ടിട്ട് അയാൾ പിന്നെന്ത് ചെയ്തു? സൗദിന്ന് ഒരു ഒറ്റ പോക്കായാണ്. എങ്ങോട്ട്? ദമ്മാജിലെ ഷിയ കോളേജിലേക്ക്. എന്നിട്ട് ഈ പ്രബോധനക്കാരൻ പറയാണ്, അവിടെ ഒരു ആദർശമൊന്നല്ല പഠിച്ചത്, നഹവും ബാലപാഠവും ഭാഷയുമാണ്. ആര്? ഇപ്പോ ഇവർക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ. ശരിക്കും അവരുടെ വാദം എന്താ? സയ്യിദ് ഖുത്ബിന്റെ വാദം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതറിയാം, നമ്മളൊരു കുട്ടി ഒരു കാര്യം വാദിക്കുമ്പോൾ അവൻ അവതരിപ്പിക്കുന്ന വിഷയം ലോകത്ത് മുമ്പ് ആരെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ നോക്കൂ. ആ അവതരിപ്പിച്ച മുഴുവൻ കാര്യം കുട്ടി പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? മോനെ, നീ ഇന്നാളെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? അവൻ പറയും അതെ. അപ്പൊ പിടുത്തം കിട്ടി. അന്റെ ഈ സൂക്കേടിന്റെ കാരണം എന്താ? ഇവിടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. 100 കൊല്ലായി മുജാഹിദുകൾ ഇവിടെ ജീവിക്കുന്നു. 100 കൊല്ലായിട്ട് നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കണം. ഈ തളിപ്പറമ്പിലും പരിസരത്തും കാഞ്ഞങ്ങാടും പയ്യന്നൂരും അതുപോലെ കണ്ണൂരും ഞങ്ങൾക്ക് അടി കിട്ടിയിട്ടുണ്ട്. മുജാഹിദുകൾക്ക് അടി കിട്ടിയിട്ടുണ്ട്. കല്ലേറ് സമസ്തക്കാരിൽ നിന്ന്, AP സുന്നികളിൽ നിന്ന്. എന്തേ ഒരു ഞങ്ങൾ അടിച്ചത്? ഇനി ഞങ്ങൾ തിരിച്ചടിച്ചോ? ഞങ്ങൾ അവരെ തിരിച്ച് കല്ലെറിഞ്ഞോ? അതാ ഞങ്ങള്. ഇനി നിങ്ങൾക്ക് ഓർമ്മ വെക്കണം, ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് മൗലികാവകാശം നൽകി. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ, ഇഷ്ടമുള്ള വിശ്വാസം പ്രവർത്തിക്കാനും പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകി. ശരിക്കും ചിന്തിക്കണേ. അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് മുജാഹിദുകൾ പെർമിഷൻ എടുത്ത് ഔദ്യോഗിക സ്വഭാവത്തിൽ സർക്കാർ പെർമിഷനോടെ മുജാഹിദുകൾ എന്ത് ചെയ്തു? മുജാഹിദുകൾ പരിപാടി നടത്തി. സർക്കാർ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച പൗരസ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് മുജാഹിദുകൾ പ്രസംഗിക്കുന്ന സദസ്സിനെ രാജ്യദ്രോഹികളായ ടൈഗർ സുന്നികൾ ആക്രമിച്ചു. ഒരു കാലത്ത് അവരാരും അവർ രാജ്യം നൽകിയ ഭരണഘടന, പൗരന് നൽകിയ മൗലികാവകാശം നിഷേധിച്ചവരായി. ഇനി ഞങ്ങളോട് ചോദിക്കുക, AP സുന്നിയുടെ സ്റ്റേജ് മുജാഹിദുകൾ കയ്യേറും റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിലുണ്ടോ? കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേജ് മുജാഹിദുകൾ കയ്യേറിയതുണ്ടോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്റ്റേജ് മുജാഹിദുകൾ കയ്യേറിയതുണ്ടോ? NDF സ്റ്റേജ് മുജാഹിദുകൾ കയ്യേറിയുണ്ടോ? NDF ഞങ്ങളുടെ സ്റ്റേജ് കയ്യേറി. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, മുസ്ലിങ്ങളിലെ സംഘടനകളുടെ വരെ ഒരു സ്റ്റേജിലും കയ്യേറാത്ത മുജാഹിദുകൾ, ഒരു അമുസ്ലിമിനെയും കൊല്ലാത്ത മുജാഹിദുകൾ, ഒരു ഹൈന്ദവന്റെ ക്ഷേത്രത്തിലും ബോംബിടാത്ത മുജാഹിദുകൾ, അവരന്നും താടി നീട്ടി. KM മൗലവി നോക്കി, നിങ്ങൾ KM മൗലവിനെ നോക്കി, വലിയ തലപ്പാവും താടിയും. ഞങ്ങളുടെ ലീഡർ ഉമർ മൗലവി, അവർക്കൊക്കെ താടി ഉണ്ടായി. എല്ലാരും തീവ്രവാദികളായി. ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം, ആ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങൾക്ക് കൊടുക്കുന്ന കോച്ചിങ്ങിൽ തീവ്രവാദമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തേ സംഭവിച്ചേ? അങ്ങനെ ന്യായമായൊരു ചോദ്യമാണ്. നിങ്ങളോടൊപ്പം ചേർന്നോലാണല്ലോ ഇതിലൊക്കെ ഉള്ളത്, അതിൽ നിങ്ങൾക്ക് ഊരാൻ പറ്റൂലല്ലോ. ഊരേണ്ട കാര്യം ഞങ്ങൾക്കില്ല. തുറന്ന് നിങ്ങളോട് പറയാം, സമസ്ത കേരള സുന്നി വിഭാഗം ഇവിടെ. ആ സുന്നികളിൽ ഭക്തരായ ചെറുപ്പക്കാർ, മതഭക്തി ഉള്ളവരില്ലാത്തവരുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്കറിയാം, സ്വാതി പ്രാച്ചി എന്ന് പറയുന്ന കാഷായ വസ്ത്രം ധരിച്ച സന്യാസിനി, അവർ പറയണ പോലെ ഒരു ഭീകരവാദം ഇന്ത്യയിൽ ഒരു വനിത ഇന്ന് വരെ പറഞ്ഞിട്ടുള്ളല്ലോ. നാവനിക്ക ഭീകരവാദം, അനങ്ങുന്ന തന്നെ ഭീകരവാദം. ജീവിതത്തിൽ ഒരു നല്ല വാക്ക് അവർ പറഞ്ഞതായി ഒരു ചാനൽ ഇന്ന് വരെ റിപ്പോർട്ട്. കഴുത്തെടുക്കണം, തടെടുക്കണം, അടിച്ചൊല്ലണം, മുക്ക് തച്ചണം, ഒട്ടിക്കൊല്ലണം എന്നൊക്കെ പറയല്ലാതെ മനുഷ്യനോട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത അവരുടെ കാഷായ വസ്ത്ര. അതുകൊണ്ട് സന്യാസിമാരുടെ കാഷായ വസ്ത്രം തീവ്രവാദത്തിനാണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി? ഞാൻ പറയുന്നത് വസ്തുതാപരമായി പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, ചില ഭക്തരായ കുട്ടികൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു. ആ കുട്ടികൾ ഇതിൽ വന്നപ്പോ അവർ മുജാഹിദുകളെ നോക്കിയപ്പോ പലരെയും ഓർക്ക് സ്വീകാര്യമാകില്ല. പിന്നെ ഒരു നോക്കിയപ്പോ സ്വീകാര്യമായ ചിലരുണ്ടായി, വേഷത്തിലും വിധാനത്തിലും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഓരോ കൂടെ കൂടിയപ്പോ എന്തുണ്ടായി?
ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കൊടുത്തിട്ടില്ലാത്ത, പഠിപ്പിച്ചിട്ടില്ലാത്ത, ഞങ്ങൾ അതുവരെ എതിർത്തു പോന്ന ആദർശം പഠിപ്പിക്കാൻ ചിലർ അവരുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി. ലോകത്തെ സലഫി പ്രസ്ഥാനത്തിലേക്ക് ഇഖ്വാനികൾ നുഴഞ്ഞു കയറിയ പോലെ അവർ സലഫി പ്രസ്ഥാനത്തിലേക്ക് നുഴഞ്ഞു കയറി. എന്നിട്ട് അവരുടെ ആദർശം, സയ്യിദ് ഖുതുബിന്റെ ആദർശം, സയ്യിദ് മൗദൂദിയുടെ ആദർശം, ഹസനുൽ ബന്നയുടെ ആദർശം അവർ സലഫി കൂട്ടായ്മയിലെ ചില ചെറുപ്പക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ സലഫികൾ പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് അവർ തെറിച്ചുപോയി. അവർ തെറിച്ചുപോയതിനു ശേഷം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിലെ KC അബ്ദുള്ള മൗലവി, മുജാഹിദായിരുന്നു. ചേകന്നൂർ മൗലവി ജാമ്യ നദ്വിയയിലെ അധ്യാപകനായിരുന്നു. പിന്നെ മുജാഹിദ് പ്രസ്ഥാനം തീരെ അംഗീകരിക്കാത്ത മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർത്ത് അങ്ങനെ ഈ ലോകത്തിൽ അപ്രത്യക്ഷമായ ആളാണ് ചേകന്നൂർ. അതിന് ഇവിടെ ആർക്കോ ബാധ്യത ഉണ്ടോ? ഇന്നലെ വരെ CPM കാരനായി ഒരുത്തൻ ജീവിച്ചു, നാളോന് വേറൊരു പാർട്ടി പോയി. ആ പാർട്ടി പോയതിനു ശേഷം മനുഷ്യരൊക്കെ കൊന്നു. അതിന് CPM എന്ത് കഴിച്ചു? കോൺഗ്രസിൽ ജീവിച്ചൊരുത്തൻ RSS പോയി, അല്ലെ RSS പോയത്തെ വേറൊരു പാർട്ടി പോയി. ആ പാർട്ടിയിൽ ജീവിച്ച കാലത്തും കൊലവിളി നടത്തി. അതിന്റെ അർത്ഥം എന്താ? ഓൻ അതുവരെ നിന്ന പാർട്ടി ഇതൊന്നും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓനിപ്പം ചേർന്ന പാർട്ടി ഓനതൊക്കെ പഠിപ്പിച്ചു. അതിവിടെ ഉണ്ടായി. നിങ്ങൾക്ക് ആർക്കും അറിയോ ഞങ്ങളുടെ നിലപാടെന്താ? തീവ്രവാദത്തോടുള്ള ഞങ്ങളുടെ നിലപാടെന്താ? ഭീകരവാദത്തോടുള്ള ഞങ്ങളുടെ നിലപാടെന്താ? ഞങ്ങളുടെ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു കുട്ടി ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അഡ്രസ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു പ്രബോധകന്റെ പ്രസംഗം കേട്ട് ആ പ്രസംഗം എടുത്ത് തീവ്രവാദത്തിന്റെ വാചകം പറഞ്ഞ ഞങ്ങളോട് പറയും, നീ വായിച്ച ഗ്രന്ഥം ഏതാ? അത് പരിശോധിക്കുമ്പോ കാണാ ഷിയാക്കളുടെ ഗ്രന്ഥം, ഇഖ്വാനികളുടെ ഗ്രന്ഥം, ലോകത്തെ തീവ്രവാദികളുടെ ഗ്രന്ഥം. ആ ഗ്രന്ഥം മുജാഹിദ് പ്രസിദ്ധീകരിച്ചതല്ല. ആ ഗ്രന്ഥം ഇവിടുത്തെ ദേവാസമിതി പ്രസിദ്ധീകരിച്ചല്ല. ആ പുസ്തകം ഇവിടുത്തെ വിഷൻ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ പ്രസിദ്ധീകരിച്ചതല്ല. നേരെ മറിച്ച് ആ തീവ്രവാദം പറഞ്ഞ പുസ്തകം ഇന്നും മലയാളത്തിൽ കേരളത്തിൽ ഉണ്ട്. മറ്റു ചിലർ പ്രസിദ്ധീകരിച്ചത്. പരിശോധിച്ചോളി, നല്ലോണം പരിശോധിച്ചോളി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിരപരാധി ഇത് പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യം കൂടെ പറയേണ്ടതുണ്ട്. രാമനെ കാട്ടിൽ പറഞ്ഞു. രാമനെ കാട്ടിൽ ഏറ്റവും കൂടുതൽ കോപം ഉണ്ടായതായിരിക്കും ശ്രീരാമനെ കാട്ടിൽ പറഞ്ഞേക്കാൻ ദശരഥ മഹാരാജാവ് തയ്യാറായത്. ഏറ്റവും കൂടുതൽ കോപം വന്നതായിരിക്കാം ലക്ഷ്മണനാണ്. ശരിക്കും മനസ്സിലായിക്കോട്ടെ, ലക്ഷ്മണൻ എന്താ പറഞ്ഞ? കാമവിവശനായ എന്റെ അച്ഛനെ ഞാൻ കൊല്ലും. പട്ടാഭിഷേക സമയത്ത് നിന്നോട് കാട്ടുപോകാൻ പറഞ്ഞുവല്ലേ? രാമനാൽ ഭരിക്കപ്പെടുന്ന ഒരു അയോധ്യ. വാചകം ശരിക്കും ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ. രാമനാൽ ഭരിക്കപ്പെടുന്ന ഒരു വല്ലാത്ത അയോധ്യ സ്വപ്നം കണ്ട ആളാണ് ആര്? ലക്ഷ്മണൻ. ആ തീവ്രമായ വികാരത്തിൽ നിന്ന് ലക്ഷ്മണൻ എന്തു പറഞ്ഞു? ഭരണം നഷ്ടപ്പെട്ടപ്പോ ലക്ഷ്മണൻ എന്താ പറഞ്ഞു? എന്റെ അരയിൽ തൂക്കിയ വാള് അലങ്കാരത്തിനുള്ളതല്ല, എന്റെ ആവനായിലെ അമ്പ് വാർദ്ധക്യം കൊണ്ട് എനിക്ക് കുത്തിപ്പിടിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് തീവ്രവാദം പറഞ്ഞു. അച്ഛനെ കൊല്ലുന്നു പറഞ്ഞു അധികാരത്തിന്റെ പേരിൽ. എവിടുന്നാണ് ഹൈന്ദവ സമൂഹത്തിൽ അധികാരത്തിന്റെ പേരിൽ തീവ്രവാദം വരുന്നറിയോ? ഈ ലക്ഷ്മണ വാചകത്തിൽ നിന്നാണ്. എന്നാൽ ലക്ഷ്മണൻ അതിന് കാരണക്കാരനാണോ? അല്ല. എന്തുകൊണ്ട്? അത് നമ്മൾ മനസ്സിലാക്കണം. ലക്ഷ്മണൻ അച്ഛനെ കൊല്ലുമെന്ന് അറിവില്ലായ്മ നിമിത്തത്താൽ പറഞ്ഞു. അന്ന് ശ്രീരാമൻ ഒന്നും വേണ്ടിയില്ല. ഇവിടെ ശ്രീരാമൻ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതാണ് പോയിന്റ്. മുഹമ്മദ് നബി അനുയായികൾ എന്ത് പഠിപ്പിച്ചു എന്ന് പോലെ തന്നെ ശ്രീരാമൻ എന്ത് പറഞ്ഞു, അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് പറയും. അത് ശരിക്കും ശ്രദ്ധിക്കുക. ചിത്രകൂടത്തിൽ വന്നപ്പോ ലക്ഷ്മണനോട് ശ്രീരാമൻ പറയാണ്, വത്സാ സൗമിത്രേ കുമാരാ, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്ക നീ. ചക്ഷുശ്രവണഗണസ്തമാന്തർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോൽ കാലാഹിലാ പരിഗ്രസ്തമാം ലോകം ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ശ്രീരാമൻ എന്താ പഠിപ്പിച്ചതെന്ന് ഇവിടുത്തെ ഹൈന്ദവര് മനസ്സിലാക്കുക. ശ്രീരാമൻ പഠിപ്പിച്ചല്ല RSS പഠിപ്പിക്കുന്നത്, ശ്രീരാമൻ പഠിപ്പിച്ചല്ല BJP പഠിപ്പിക്കുന്നത്, ശ്രീരാമൻ പഠിപ്പിച്ചല്ല ബജ്റംഗ് ദൾ പഠിപ്പിക്കുന്നത്. ശ്രീരാമൻ എന്താ പഠിപ്പിച്ചേ? വത്സ, സുമിത്രയുടെ പുത്ര ലക്ഷ്മണ, ഞാൻ പറയുന്നതിൽ ശ്രദ്ധിച്ച് കേൾക്ക്. നീ ഇങ്ങനെ വികാരം കൊണ്ടല്ലേ
നീ എന്താ അങ്ങനെ വികാരധാരയുടെ ആളായത്? ഒന്ന് വിചാരധാരയുടെ ആളായിക്കൂടെ നിനക്ക്? ശ്രീരാമന്റെ ചോദ്യം. നീ വികാരധാരയുടെ ആളാകല്ലേ, നീ വിചാരധാരയുടെ ആളാക. എന്നിട്ട് ശ്രീരാമൻ പറയണെന്നറിയോ? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്കനീ. ലക്ഷ്മണ, അയോധ്യയിലെ അധികാരം എന്നൊക്കെ പറയണേ ലക്ഷ്മണ, അത് അതൊരു ഭോഗവസ്തുവാണ് ലക്ഷ്മണ, അതൊന്നല്ല നമ്മുടെ ലക്ഷ്യം. പിന്നെയോ വേഗേന നഷ്ടമായി സുമോർക്കനീ, നമ്മുടെ ആയുസ്സും വേഗം നഷ്ടപ്പെട്ടു. അപ്പൊ അധികാരത്തിന്റെ പേരിൽ അച്ഛനെ കൊല്ലരുത് ലക്ഷ്മണ. ശ്രീരാമന്റെ വാക്കൻ. അടുത്ത വാചകം എന്താ? ചക്ഷുശ്രവണകളസ്തമാന്തർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോൽ കാലാഹിനാ പരിഗ്രസ്തമാം ലോകം ആലോല ചേതസാ, ഭോഗങ്ങൾ തേടുന്നു. പാമ്പിന്റെ വായിലകപ്പെട്ട തവള പിന്നെയും സുഖത്തിന് തേടുന്ന പോലെ കാലമാകുന്ന പാമ്പിന്റെ വായിലകപ്പെട്ട നാം അധികാരം കൊതിക്കുകയോ? ഇനി നിങ്ങളോട് പറയട്ടെ, ലാൽകൃഷ്ണ അദ്വാനി നടത്തിയ രഥയാത്രയിലൂടെ, അശോക സിംഗാൾ നയിച്ച പടയാത്രയിലൂടെ എന്ത് ഇന്ത്യ രാജ്യത്തുണ്ടായത്? അത് ഞാൻ പറഞ്ഞുതരാം. രാമനോട് ഇഷ്ടമാണ് ഹൈന്ദവർക്ക്, ശ്രീരാമനോട് ഇഷ്ടമാണ് ഹൈന്ദവർക്ക്. പുത്രകാമേട്ടി യാഗം നടത്തി യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസായനം നൽകി. കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിച്ചപ്പോ രാമായണം വായിച്ച ഹൈന്ദവർക്ക് രാമനോട് കൂറുണ്ട്. ആ രാമന്റെ രാജ്യമാണ് അയോധ്യ എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടും, വോട്ട് കിട്ടും. അപ്പൊ അവരെന്ത് ചെയ്തു? രാമഭക്തി പൊലിപ്പിച്ച് നിർത്തി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അത് ഞാൻ നിങ്ങൾക്ക് ചിന്തിച്ചറിയാം. നബിയുടെ മുടി കിട്ടിയെന്ന് പറഞ്ഞല്ലോ ഒരു ഉസ്താദ്, ആ മുടി കൊണ്ടുപോയി വെക്കണ നല്ല പള്ളി ഉണ്ടാക്കുന്ന ഉസ്താദ് പറഞ്ഞില്ലേ? ഞങ്ങളോട് ചോദിക്കുകയാണ്, നബീനോട് ഏറ്റവും സ്നേഹമുള്ള ഒരാൾ, നബിയുടെ ഒറിജിനൽ മുടി കിട്ടിയ ഒരാൾ, അത് സൂക്ഷിക്കാൻ ഒരു പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ അയാൾ ജീവിതത്തിൽ ഏറ്റവും വേഗത ചെയ്യുന്ന പണി എന്തായിരിക്കും? ആ പള്ളി ഉണ്ടാക്കാനുള്ള ശ്രമം. പക്ഷെ ഇപ്പൊ എന്താ ഉണ്ടാക്കിയ? ഷോപ്പിംഗ് മാള്, സ്കൂള്, കോംപ്ലക്സ്. മൂപ്പർക്ക് പിട്ടടിക്കാൻ പറ്റിയൊക്കെ ഉണ്ടാക്കിയില്ലേ? ഇനി ഞാൻ വിവരമുള്ളവർക്ക് പറഞ്ഞുതരാം. ഞാൻ ഒന്നുകൂടി പറയുന്നത്, എന്തുകൊണ്ട് ഇന്ത്യക്കാരന് വിവേകം നഷ്ടപ്പെട്ടു പോകുന്നു? കേരളീയന് വിവേകം നഷ്ടപ്പെട്ടു പോകുന്നു? ദൈവത്തിന്റെ സ്വന്തം നാടല്ല, ഇത് ചെഴുത്താന്റെ നാടാണ്. ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞാൽ പടച്ചോൻ ക്ഷമിക്കൂല. സുഹൃത്തുക്കളെ, നല്ലോണം നിങ്ങൾ ശ്രദ്ധിച്ചോ? പള്ളി ഉണ്ടായോ? 41 കോടി ഉറുപ്പിയുടെ മിണുങ്ങി അബ്ദുൽ ഹക്കീമും മൂപ്പരും മിണുങ്ങി. മനസ്സിലായോ? അതുപോലെ ആ രാമഭക്തി പൊലിപ്പിച്ചിരുത്തി. ഇന്നും അയോധ്യയിൽ ക്ഷേത്രം ഉണ്ടായോ? ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ ചോദിക്കാം, അത് ഉണ്ടാവോ? അത് എളുപ്പത്തിൽ ഉണ്ടാക്കിയ അധികാരത്തിൽ ഇരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. AP അബ്ദുൽ ഖാദർ മൗലവി എന്ന ഞങ്ങളെ മരിച്ചുപോയ ടോപ്പ് ലീഡർ, അത് ഒരു കഥ പറയാം. കഥ എന്താണെന്നാ, ഒരു ചെങ്ങായി എപ്പോഴും സ്റ്റാൻഡിലെ ബസ് കയറിയിട്ട് ഓന്റെ പ്രത്യുൽപാദന അവയവം വീങ്ങാൻ മണിവീക്കം എന്നിട്ട് രോഗല്ലേ, അയാൾക്ക് ആ രോഗം, ആ രോഗം ജനങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ട് പറയും, ഇത് ഓപ്പറേഷൻ ചെയ്യാനാണ് തരണോ. ഞങ്ങളുടെ നാട്ടിൽ ഒരാളുടെ ഉണ്ട് എന്ന് വെച്ചാല്, മലയിൽ നിന്നും മണ്ണിടിച്ചിലുണ്ടായി ഷോൾഡറിന്റെ വലയള്ളികൾ പൊട്ടിപ്പോയ ജീവിതങ്ങൾ സഹായി, മണിപ്പാൽ ആശുപത്രിയിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട ജീവിതങ്ങൾ സഹായി, പിരിവിന്റെ മുദ്രാവാക്യം. അതുപോലെ ഈ മണി വീക്കുള്ളവൻ എന്ത് ചെയ്യുന്നറിയോ? ബസ് കയറിയിട്ട് മണി വീങ്ങിയിട്ടുണ്ട്, ഇത് ഓപ്പറേഷൻ ചെയ്യണം, അതിന് പൈസ തരണം. അങ്ങനെ ഒരിക്കലും ബസ്സിന്റെ പിറകിലെ സീറ്റിൽ ഒരു ഡോക്ടർ ഇരുന്നിരുന്നു. ഡോക്ടർ അവനെ ഇങ്ങോട്ട് വിളിച്ചിരുന്നെങ്കിൽ പിരിവൊന്നും നടത്തണ്ടായി, ഞാൻ ഓപ്പറേഷൻ ചെയ്തു തരാം. അപ്പൊ ഇയാളുണ്ടല്ലോ ഈ യാചിക്കുന്നേ, അയാള് ഡോക്ടറെ ഇങ്ങോട്ടേക്ക് കാക്കാറിന് ചെവിയിൽ ഒരു ചോദ്യം, അല്ല ചങ്ങായി, ഇത് ഓപ്പറേഷൻ ചെയ്തപ്പോ ഞാൻ എന്ത് പറഞ്ഞു പിരിക്കും? പിന്നെ ഞാൻ എന്ത് പറഞ്ഞു പിരിക്കും? ശ്രീരാമന്റെ പേരിൽ സുഹൃത്തുക്കളെ ക്ഷേത്രം ഉണ്ടാക്കിയാൽ BJP RSS എങ്ങനെ അധികാരത്തിലിരിക്കും? അത് നിന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട്. രാമഭക്തി തൊണ്ടേന്നിറങ്ങാത്ത ആളാരാ അറിയുന്നത്? ഇന്ത്യയിൽ RSSഉം ബജ്രംഗദളും ശിവസേനയും തുടങ്ങിയുള്ള ആളുകൾ. അവർക്ക് രാമഭക്തി തൊണ്ടേന്നിറങ്ങിയിട്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒരാണ് ഒരിക്കലേ ജനിക്കൂ, ഒരിക്കലും മരിക്കും ചെയ്യും. അതുകൊണ്ട് മതരാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിച്ച മുസ്ലിം തീവ്രവാദികളും മതരാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിച്ച ജർമ്മനിയിലെ ഹിറ്റ്ലറും മുസോളിനിയും മതരാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിച്ച ഇന്ത്യയിലെ ആളുകളും ഒരേ
പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരാണ്. ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളാണ്. നമുക്കാർക്കും അത് വേണ്ട. ഭാരതാംബയുടെ ജ്വലിക്കുന്ന കണ്ണിലെ ഉജ്ജ്വലമായ രണ്ട് കണ്ണുകളാണ് നമ്മൾ. ഹിന്ദുവും മുസ്ലിമും ഐക്യവും സ്നേഹവുമാണ് നമ്മുടെ മുഖമുദ്ര. നമ്മളെ തകർക്കാൻ ഒരാൾ വരാൻ പാടില്ല. മനസ്സിലായോ? നമ്മളെ തകർക്കാൻ ഒരാൾക്ക് സാധ്യത ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറയാം. ഇവിടെ തളിപ്പറമ്പിൽ ഞങ്ങൾ കുത്തു പറയുന്ന ഒരു പള്ളിയുണ്ട്. ഇവിടെ കുറച്ചു കാലം ഞാൻ കുത്തു പറഞ്ഞു. ഒരു കഴിഞ്ഞ 2-3 മാസത്തിന്റെ അപ്പുറം ഞാൻ നിങ്ങളോട് പറയുന്നത് അവിടെ എപ്പോഴും കുത്തുബ നടക്കും. ഇവിടുത്തെ ഹൈന്ദവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വന്നിട്ട് ആ കുത്തുബ കേൾക്കണം. കാരണം ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ഇവര് പള്ളിയിൽ വേറൊന്നാ പറയാ, പൊതുവേദിയിൽ വേറൊന്നാ പറയാ. അങ്ങനെ പറയുന്നവരുണ്ടാവും. ഞങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടല്ല. ഞങ്ങൾക്ക് പള്ളിയിലും ഒന്നേ പറയാനുള്ളൂ, പുറത്തും ഒന്നേ പറയാനുള്ളൂ. ഉള്ളിലും ഒന്നേ പറയാനുള്ളൂ, പുറത്തും ഒന്നേ പറയാനുള്ളൂ. ഉള്ളിൽ പറയാൻ പലതും ഉള്ളവരും ഇവിടെ ഉണ്ട്, ഓലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ഒരു കാര്യം എനിക്ക് പറയൽ നിർബന്ധമുണ്ട്. ആ പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കണം. സാക്കിർ നായിക് ആരാ? ഒരു മുസ്ലിം. പിന്നെ സാക്കിർ നായിക് ആരാ? ബോംബെയിലുള്ള ഒരു പ്രബോധകൻ. പിന്നെ സാക്കിർ നായിക് ആരാ? ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷന്റെ ഡയറക്ടർ. പിന്നെ സാക്കിർ നായിക് ആരാ? ഒരു മഹാ മതപ്രബോധകൻ. പിന്നെ ആരാ? കമ്പാരിറ്റീവ് റിലീജിയനിൽ ഇന്ന് ഇന്ത്യയിൽ അദ്ദേഹത്തെ പോലെ അറിയപ്പെട്ട ഒരാളുമില്ല. ലോകത്ത് അദ്ദേഹത്തെ പോലെ അറിയപ്പെട്ട ഒരാൾ. അതാണ് സാക്കിർ നായിക്. ശരി, ഇസ്ലാമിക പ്രബോധനം തടുക്കാൻ ആഗ്രഹിക്കുന്ന സാങ്കി ടീമുകൾ ഉൾപ്പെടെയുള്ളവർ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കിയ സാക്കിർ നായിക്കിന്റെ ദഅവത്ത് നിർത്തണം. നേരത്തെ പറഞ്ഞ സൂഫി മീറ്റിംഗിന്റെ മുമ്പ് നടന്ന മീറ്റിംഗിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്ത ചില പുരോഹിതന്മാർ ഒലിയിരുന്ന് ഒന്നിച്ച് തീരുമാനിച്ചു, ഞങ്ങൾ സാക്കിർ നായിക്കിനെ എതിർത്തുകൊണ്ട് കടന്നുവരും, അന്ന് നിങ്ങളും അവരോടൊപ്പം ഞങ്ങളോടൊപ്പം എതിർക്കണം. അതിവിടെ കേരളത്തിലുണ്ടായി. സാക്കിർ നായിക്കിനെ മുജാഹിദുകൾ 100% അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. കർമ്മശാസ്ത്രപരമായ അദ്ദേഹത്തിന്റെ വീക്ഷണത്തോട് ഞങ്ങളുടെ വീക്ഷണത്തോട് അദ്ദേഹത്തിന്റെ വീക്ഷണത്തോട് ഞങ്ങൾക്കും വിയോജിപ്പുണ്ടാവാം. പക്ഷേ സാക്കിർ നായിക് ഇസ്ലാമിനെ ലോകത്ത് മുഴുവനും പ്രചരിപ്പിച്ച സമാധാനപ്രിയനാണ്. ഒരുപാട് ജീനിയസ് ആയ വിഷയങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി 23 കൊല്ലത്തിലധികം അദ്ദേഹം ഇസ്ലാം പ്രബോധനം ചെയ്തിട്ട് ഇന്ത്യയുടെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ 20 ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇന്റലിജൻസ് ഇരുന്നിട്ട് അങ്ങോട്ട് കേൾക്കുകയാണ്. ആരുടെ പ്രസംഗം? സാക്കിർ നായിക്കിന്റെ പ്രസംഗം. ഇരുന്ന് കേട്ടിട്ട് ഇന്റലിജൻസിന്റെ ആളുകൾ പണ്ട് ചേകന്നൂർ മൗലവി കൊല്ലപ്പെട്ടപ്പോ ഉമർ മൗലവിനെ കൊണ്ടുപോയി പോലീസുകാരി. ഉമർ മൗലവി കൂടെ യാ സലാം എന്ന് പറഞ്ഞ മെല്ലടിച്ചിരുന്നു. ഉമർ മൗലവിനെ എന്തിനാ കൊണ്ടുപോയി? പോലീസുകാരി പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിരുത്തിരും. മൗലവി ഇങ്ങനെ ആ ചേകന്നൂരിനെ കൊണ്ടുപോയി പോലീസുകാരി. മൗലവി യാ സലാം, എന്താ കുട്ടികളെ നിങ്ങൾ പറയണേ എന്ന് ചോദിച്ചു ഉമർ മൗലവി. അപ്പൊ എന്താ വെച്ചാൽ ചേകന്നൂർ മൗലവിനെ ദാർശനികമായി ഏറ്റവും ശക്തമായി എതിർത്ത ആളായിരുന്നു ഉമർ മൗലവി. ആ ഉമർ മൗലവിനെ വിചാരണ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരുപയോഗിച്ച പദം തരും, ഇത് മനുഷ്യനല്ല മലക്കാണ്. നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം പച്ച മനുഷ്യനാണ്, നാടൻ മനുഷ്യനാണ്, നവോത്ഥാന നായകനാണ്, മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിയ മഹാനാണ്. ആ ഉമർ മൗലവിനെ പോലീസ് കൊണ്ടുപോയപ്പോ പോലീസുകാർക്ക് തോന്നിപ്പോയി ഞാൻ മൗലവിയായി പോകുമെന്ന്. ഞാന് മൗലവിയായി പോകും. ഞങ്ങളെയും കൊണ്ടുപോയിട്ടുണ്ട് പോലീസുകാരെ. ഞങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു തുമ്പൊന്നു വരെ പോലീസുകാർക്ക് കിട്ടിയിട്ടില്ല തെളിയിക്കാനല്ലേ. അതെന്താ? അത് ഞാൻ പറഞ്ഞു. ഞങ്ങള് സാധാരണ മുജാഹിദുകളോട് ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കട്ടെ, എന്റെ പ്രസംഗം കേട്ട് താടി നീട്ടിയതൊന്നും കൈമന്തിക്കും വെറുതെ. ഏതെങ്കിലും ആളുകൾ സദസ്സിലുണ്ടെങ്കിൽ നരിയാന്റെ മേലെ തുള്ളിയെടുത്തോലെന്ന് കൈമന്തിക്കും. ശരി, എന്റെ പ്രസംഗം കേട്ടിട്ട് ഹിന്ദുവിനോട് വെറുപ്പ് തോന്നിയോ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടോ? ഹിന്ദുക്കളെ സ്നേഹിക്കാൻ ഞങ്ങൾ പഠിച്ചെടുന്ന, ക്രിസ്ത്യാനികളെ സ്നേഹിക്കാൻ ഞങ്ങൾ പഠിച്ചെടുന്ന മുജാഹിദ് പ്രസ്ഥാനത്ത് അല്ലേ? ശരി, അതിന് ലോകം സാക്ഷി, ഹിന്ദു സാക്ഷി, മുസ്ലിം സാക്ഷി, ക്രിസ്ത്യൻ സാക്ഷി, സത്യല്ലേ? അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളതല്ലോ, അത് തലശ്ശേരിയിൽ ഒരു സംഭവം, അത് പറഞ്ഞ ഞങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്, ഒരു പരിപാടി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പൊ പോലീസുകാർ, അന്ന് ബോംബ് ഭീഷണിയുള്ള സമയം, പോലീസുകാരിന്റെ ബാക്കിൽ ഞാൻ ഇങ്ങോട്ട് എനിക്ക് സൂക്കേട് കുറെ കാലമായിട്ട് തിരിയും. പോലീസിന്റെ സൂക്കേടും തിരിയും, ഇന്റലിജൻസിന്റെ സൂക്കേടും തിരിയും, ഹിന്ദുവിന്റെ സൂക്കേടും തിരിയും, മുസ്ലിമിന്റെ സൂക്കേട് നല്ലോണം തിരിയും. അപ്പൊ പോലീസുകാർ ഇങ്ങനെ നടക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോയാൽ പോലീസുകാർ ഒന്നും അറിയാത്തവരെ പോലെ അപ്പുറത്ത് വന്നു. അങ്ങനെ ഞാൻ അവിടെ ഒരു കടയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ, ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ചായ ചായ ഈ ചായ ഇടുന്ന കപ്പുണ്ടല്ലോ, വേസ്റ്റ് ഞാൻ പറഞ്ഞു, പൊന്നാര സാർ, തിര സാധുവായി പോയല്ലോ നിങ്ങള്.
താടി വെച്ച എന്റെ പിന്നാലെ ഞാൻ ബോംബിടുന്ന് വിചാരിക്കണ്ട. താടി മീശയും പഠിച്ചോൻ ഇടയ്ക്ക് ബോംബിട്ടേ വെക്കൂ. ഓന്റെ പിന്നാലെ പോയിക്കോളി. മനസ്സിലായോ? ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്. മദ്രാസിൽ ചെന്നപ്പോ അവിടെ പോലീസുകാർ മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ കടന്ന് ഞങ്ങൾ പോയപ്പോ എന്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. അപ്പൊ അവിടുത്തെ പോലീസുകാർ സാർ വാങ്ക സാർ ചിന്നയാണോ വാങ്ക സാർ പക്കത്തേക്ക് വാങ്ക സാർ. എന്തേ? അപ്പൊ എന്നോട് പറഞ്ഞു இந்த பெட்டி ஓபன் பண்ணுங்க சார். எதுக்காக? இந்த பெட்டிக்குள்ளில் ஏதாவது இருக்கு இருக்கு ஏதாவது இருக்கு அவ்வளவா இன்ஃபர்மேഷൻ. ശരി ഞാൻ പെട്ടി ഇങ്ങനെ തുറന്നു വെച്ചു. 3 അടിവസ്ത്രം ഷഡ്ഡി. നിങ്ങളോട് ഇങ്ങനെ പറയേണ്ടത് ബുക്കുണ്ട്. 3 ബനിയൻ 3 തുണിയും കുപ്പായവും. 3 ദിവസം മദ്രാസിൽ ഇസ്ലാം പഠിപ്പിക്കാൻ ജനങ്ങളെടുത്ത് പോവുക. ആ ക്ലാസ്സാ. അതിങ്ങനെ തുറന്നാട് കാണിച്ചാ പറഞ്ഞു സീക്രം ക്ലോസ് പണുങ്ക സാർ. ഞങ്ങൾക്കും ജീവിക്കണം. ഈ നാട്ടിൽ ജനിച്ചോല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ പേഴ്സണലായിട്ട് പറയുന്നത്, ഈ രാജ്യത്ത് ഒരു നിലനിൽപ്പില്ലാത്തൊരു വിഭാഗമാണ് ഞങ്ങൾ. ബീഡി വലിക്കാറില്ല, സിഗരറ്റ് വലിക്കാറില്ല, പെപ്സി ഞങ്ങളിൽ പല്ലും കുടിക്കാറില്ല, കോള കുടിക്കാറില്ല, പ്രകടനം നടത്താറില്ല, പടക്കം പൊട്ടിക്കാറില്ല. ഒരു ഉപദ്രവവും ഈ നാട്ടിൽ വരുത്താത്ത ഒരു ജനവിഭാഗം. ആ ജനവിഭാഗത്തെ ആരെങ്കിലും ബോധപൂർവം തീവ്രവാദികളാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഞാൻ ഒന്നും മാത്രം പറയുന്നത്, ഗ്രാമങ്ങൾ മുഴങ്ങും, പട്ടണങ്ങൾ പ്രകമ്പനം കൊള്ളും, മനുഷ്യ മനസാക്ഷി ഞങ്ങൾക്ക് കാതോർക്കുന്ന ദിനം വരും. അന്ന് ഏറ്റവും കൂടുതൽ സദസ്സുള്ള ജനപദം ഞങ്ങളായി ജാക്കിർ നായിക്കിനെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എങ്ങനെങ്കിലും നിരോധിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചവർക്ക് ഒരു തുരുമ്പ് കിട്ടി. എന്താ തുരുമ്പ്? കേരളത്തിൽ നിന്ന് ചില ആളുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട ചില ആളുകൾ പോയി. ഞാൻ നിങ്ങളോട് എല്ലാം കൂടി ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം അത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോ ഇപ്പൊ ദഹിക്കൂല, പക്ഷെ ഇൻഷാ അല്ലാഹ് അത് ബോധ്യപ്പെടുന്ന ഒരു ദിവസം വരും. അതായത് ഇവിടുത്തെ ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ അവര് ഫോം ചെയ്തിട്ട് ചില ക്രിസ്ത്യൻ പയ്യന്മാരെ, ചില ഹൈന്ദവ പയ്യന്മാരെ ഇസ്ലാം സ്വീകരിച്ച് അഭിനയിപ്പിക്കാനും എന്നിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ദഅവത്ത് നടത്തുന്ന ടീമിനോടൊപ്പം ചേരാൻ, എന്നിട്ട് വേണ്ട വർക്ക് ചെയ്യാനും, എന്നിട്ട് അത് അവരുടെ തലയിലിടാനും ചില ഭൂതപൂർവമായ ശ്രമങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും നടക്കുന്നതായി കൃത്യമായ വിവരങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു പച്ച സത്യം കൂടി ഈ സ്ഥലത്ത് തുറന്നു പറയാം. ഇത് നാളെ കേരളത്തിൽ ഏത് ചാനലിൽ വന്നാലും ഏത് പത്രത്തിൽ വന്നാലും ഞങ്ങൾ ഇസ്ലാമിക ദഅവത്ത് നടത്തുന്നുണ്ട്, നടക്കുകയും ചെയ്യും, ഇനിയും നടത്തും. അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും എന്ത് വേണം? നശിപ്പിച്ചു കളയണം. ഇന്ത്യൻ ഭരണഘടനയുടെ 25ാമത്തെ ഖണ്ഡിക ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ, ഒന്നുകൂടി അടിവരട്ടോ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ, ഇഷ്ടമുള്ള മതം ആചരിക്കാൻ, ആ ആചാര അനുഷ്ഠാനമനുസരിച്ച് ജീവിക്കാൻ, ആ ആചാരമനുഷ്ഠാനം പ്രബോധനം ചെയ്യാൻ ഏതൊരു മനുഷ്യനും, ചാർവാക മതം, സിഖ് മതം, ബുദ്ധമതം, ജൈനമതം, അതുപോലെ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ജൂതമതം, അങ്ങനെ പലതും, ഇതിലേത് മതമാണോ ശരി എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ മോനത് എടുക്കാൻ. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് +2 കഴിഞ്ഞിട്ട് കുട്ടികളെ ചേർക്കാൻ വേണ്ടി, അപ്പൊ അവിടെ ചോദിക്കാണ് കൊമേഴ്സ് ആണോ വേണ്ടത്, അതല്ല പോളിടെക്നിക്കൽ ഇന്നതാണോ വേണ്ടത്? അപ്പൊ ആ കുട്ടി പറയണ എനിക്കുന്നത്, അപ്പുറത്തുള്ള കുട്ടിയോ എനിക്കുന്നത്, അപ്പുറത്തുള്ള കുട്ടിയോ എനിക്കുന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത് 5 ഹൈന്ദവ കുട്ടികൾ നിന്നിട്ട് പറയണം ഒരാൾക്ക് കൊമേഴ്സ്, ഒരാൾക്കുന്നത്, ഒരാൾക്കുന്നത്, ഒരാൾക്ക്. ഈ 5 കുട്ടികളും ഹൈന്ദവരാണ്. ഈ 5 കുട്ടികളും വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്നത് വ്യത്യസ്തം. ഇന്ത്യൻ ഭരണഘടനയുടെ 29 പറയുന്നത് ഇഷ്ടമുള്ള വിദ്യ സ്വീകരിക്കാൻ. ഞങ്ങളോട് തളിപ്പറമ്പിലെ നല്ലൊരു ഹോട്ടൽ, തളിപ്പറമ്പിലെ നല്ലൊരു ഹോട്ടൽ അങ്ങോട്ട് കയറി ചെന്നു. ഇവിടെ എന്താ ഉള്ളത്? ഇഡ്ഡലി. മോൻ ഇറങ്ങി. വേറൊരുത്തം ഇവിടെ എന്താ ഉള്ളത്? ഇഡ്ഡലി. മോനെ ഇറങ്ങി. പിറ്റേന്ന് ഒരുത്തം വന്നു. ഇവിടെ എന്താ ഉള്ളത്? ഇഡ്ഡലി. മോൻ ഇറങ്ങി. ആ ഹോട്ടൽ പിന്നെ പറഞ്ഞോളി. ഇനി ഞാൻ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ഹോട്ടലിൽ കയറി എന്താ ഉള്ളത്? ചപ്പാത്തി, പൊറോട്ട, അത് ഇത്, കച്ചടി പിച്ചടി പിച്ചടി ഒരു 100 എണ്ണം മറ്റോ, ജിഞ്ചർ ചിക്കൻ, പിഞ്ചർ ചിക്കൻ, പിഞ്ചർ ചിക്കൻ, ചുങ്ക ചിക്കൻ പറഞ്ഞു പറയണം. ഈ വെറൈറ്റീസ് എന്തിനാ? പോത്തർച്ചി അഞ്ഞി മിണിഞ്ഞാ മതി, എനിക്ക് വേണ്ട. അപ്പുറത്തിരുന്ന് തമാശ പറഞ്ഞതാ ബഷീറിനോട്.
പോത്തിറച്ചിയുണ്ട്, അഞ്ഞു മിണിഞ്ഞാൻ. മസാല ദോശ ഉണ്ടോ? ഉണ്ട്, കൊണ്ടിരി. ശരി, ഹിന്ദു മതമുണ്ട്, ഇസ്ലാം ഉണ്ട്, ക്രിസ്ത്യാനിറ്റി ഉണ്ടല്ലോ. ഹോട്ടലിൽ കയറുമ്പോഴത്തേന് മസാല ദോശ തിരഞ്ഞെടുത്താൽ കുഴപ്പമില്ല, പച്ചക്കറി തിരഞ്ഞെടുത്താൽ കുഴപ്പമില്ല, ഇറച്ചി തിരഞ്ഞെടുത്താൽ കുഴപ്പമില്ല, ബിരിയാണി വ്യത്യസ്തം തിരഞ്ഞെടുത്താൽ കുഴപ്പമില്ല, സാമ്പാർ തിരഞ്ഞെടുത്താൽ കുഴപ്പമില്ല. എങ്കിൽ ഒരു ഹിന്ദുവിന് ഇസ്ലാമാണ് നല്ലതെന്ന് തോന്നി അത് തിരഞ്ഞെടുത്താൽ അവിടെ മാത്രം എന്താ നിങ്ങൾക്ക് വികാരം? എന്താ വികാരം? ഒരു ഹിന്ദു പൊനത്തിൽ കുഞ്ഞബ്ദുള്ള, പൊനത്തിൽ കുഞ്ഞു കണ്ണനെ ഇവിടെ ആരും എതിർത്തോ? ഇവിടെ ആരും എതിർത്തോ? ഇസ്ലാമായി ഞങ്ങളോട് പറയുന്നത് ഒരു ഭരണഘടന, ആ ഭരണഘടന ഒരു പൗരന് ഓന്റെ മതം പറയാൻ അവസരം നൽകുന്നു. മതം എന്തിനാ പറയുന്നത്? വെറുതെ പറയാ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മുസ്ലിംകൾക്ക് പള്ളി എന്ന് പറഞ്ഞാൽ മതിയെങ്കിൽ, മുസ്ലിംകൾക്ക് പള്ളി എന്ന് പറഞ്ഞാൽ മതിയെങ്കിൽ, ഇസ്ലാം പറഞ്ഞാൽ മതിയെങ്കിൽ പിന്നെന്ത് സുഖാത്? ഇസ്ലാം റോഡ് പറയണം ഹൈന്ദവനോട്. അതെന്തിനാ? പടച്ച റബ്ബാണ് നേരിട്ടോ. ഇസ്ലാമിന്റെ സത്യാവസ്ഥ ഹിന്ദു മനസ്സിലാക്കാനാത്, ക്രിസ്ത്യാനി മനസ്സിലാക്കാനാത്. അവന്റെ ആദർശത്തെക്കാൾ ബെറ്ററാണ് ഇസ്ലാം എന്നോന് തോന്നിയാൽ അവനെ സ്വീകരിക്കാനാ. ഈ ചാനലില് സ്വാമിജിമാര് പ്രസംഗിക്കുന്ന എന്തിനാ? സനാതന ധർമ്മമാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയാനാ, അല്ലേ? സ്വാമി ചിദാനന്ദപുരി അറിയോ ഇസ്ലാം ഏറ്റവും ബെറ്റർ? പറയുമനെ ഇല്ല. സ്വാമി ചിദാനന്ദപുരി അറിയുന്നത് സനാതന ധർമ്മ ബെറ്റർ, ഖുർആനേക്കാൾ ബെറ്റർ ചതുർവേദാണ്. അതാണ് പറയണം. പറഞ്ഞിട്ടില്ലെങ്കിൽ അത്ഭുതം. ഇവിടെ തൊട്ടടുത്തല്ലേ കാഞ്ഞങ്ങാട്, അല്ലേ? കാഞ്ഞങ്ങാട് ക്ഷേത്രത്തിൽ പ്രസംഗിക്കുമ്പോ പള്ളിയിൽ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛോ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്തവന് മോക്ഷമില്ല, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അച്ഛൻ ഒന്ന് കിടുങ്ങിപ്പോയി. അച്ഛൻ വിട്ടില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു, അച്ഛോ എല്ലാ മതവും ശരിയാണ്, പിന്നെ എന്തിനാ അച്ഛോ നിങ്ങൾ പറഞ്ഞു? അച്ഛന്റെ ഒരു ഹിന്ദു ശരിക്കും ശ്രദ്ധിച്ചോളിട്ടോ, ഒരു ഹൈന്ദവൻ ചർച്ച ചെന്നു, ഇവിടുത്തെ ചർച്ച ചെന്നു, അച്ഛോ എനിക്ക് ബൈബിൾ പഠിക്കാൻ ആഗ്രഹമുണ്ട്, ക്രിസ്തു മതമാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാ അച്ഛന് ഹിന്ദു ആയിട്ട് തന്നെ നിന്നോ എന്ന് ക്രിസ്ത്യാനി എന്തായാലും പറയില്ല. ബാക്കിയുള്ളവരാരും ചിലപ്പോ പറഞ്ഞേക്കാം. ക്രിസ്ത്യാനിന്റെ ജീവിത ലക്ഷ്യം തന്നെ എന്താ? എല്ലാരെയും ക്രിസ്ത്യാനി ആക്കുക എന്നുള്ള. വാസ്കോടിഗാമ വന്ന അതിനാ. സംശയം ഉണ്ടോ? ഇല്ല. ഇനി ഞാൻ ചോദിക്കുന്നു, ഇവിടുത്തെ പള്ളിയിൽ, ഇവിടുത്തെ മുജാഹിദ് പള്ളിയിൽ ഒരു അബ്ദുള്ള, ശരിക്കും ശ്രദ്ധിച്ചു, ഇതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചില സാങ്കേതിക സംഗതി ഉപയോഗിക്കാൻ ഞാൻ. മുജാഹിദ് പള്ളിയിൽ ഒരു അബ്ദുള്ള ഈ ചർച്ച ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ പള്ളിയിലായിരുന്നു ഇത്രയും കാലം, ഇസ്ലാം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റിയാണ് കുറെ നല്ലത്, ഇസ്ലാമിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞാൽ പള്ളിയിലെ അച്ഛൻ എന്താ വിചാരിക്കുക? കിട്ടിപ്പോയിടാ ചാകര കെട്ടിപ്പിടിച്ചു വിടാന്ന് അറിയില്ലേ? പറയും ഓൻ ഒറിജിനൽ ക്രിസ്ത്യാനിയാണോ? പറയും കെട്ടിപ്പിടിച്ചു വിടാ. എന്നിട്ട് ഓൻ ക്രിസ്തു മതം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ ക്രിസ്ത്യാനി പള്ളിയിലച്ഛൻ അവനോട് പറയണത്, മോനെ അബ്ദുള്ള, അന്നെ ഞാൻ നിർബന്ധിച്ചിട്ടില്ല, എന്നോട് ചോദിച്ച് ഇങ്ങോട്ട് പഠിക്കാമെന്ന. അപ്പൊ എനിക്ക് പറഞ്ഞു തരലിന്റെ ഭാഗം അത് ഭരണഘടന അനുവദിക്കുന്ന. അബ്ദുള്ള, ഞാൻ നിനക്ക് ചോറ് എന്നിട്ടോ ചായ എന്നിട്ടോ പൈസ എന്നിട്ടോ അധികാരം ചെലുത്തിയിട്ട് എനിക്ക് ക്രിസ്തുമതം സ്വീകരിക്കുക പറയരുത്. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് എന്ന് പറ, ഞാൻ അബ്ദുള്ള ഇന്നടത്തെ മുഹമ്മദ് ആജിന്റെ മോനെ, ക്രിസ്തുമതാണ് ശരിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, ആയതിനാൽ ഞാൻ ക്രിസ്തുമതം സ്വീകരിക്കുന്നു, എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് നീ എഴുതി വാങ്ങണമെന്ന് പള്ളിയിൽ അച്ഛൻ. എങ്കിൽ അച്ഛൻ ചെയ്തത് തെറ്റോ ശരിയോ? അച്ഛൻ ഭരണഘടനയെ അംഗീകരിച്ചു, അച്ഛൻ ഒരു രാജ്യദ്രോഹവും ചെയ്തിട്ടില്ല, അച്ഛൻ ഒരു ദേശദ്രോഹവും ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ട്, നിങ്ങൾക്കൂടി ഞാൻ പറഞ്ഞു, ഒരു പള്ളിയിൽ ഒരു ഹൈന്ദവ സഹോദരൻ വരികയാണ്. ആ പള്ളിയിൽ ഞാനല്ലെന്ന് ഞാൻ ഖത്തീബായിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ബാലേന്ദ്രൻ എന്ന ഒരാൾ വന്നാൽ പറയാണ്, എനിക്ക് ഇസ്ലാമിനെ പറ്റി പഠിക്കണോ, ഞാൻ എന്ത് ചെയ്യണം? ഭരണഘടനയോടെ ചോദിക്കണം, സർക്കാരിനോട് ചോദിക്കണം, ഇന്റലിജൻസിനോട് ചോദിക്കണം, ഞാൻ എന്ത് വേണം? ഇസ്ലാം പറഞ്ഞു. അത് പള്ളിയിൽ വന്ന് ഒരുത്തനെ സിനിമാ തിയേറ്ററിൽ കൊണ്ട് ഇരുത്താൻ പറ്റുമോ? പള്ളിയിൽ വന്നവനെ പള്ളിയിലല്ലേ? ഖുർആന്റെ ഒരു വചന എന്ത്? അമുസ്ലിങ്ങൾ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ പള്ളിയിൽ വന്നാൽ നിങ്ങൾ പള്ളിയിൽ ഓനെ ഇരുത്തണം എന്ന് ഖുർആന പറയുന്നത്. ആ പള്ളിയിൽ ഇരുത്തിയിട്ട് ഓന് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ഓനെ സുരക്ഷിതമായി ഓന്റെ വീട്ടിൽ കൊണ്ടാക്കുക. ഓനെ ഒളിപ്പിച്ച് താമസിപ്പിക്കുക എന്നല്ല, ഓനെ വീട്ടിൽ കൊണ്ടാക്കുക. ഖുർആൻ പറയാം. ഇനി ശ്രദ്ധിച്ചോട്ടോ, ഇസ്ലാം എന്താ, ഞങ്ങൾ എന്താ ചെയ്യണത്? ഞങ്ങളെടുത്ത് ഇസ്ലാം പഠിക്കാൻ ആര് വന്നാലും ഞങ്ങൾ അവരോട് പഠിപ്പിച്ചെടുക്കും. എന്നിട്ട് അവരോട് എന്താ പറയാ? ഇത് ഒരു നല്ലോണം ആലോചിച്ചോ, പഠിച്ചോ. ഈ ഭരണഘടന നിനക്ക് പൗരാവകാശം നൽകുന്നുണ്ട്. ആ പൗരാവകാശം അനുസരിച്ച് നിനക്ക് ഏത് മതവും സ്വീകരിക്കാം. അങ്ങനെ നീ സ്വമേധയാ സ്വീകരിച്ചാൽ ഈ ഭരണകൂടം നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. ഇനി ഞങ്ങളോട് ചോദിക്കുക, ഭരണഘടന നൽകിയ മതപ്രബോധനത്തെ ഭീകരവാദവുമായി ബന്ധപ്പെടുത്തി, നിർബന്ധ മതപരിവർത്തനവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് സത്യസന്ധമായ നിലപാടല്ല എന്ന് ഞാൻ പറയാം.
ഇനി ശുദ്ധി പ്രസ്ഥാനം എന്തിനാ ഉണ്ടാക്കി? ശുദ്ധി പ്രസ്ഥാനം ഹൈന്ദവ സമൂഹത്തിലേക്ക് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ക്ഷണിക്കാനാണ് ശുദ്ധി പ്രസ്ഥാനം ഉണ്ടാക്കി. അത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഹൈന്ദവതയിലേക്ക് ക്ഷണിക്കുന്ന, ക്രൈസ്തവതയിലേക്ക് ക്ഷണിക്കുന്ന, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന സംഘങ്ങൾ എമ്പാടുണ്ട്. അതിന് തെറ്റില്ല. നിർബന്ധ മതപരിവർത്തനം, ഭീഷണിപ്പെടുത്തിയുള്ള മതപരിവർത്തനം, തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള മതപരിവർത്തനം ഒരു കാരണവശാലും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ജനങ്ങളെ, സുഹൃത്തുക്കളെ, നല്ലോണം ആലോചിക്കട്ടോ. ഏതൊരു പൗരന്റെയും പൗരസ്വാതന്ത്ര്യത്തെ കുറിച്ചാ പറയാം. ഈ രാജ്യത്ത് നിർബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ശിഷ്യനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ശരിക്കും ശ്രദ്ധിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലഘട്ടം. ആ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സ്ത്രീയോട്, ഒരു അമുസ്ലിം വനിതയോട് ഇസ്ലാം പറഞ്ഞു, ഇസ്ലാം സ്വീകരിക്കേണ്ട ആവശ്യകത പറഞ്ഞു, ഇസ്ലാം സ്വീകരിക്കേണ്ട പ്രാധാന്യം പറഞ്ഞു. ആ പ്രാധാന്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് തോന്നുക, ഞാൻ ആ അമുസ്ലിം വനിതയോട് ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചുവോ? അങ്ങനെ അദ്ദേഹം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് എന്താ അറിയുന്നത്? പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ, ഞാൻ ആ അമുസ്ലിം സഹോദരിയെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചുവെങ്കിൽ നീ എനിക്ക് പുറത്തു തരണേ, നീ എന്നോട് മാപ്പാക്കണേ. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. നിർബന്ധിച്ച് ഇസ്ലാം ഒരു പണി ഇസ്ലാമിലില്ല. ഇനി നിങ്ങൾ നോക്ക്, ഏത് മതം സ്വീകരിച്ചാലും അത് സർക്കാർ അംഗീകൃത മതസ്വീകരണമാകാൻ വേണ്ടി സർക്കാർ എന്ന സ്ഥല സ്ഥാപനം അംഗീകരിച്ചിട്ടുണ്ട്. പൊന്നാനിയിലും കോഴിക്കോടും മൗനത്തുൽ ഇസ്ലാം സഭയും, അതുപോലെ കോഴിക്കോടിലെ തർബിയത്തും അത് സർക്കാർ അംഗീകരിച്ച. എന്തിന്? അവിടെ പോയിട്ട് ഇസ്ലാമിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ. ഇത് രണ്ടും ഒരു ഹിന്ദു ക്രിസ്ത്യാനോ ഇസ്ലാമായ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ കേന്ദ്ര. എന്ന ഒരാൾക്ക് ഇസ്ലാം ആകാൻ അവിടെ പോണ്ട. എവിടുന്നാണോ അയാൾക്ക് ഇസ്ലാം ബോധ്യപ്പെടുന്നത് അവിടുന്ന് അയാൾക്ക് ഷാത്തുൽ മജലിൽ ഇസ്ലാം സ്വീകരിക്കാം. ഒരു ഭരണകൂടവും അതിനെ എതിർക്കണില്ല. അത് രാജ്യദ്രോഹമല്ല, അത് ഈ ദേശത്തോടുള്ള. ഇനി ഒരു കാര്യം, 5 മിനിറ്റ് ഞാൻ പറഞ്ഞു. ഇസ്ലാമിൽ ഹിജറയുണ്ട്, ഹിജറയുണ്ട്. ഇന്ത്യ രാജ്യത്ത് നിന്ന് ഇവിടെ മതല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിജറ ഇല്ല. എന്തുകൊണ്ടെന്നാൽ അല്ലദീനയും മക്കന്നാഹും ഫിൽ അർദ്, ഖുർആൻ പറയാണ്, ഭൂമിയിൽ മുസ്ലിങ്ങൾക്ക് ആധിപത്യം കിട്ടിയാൽ, വിശ്വാസികൾക്ക് ആധിപത്യം കിട്ടിയാൽ, മേൽക്കോയ്മ കിട്ടിയാൽ അവർ നമസ്കാരം നിലനിർത്തും, സകാത്ത് കൊടുക്കും, നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. ഇനി ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കാം. ഖുർആനിലെ 22-ാം അധ്യായം 40, 41, 42 വചനങ്ങൾ വായിക്കാം. മുസ്ലിങ്ങൾക്ക് മേൽക്കോയ്മ കിട്ടിയാൽ അവർ നമസ്കാരം നിലനിർത്തും, സകാത്ത് കൊടുക്കും, നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. ഇനി ഞാൻ ആത്മാർത്ഥമായി ചോദിക്കാം, എങ്കിൽ ആ ഭാഗികമായ എല്ലാ അർത്ഥത്തിലുമുള്ള സപ്പോർട്ട് ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കില്ലേ? പള്ളി ഉണ്ടാക്കുമ്പോൾ എതിരുണ്ടോ? ഉണ്ടോ? നിസ്കരിക്കുന്നില്ല എന്നുള്ളല്ലേ മുസ്ലിമിന്റെ കുഴപ്പം? നിസ്കരിക്കുന്നുള്ള കുഴപ്പം ഇവിടുത്തെ ആ മുസ്ലിങ്ങൾ ഇരിക്കുന്നിടത്ത് ബാങ്ക് കൊടുത്ത ബാലേന്ദ്രൻ ചോദിക്കും, ബഷീർ ഈ നിസ്കരിക്കില്ല, അന്യാ വിളിച്ചേ, ഇന്നല്ലടാ. എന്നോട് ആരും എതിരുണ്ടോ? ഇല്ല. ഇവിടെ മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുത്തുന്നിട്ട് ഇവിടെ RSS BJP എതിർത്തിട്ടുണ്ടോ? കള്ളുടിക്കരുത്, വ്യഭിചരിക്കരുത്, തെറ്റ് ചെയ്യരുത് മുജാഹിദ്. ഇവിടെ തന്നെ എത്ര പ്രസംഗം നടന്നു? ഇവിടെ തന്നെ ഈ സ്ഥലത്തൊക്കെ എത്ര പ്രസംഗം നടന്നിട്ടുണ്ടെന്ന് അറിയോ? ഞങ്ങളുടെതൊക്കെ. അപ്പൊ അതിന് സ്വാതന്ത്ര്യമുള്ള ഒരു നാട്, ഈ നാട്ടിൽ പ്രവാചകൻ തന്നെ നാട് വിട്ടോളും പറയുന്നത്, മക്കേ എനിക്ക് നിന്നെ ഇഷ്ട, ബൗദ്ധ വിശ്വാസികളുടെ നാടാണ്, ആ നാട്ടിൽ നിന്ന് പോകാൻ ഞാൻ തയ്യാറല്ല. ഈ രാജ്യം ബൗദ്ധ വിശ്വാസികളുടെ നാടാണെന്നും ഈ നാട്ടിൽ ജീവിക്കുന്ന കുഫറിന്റെ രാജ്യത്തുള്ള ജീവിതമാണെന്നും ഈ നാട്ടിൽ ജീവിക്കുന്ന ശരിയല്ലെന്നും പ്രചരിപ്പിച്ചത് സയ്യിദ് ഖുത്ബാണ്, മൗദൂദി സാഹിബാണ്. ആ വിശ്വാസമാണ് ഇന്നത്തെ മുസ്ലിം സമുദായത്തിന് ഉള്ളിലേക്ക് കടത്തി ചേർത്തത്. അതിലെ ആവേശമാണ് ചേർത്തത്. അപ്പൊ അവർക്ക് രാജ്യം മോശമായി, അപ്പൊ അവർക്ക് ഈ ദേശം മോശമായി. പക്ഷെ ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ച് ഈ രാജ്യത്ത് വളർന്ന് ഈ രാജ്യത്തിന്റെ ചൂടും ചൂരും ആസ്വദിച്ച പൗരന്മാരാണ് നമ്മൾ. നമുക്ക് ഈ രാജ്യത്തോട് സ്നേഹമുണ്ട്, അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. നമുക്ക് ഈ രാജ്യത്തോട് ഇഷ്ടമുണ്ട്, അത് ഖുർആൻ പഠിപ്പിച്ചതാണ്, ഹദീസിലുള്ളതാണ്. ഈ രാജ്യം നമ്മുടെ മതം പ്രബോധനം ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള നാടാണ്, നമ്മുടെ ആരാധന നടത്താൻ സ്വാതന്ത്ര്യമുള്ള നാടാണ്.
ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നന്നായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. എന്റെ വാചകത്തിൽ അവ്യക്തതകളോ സത്യവിരുദ്ധമായ പ്രസ്താവനകളോ ഉണ്ടെങ്കിൽ ആര് ചൂണ്ടിക്കാണിച്ചാലും അത് തിരുത്തുമെന്നും ആ വിഷയത്തിൽ എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുമെന്നും ഇതിനാൽ അറിയിച്ചുകൊണ്ടും വസ്തുതകളായി മനസ്സിലാക്കണമെന്നും യഥാർത്ഥത്തിൽ ലോകത്ത് തീവ്രവാദത്തിന്റെ വിത്തുകൾ എപ്രകാരം പാകപ്പെടുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞു. ഒരു വിവരം കൂടി നിങ്ങളെ ധരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യവും കൊണ്ട് അവസാനിക്കാൻ. ഒരു വലിയ ഷോപ്പിംഗ് മാൾ, അതിലൊരു ഉൽപ്പന്നം, കണക്കിന് ഉറുപ്പ്യന്റെ ഒരു ഉൽപ്പന്നം കൂടിക്കിടക്കുക, അത് വിറ്റ് പോകുന്നില്ല. മുതലാളിക്ക് വിഷമുണ്ടാവും. ഏറ്റവും മുടക്കി വാങ്ങി വെച്ച ഒരു മുതല് ലോകത്ത് വെറുതെ കിടന്നു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അത് ലോകത്ത് സാമ്രാജ്യത്വ ശക്തികൾ വില കൊടുത്തു വാങ്ങിയ കോടിക്കണക്കിന് രൂപയുടെ ഒരു വസ്തു ഉപയോഗമില്ലാതെ കിടന്നു. എങ്കിൽ മുതലാളിക്ക് സങ്കടം ഉണ്ടാവും, ടെൻഷൻ അടിക്കും, ആള് മരിക്കാൻ തയ്യാറാവില്ലേ? ആ വസ്തു എന്തായിരുന്നു? ഭൂമിയെ 500 തവണ നശിപ്പിക്കാൻ ശേഷിയുള്ള മാരക ആയുധങ്ങൾ, ബോംബുകൾ, AK-47, അതുപോലെ ഏറ്റവും വലിയ തോക്കുകൾ. ഇതൊക്കെ വാങ്ങിക്കൂട്ടി അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രയേൽ.